ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാത്സ്ഡോ. അപ്പൊ നമ്മള് കുറച്ചു മുന്നേ ഒരു പ്രൂഫിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണണം. ഒരു ഏകദേശം 8-10ഓളം പ്രൂഫുകൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പ്രൂഫ് പറയുന്ന സമയത്ത് തന്നെ അറിയുന്ന കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുക. എന്തായാലും അതിനുശേഷം ഒരു മാത്തമാറ്റിക്സ് ധമാക്കയിലേക്കാണ് നിങ്ങളെല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നത്. ഏകദേശം നമ്മൾ ഓരോരോ ചാപ്റ്റർ മിക്സ് ചെയ്ത് ഏകദേശം ഐ തിങ്ക് ഇറ്റ്സ് 82 സ്ലൈഡ്സ് ഇന്നൊരൊറ്റ രാത്രി കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. സോ ആദ്യം തന്നെ വെയിറ്റേജ് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഞാൻ അധികം സംസാരത്തിനൊന്നും നിൽക്കാത്തത്, ചിലപ്പോ കുറേയധികം ക്ലാസ്സസും ലൈവുകളൊക്കെ കാണുന്ന സമയത്ത് തമാശ പറയുന്ന അല്ലെങ്കിൽ കുറേയധികം നിങ്ങളെ ചിരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അതേപോലെ എന്നെ കൊണ്ട് ചിരിപ്പിക്കാനോ കരയിപ്പിക്കാനൊന്നും കഴിയില്ല. പക്ഷെ കൃത്യമായിട്ടുള്ള കണ്ടന്റ് ഞാൻ ഡെലിവർ ചെയ്ത് തരാം. ഞാൻ മാക്സിമം നിങ്ങളെ ഈ ഒരു 2 മണിക്കൂർ എൻഗേജ് ചെയ്യിക്കാൻ നോക്കുമെങ്കിൽ പോലും കണ്ടന്റ് തീരണം എന്നുള്ളൊരു കർത്തവ്യം എന്റെ മുന്നിലുണ്ടായതുകൊണ്ട് ഒരു പരിധി വരെ മാത്തമാറ്റിക്സ് മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. മാത്തമാറ്റിക്സിൽ ഒരു പ്രോബ്ലം കഴിഞ്ഞ് നേരെ അടുത്ത പ്രോബ്ലത്തിലേക്കായിരിക്കും പോകുന്നുണ്ടാകുക. അപ്പൊ നിങ്ങൾക്ക് ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് പൗസ് ദ ക്ലാസ്. ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം മാത്രം പിന്നെ ബാക്കി കണ്ടാൽ മതി. ഏതായാലും സോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാത്രി ഏകദേശം 12 മണിയാണ്. അപ്പൊ ഏതായാലും എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ളത് ഇഞ്ചി അത്യാവശ്യമാണ്. നിങ്ങൾ എക്സാമിന്റെ തലേന്നേക്കാരം കാണുന്നുണ്ടാകുക. അപ്പൊ ഏതായാലും നോക്കിക്കോ, നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിന്റെ 2 ചാപ്റ്റർ ഉള്ളത്. ഈ 2 ചാപ്റ്റർ ഇവിടുന്ന് 10 മാർക്കും ഇവിടുന്ന് ഇവിടുന്ന് 8 മാർക്കും ഇവിടുന്ന് 7 മാർക്കും ടോട്ടൽ 15 മാർക്കാണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് വരാനുള്ളത്. അതേപോലെ തന്നെ സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, ടാൻജൻസ്, സർക്കിൾസ് ആൻഡ് ലൈൻസ്. ഈ 3 ചാപ്റ്ററിനും കൂടി 7, 5 19 മാർക്കാണ്. ഈ 19ൽ 11 മാർക്കും വരയ്ക്കാനായിരിക്കും മിക്കവാറും ഉണ്ടാകുക. സോ ബാക്കിയുള്ളൊരു 8 മാർക്കായിരിക്കും നിങ്ങൾക്ക് ആംഗിൾസ് കാണാൻ അല്ലെങ്കിൽ പ്രൂഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടാവുക. അതിനേക്കാളേറെ മാർക്കുകൾ പ്രതീക്ഷിക്കാം, ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ട്രിഗണോമെട്രി അതിന്റെ മുന്നേ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് 5 മാർക്കിന്. ഈ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്നൊരു ഷേപ്പ് എന്തെങ്കിലുമൊക്കെ ആൻഡ് പെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻ ആണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസിൽ നിന്നുണ്ടാകുക. അത് 100% ഷുവർ ആണ്. ഇനി അതേപോലെ തന്നെ അതിനുശേഷം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ 4 മാർക്ക്, പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ 4 മാർക്ക്. പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷന് ഉറപ്പായിട്ടും ഫാക്ടർ കാണുക, x-3 അങ്ങനെ എന്തെങ്കിലും കാണുക, എന്നിട്ട് അതിന് സൊല്യൂഷൻ കാണുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് ഷുവർ ആണ്. അത് മാത്രമേ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളൂ. അല്ലെങ്കിൽ -b+or-. സ്ക്വയർ കംപ്ലീഷന്റെ ഒരു കിഡ്കാജ് ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 4 മാർക്ക് എന്ന് പറയുന്നത് മിക്കവാറും 5ലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഐ തിങ്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഒരു നല്ലൊരു കിഡ്കാച്ചി 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും പിന്നെ ഒരു ഓപ്ഷൻ മൾട്ടിപ്പിൾ ചോയ്സിന്റെ ക്വസ്റ്റ്യനാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി അതിനുശേഷം നമ്മൾ പോകുന്നത് ട്രിഗണോമെട്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് L=2r sin c/2 ആയിട്ട് ബന്ധപ്പെട്ട പോലെ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനോ, അതേപോലെ തന്നെ മറ്റേ ചിത്രം, ഏകദേശ ചിത്രം അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ഫിഗർ വരയ്ക്കാനുള്ള ചോദ്യങ്ങളില്ല. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുരുപ്പിടിച്ച കുട്ടി വല്ല കട്ടിടത്തിന്റെ മേലെ കയറി കണ്ട് താഴത്തേക്ക് നോക്കണ പരിപാടിയൊക്കെ. അപ്പൊ അവിടെ ചിത്രം വരയ്ക്കുക എന്ന് കണ്ടുപിടിക്കുക, ടാനിന്റെ പ്രോബ്ലംസ്. ഇനി അതേപോലെ തന്നെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോർഡിനേറ്റ്സ്, ജോമെട്രി, ആൾജിബ്ര 11ാമത് ചാപ്റ്റർ. ഇത് 2 മിക്സ് ചെയ്ത് കണ്ട് പഠിച്ച 13 ചാപ്റ്റർ ആണ്. 13 മാർക്കിനാണ് വരിക. അതിൽ ലൈനിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെയോ ഇക്വേഷൻ, ഏതെങ്കിലും ഒരു ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. സെൻട്രോയിഡ് അല്ലെങ്കിൽ മിഡ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇനി ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗപ്പെടുത്തി കണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ റെക്ടാംഗിൾ മാത്തേഡ്സ് 100% ഷുവർ ക്വസ്റ്റ്യൻ. ആൻഡ് പാരലോഗ്രാം ക്വസ്റ്റ്യൻ ഇല്ലേ ജോമെട്രി ആൻഡ് ആൾജിബ്രയിൽ, ഇതും ഏകദേശം 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ്സ് എവിടെ മൊത്തം 6 മാർക്സിനാണ്. 6 മാർക്സിന് ഐ തിങ്ക് ഇറ്റ്സ് 2 ക്വസ്റ്റ്യൻസ്. 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും ആയിട്ടാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അതിൽ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ്, മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ റേഷ്യോ പ്രോബ്ലംസ് ഇതായിരിക്കും 4 മാർക്കിന് വരുന്നുണ്ടാകുക. അതേപോലെ തന്നെ 2 മാർക്കിന് എന്തെങ്കിലും ഒരു ബേസിക് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് വല്ല സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസ് എന്ന് കണ്ടുള്ള ക്വസ്റ്റ്യനോ, അല്ലാന്നുണ്ടെങ്കിൽ കോണുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ആംഗിൾ ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ സ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനോ ആണ് ചാൻസ് ഉള്ളത്. അപ്പൊ അത് ബേസിക് ക്വസ്റ്റ്യൻ ആയിരിക്കും 2 മാർക്കിനുള്ളത്. 4 മാർക്കിനായിരിക്കും മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് അല്ലെങ്കിൽ റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൽ 6 മാർക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. 1 മാർക്കിന് മീഡിയം കാണാനുള്ള ക്വസ്റ്റ്യൻ, മധ്യമം കാണാം. കുറച്ച് വാല്യൂസ് ഇങ്ങനെ വെറുതെ തരും, എന്നിട്ട് തന്നെ മധ്യമം കാണാം. അത് ഞാൻ ഒരു ഉറപ്പ് പറഞ്ഞുതരാം, അത് ഈവൻ നമ്പർ ആയിരിക്കും, ഇരട്ട സംഖ്യ ആയിരിക്കും അവിടെ ഉണ്ടാകുക. 8 9 10 കൈകാരം തരിക. ആൻഡ് അത് ഐ തിങ്ക്
അത് ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾ കാണും. ബിക്കോസ് 1 മാർക്കിന്റെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാകുക. ബാക്കി 6 1 പോയാൽ ബാക്കി 5 മാർക്കിന്റെ ഒരു ടേബിൾ ഉണ്ടാകും. ആ ടേബിള് ക്ലാസ് ടേബിൾ ആയിരിക്കും. ഇപ്പൊ 400 to 500 അവിടെ ഇടേണ്ടത് ബിലോ ആണ്, അപ് ടു അല്ല. ബിലോ ആണ്, അപ് ടു അല്ല, വരെയല്ല, താഴെ അല്ലെങ്കിൽ കുറവ് എന്നുള്ള ആ സാധനം പഠിക്കണം. അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടില്ല, അത് സ്റ്റാറ്റിന്റെ ഒരു എല്ലാം ഞാൻ ആദ്യം പറയാം. മാത്തമാറ്റിക്സിന്റെ ഒരു ഫുൾ പ്ലേലിസ്റ്റ് ഐ തിങ്ക് 2ാമത്തെയും 4ാമത്തെയും ചാപ്റ്റർ ഇല്ല, ബാക്കി ഒക്കെ ഉള്ള ചാപ്റ്റർ വൈസ് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ്, ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഇതിന്റെ ഒക്കെ ക്ലാസ്സസ് മാത്സ്ഡോന്റെ യൂട്യൂബ് ചാനലിന്റെ പ്ലേലിസ്റ്റിൽ SSLC മാത്സ് 2026 എന്ന പ്ലേലിസ്റ്റിലുണ്ട്. കണ്ടോ. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് 30 ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ 25ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞ സിമിലർ കൺസെപ്റ്റോ അല്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യനോ ആണ് ആ വീഡിയോസ് എന്ന് ചോദിച്ചിട്ടുള്ളത്. മോഡൽ എക്സാമിനും പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഒരൊറ്റ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറേയധികം പ്രോബ്ലംസ് വരും. പക്ഷേ ഞാനൊരു ഉറപ്പ് പറയാം, ഇതന്നെ വരും എന്ന് ഞാൻ ഒരിക്കലും പറയണില്ല. പക്ഷെ സെയിം അല്ലെങ്കിൽ നമ്പർ മാറി കണ്ടോ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഇതിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ നിന്ന് ഡീപ്പായിട്ട് ഇറങ്ങാൻ പറ്റൂല. അപ്പൊ ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോയി കാര്യം ചെയ്യാം. എല്ലാം ഇന്ന് രാത്രി ഇരുന്ന് ആ മൊത്തം ക്ലാസ് കണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രോബ്ലം ഞാൻ ആ ക്ലാസ്സിൽ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 100% A+ ആണ്, ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് 1ാമത്തെയും 3ാമത്തെയും ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട് സമാന്തര ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൽ മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ, അതിലൊന്നും ഞാൻ മലയാളം മീഡിയം ഇട്ടിട്ടില്ല. കാരണം ഞങ്ങൾക്ക് പ്രൂഫും ഇതൊക്കെ പാടെ തരിക എന്ന് പറയുന്നത് ഐ തിങ്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 12 മണിയാണ്. പലിച്ചക്ക് ചോറയിച്ചാകുമ്പോത്തിന് ഈ കാര്യത്തിന്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഔട്ട് വരിക. ഏതായാലും അത്രയും ഇന്ന് ടോട്ടലി ഒരു 1 to 2 days മൊത്തമായിട്ട് ഇതുമ്മ ഇരുന്നിട്ടുണ്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. അത്രയും നല്ല ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ നോക്കാം. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 2nd and 34th ടേമിന്റെ സമ്മ് 40 ആണ്. ഭയങ്കര സിമ്പിൾ ആണ്. ഈ ഫസ്റ്റ് തന്നെ പ്രൂഫിൽ ഇതേമാതിരി തന്നെ ഫസ്റ്റ് തന്നെ ഏരിയ എന്തോ പാളി, പിന്നെ തോൽവി വിജയത്തിന് മുന്നോടിയാണല്ലോ. x2 + x34 = 40. പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. എത്രയായിരിക്കും x1 + x35 എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാ മക്കൾക്കും അറിയുന്നത് പോലെ തന്നെ പെയറാണിത്. 2 കൂട്ടി എപ്പോഴും പെയർ ആയിരിക്കും വരിക, ജോഡി. ആ ജോഡി കുറെ ജോഡികളുണ്ടാവും. അപ്പൊ 5 ഉണ്ടെങ്കിൽ ഫസ്റ്റും ലാസ്റ്റും ഒരു ജോഡിയാണ്, സെക്കൻഡ് ലാസ്റ്റ് ഒരു ജോഡിയാണ്. ഇതെങ്ങനെ ജോഡിയാണെന്ന് മനസ്സിലാവിച്ചാൽ ഇതിന്റെ പൊസിഷൻ 2 അല്ലേ, ഇതിന്റെ പൊസിഷൻ 34 അല്ലേ, 2 34 കൂട്ടിയ 36 അല്ലേ പൊസിഷൻ സമ്മ്. ഇവിടെ നോക്കി 1 35 കൂട്ടിയാൽ എത്ര തന്നെയാണ് 36. പൊസിഷൻ സമ്മ് സെയിം ആണെങ്കിൽ യഥാർത്ഥ സമ്മം സെയിം ആണ്, മറക്കണ്ട. ഇനി വാട്ട് ഈസ് സം ഓഫ് 17th 17ാമത്തെ ടേമും 19ാമത്തെ ടേമും കൂട്ടി നോക്കി, അത് 36 ആണ്. പൊസിഷൻ സമ്മ് കൂട്ടി കഴിഞ്ഞാൽ 36 ആകുമ്പോൾ സമ്മ് 40. ഇനി വാട്ട് ഈസ് 18th ടേം? 18th ടേം ക്ലിയർ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലുമൊക്കെ ഒരു സമ്മ് എടുത്തതാ, ഏതെങ്കിലും ഒന്ന് എടുത്തോ. 13th ടേം, അതിനാദ്യം നിങ്ങൾക്ക് ഈക്വേഷൻ അറിയില്ലേ, മിഡ് ടേം = സം ബൈ നമ്പർ. ഇവിടെ മിഡ് ടേം ആരാ നോക്കാം, പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു പേര് എടുത്താൽ മതി. 1ാമത്തെ ടേമിന്റെ 35ാമത്തെ ടേമിന്റെ മിഡിലുള്ള ടേം ഏതാ? എങ്ങനെ കാണുക വെച്ചാൽ 1 35 കൂട്ടുക. 1 35 കൂട്ടി എത്ര? 36 അല്ലേ. അതിന്റെ പകുതിയാണ് മിഡ് ടേം വരിക, 18ാമത്തെ ടേം, മറക്കണ്ട. അപ്പൊ 2ാമത്തെ 34 എന്തിനാ വേണ്ടി? 2 34 കൂട്ടുക എത്ര? 36. അതിന്റെ പകുതി 18ാമത്തെ ടേം തന്നെ ആയിരിക്കും മിഡ് ടേം വരെ. അപ്പൊ ഇവിടെ 18ാമത്തെ ടേമാണ് മിഡ് ടേം = സമ്മ്. ഇവിടെ ഏതെങ്കിലും 2 സമയം തന്നിട്ടുള്ളൂ. സമ്മ് എത്രയാണ്? 40 ആണ് ബൈ. ഇവിടെ എല്ലാരും പാടെ കൂട്ടിയിട്ടില്ലല്ലോ. ഞാനൊരു പേര് മാത്രമേ എടുത്തിട്ടുള്ളേ. 1 2 ആൾക്കാരെ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. 1 2 ആൾക്കാരെ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. സോ സം ബൈ നമ്പർ 2. 40/2 20. മിഡ് ടേം എപ്പോഴും പെയറിന്റെ പകുതി ആയിരിക്കും. പെയർ 40 ആണെങ്കിൽ മിഡ് ടേം പകുതിയേക്കാർ. ഇക്വേഷൻ വെച്ചാണ് ചെയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ആ കാര്യം മനസ്സിലുണ്ടായിരിക്കും. ഇനി അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ല, റൈറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 35 ടേംസ്. എടാ സമ്മിന്റെ ഇക്വേഷൻ എന്താ? മിഡ് ടേം ഇൻറ്റു നമ്പർ. 35 ഓഡ് നമ്പർ അല്ലേ. ഓഡ് നമ്പർ ഒക്കെ വരുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും മനസ്സിലുണ്ടാവുക? മിഡ് ടേം ഉണ്ടാവുന്ന മനസ്സിലുണ്ടാവുക. മിഡ് ടേം സം പറയുമ്പോൾ 35 ടേംസിന്റെ സമ്മാണ്. 35 ടേംസിന്റെ മിഡ് ടേം ആരാ? അതെന്താ ചെയ്യാ? 35 1 നമ്മള് മറ്റേ മീഡിയം കാണില്ലേ, അതിന്റെ പകുതി ഇത്രാമത്തെ ടേം
35 136, 36ന്റെ പകുതി 18ാമത്തെ ടേമാണ് അടുത്ത മിഡ് ടേം ഇൻറ്റു നമ്പർ എത്ര 35 ആൾക്കാരെ സമ്മല്ലേ കാണണ്ടേ. സോ 18ാമത്തെ ടേം ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കണം 20. 20 ഇൻറ്റു 35 എത്ര 700 അല്ലേ വരിക. സോ സമ്മ ഡൗട്ടില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ 3-digit multiples of 9. 9ന്റെ 3-digit മൾട്ടിപ്പിൾ. 3-digit ഏറ്റവും ചെറിയ 3-digit നമ്പർ ഏതാ 100. 100 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കണമെങ്കിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കും. റിമൈൻഡർ ഉണ്ടാവാൻ പാടില്ല. റിമൈൻഡറിനാണ് എന്താ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയുള്ളതാണ് റിമൈൻഡർ. അപ്പൊ റിമൈൻഡർ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 4ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ 8. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8ൽ 2 4 8 തന്നെ. 8ന് 8 മൊത്തമായിട്ട് തുടച്ച് നീക്കപ്പെടും. അവിടെ എന്തുണ്ടാവില്ല റിമൈൻഡർ ഉണ്ടാവില്ല. അതേപോലെ തന്നെ 100 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 100 ഉണ്ടാക്കണമെങ്കിൽ 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സൈഡിൽ 100നെ 9 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. ഞാൻ ഓരോ ട്രിക്കായിട്ട് എല്ലാ ക്ലാസ്സസിലും പറയുന്നുണ്ട്. അതൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് വൃത്തിയായിട്ട് ഇന്ന് ഒറ്റ രാത്രി ഇരുന്ന് കാണാനുള്ളതേ ഉള്ളൂ. എല്ലാം 1 മണിക്കൂറിന്റെ താഴെയാണ് ക്ലാസ്സസ്. ഏതായാലും 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു 10ൽ ഒരു 9 പിന്നെ 10 10ൽ 9 11 9 99 വരെ പോകും. ബാക്കി റിമൈൻഡർ ഒന്നുണ്ടോ? റിമൈൻഡർ ഒന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. ആ റിമൈൻഡർ 100 കുറച്ചളാ. 100ൽ 9ന്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 ഏറെയാണ്. ആ 1 കുറച്ചാ ബാക്കി എത്ര 99 ആണെന്ത് 9ന്റെ 100ന്റെ അടുത്തുള്ള മൾട്ടിപ്പിൾ. പക്ഷെ 99 2 ഡിജിറ്റ് നമ്പറാ പറ്റൂല. 99 കഴിഞ്ഞാൽ അടുത്ത മൾട്ടിപ്പിൾ ചെയ്തേക്കാരം ഒരു 9 കൂട്ടിയാൽ പോലെ 108. സോ നമ്മൾ പറയുന്നു 108 ആണ് ഇവിടുത്തെ ഫസ്റ്റ് 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 9. ഇനി 9 കൂട്ടിപ്പോയാൽ മതി. ആരെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അയാളെ കൂട്ടിപ്പോയി 117 126 അങ്ങനെ പോകും. ഇതെന്തായാലും 3 ഡിജിറ്റ് നമ്പർ ഏറ്റവും മാക്സിമം പോയ 3 ഡിജിറ്റ് നമ്പർ എത്ര വരുള്ളൂ 999 അല്ലേ വരുള്ളൂ. ഇതിനെ 3 കൊണ്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 999 കണ്ടാൽ തന്നെ അറിയാം 9 ഒരു 9 9 ഒരു 9 9 ഒരു 9. റിമൈൻഡർ ഉണ്ടോ? റിമൈൻഡർ ഇല്ല എന്ന് പറഞ്ഞാൽ 999 9ന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ദാറ്റ് മീൻസ് ഏറ്റവും ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 999 ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 9ന്റെ മൾട്ടിപ്പിൾ ഇതേപോലെ 7ന്റെ ഒക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. വട്ട് ഈസ് ദ ഫസ്റ്റ് മൾട്ടിപ്പിൾ? What is the last multiple? 999. How many multiples between them? അത് എല്ലാവർക്കും അറിയാം. ഇക്വേഷൻ അറിയില്ലേ? xn minus n is equal to number of terms is equal to xn minus x1 by d plus 1. അല്ലെങ്കിൽ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം l മൈനസ് f എന്നൊക്കെ പറയാറുണ്ട്. ലാസ്റ്റ് ടേം 999 മൈനസ് ഫസ്റ്റ് ടേം 108 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 9 തന്നെയാണ് പ്ലസ് 1. ആരെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആരുടെ മൾട്ടിപ്പിൾ ആണോ അതന്നെക്കാരം കോമൺ ഡിഫറൻസ്. ഇനി 999 108 പോയി കഴിഞ്ഞാൽ 891 ഡിവൈഡഡ് ബൈ 891 ഡിവൈഡഡ് ബൈ 9 പ്ലസ് 1 എന്ന് വരും. ഇതെത്ര വരും? നൂറെണ്ണാണ് വരിക. അരിത്മെറ്റിക് സീക്വൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനുണ്ട്. ഞാൻ ഏതായാലും അരിത്മെറ്റിക് സീക്വൻസിന്റെ ഒരു ഫുൾ ക്വസ്റ്റ്യൻസ് ഉള്ള വളരെ കൃത്യമായുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള വീഡിയോ മാത്സിഡോയുടെ പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. കാരണം അരിത്മെറ്റിക് സീക്വൻസിൽ തന്നെ കുറെ നേരം നമ്മൾ വായിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കിട്ടൂല. ഇപ്പൊ ഫുൾ നല്ല നല്ല കിഡിലൻ ക്വസ്റ്റ്യൻസ് ഉള്ള ടേം ഉണ്ടോ കോമൺ ഡിഫറൻസ് ആണോ അതൊക്കെ നോക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള എന്താ പറയാ PDF അല്ല ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്ലാസ് മാത്സിഡോയുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ ഇട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും കൊടുക്കുക ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. കേറി കണ്ടോളി, നഷ്ടമാവില്ല. 1 മണിക്കൂർ കൊണ്ട് അരിത്മെറ്റിക് സീക്വൻസ് ഇങ്ങനെ 15 മാർക്ക് തുടച്ച് ഇങ്ങനെ കൈ കിട്ടും. ഞാനിത് ജസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഞാൻ കുറെ അധികം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു ദി ചാപ്റ്റർ നമ്പർ 2 ചാപ്റ്റർ നമ്പർ 8 ചാപ്റ്റർ. ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം അരിത്മെറ്റിക് സീക്വൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടത്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, ടാൻജൻസ്, സർക്കിൾസ് ആൻഡ് ലൈൻസ് നോക്കാം. ഇതെല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ എത്ര പേര് വേമയും പറഞ്ഞു പോവാം. 100ന്റെ പകുതി 50. ഇവിടെ എത്ര വരും? അതിന്റെ സപ്ലിമെന്ററി ഓപ്പോസിറ്റ് സെഗ്മെന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. സപ്ലിമെന്ററി വരുമ്പോൾ അനുപൂരകം 130 BCD 130. ഇനി BAD 110 ആണെങ്കിൽ ഇവിടെ എത്ര വരിക? ടോട്ടൽ ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എത്ര? 360 അല്ലേ. അപ്പൊ അതിന് 210 പോയി കഴിഞ്ഞാൽ ബാക്കി 150. BAD ആണ് ചോദിച്ചിരിക്കുന്നത്. BAD ആണ് ഈ ആംഗിൾ ആണ്. 150ന്റെ പകുതിയാണ് ഇവിടെ വരിക 75. സോ ഇനി ഇൻ ഫിഗർ ആംഗിൾ C is equal to ആംഗിൾ CM 100 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റ് ആംഗിൾ ഇതാണ്. ഇത് എത്ര കാര്യം വരിക? 80 വരും.
എപ്പോഴും സർക്കിളിന്റെ പുറത്ത് ആംഗിള് പുറത്തേക്ക് പോയാപ്പോ ഇവിടെ സർക്കിൾ മള്ളിനെക്കാട്ടിലും കുറവേക്കാരം. ചില ആൾക്കാർക്ക് നീളം കൂടുതലേ സാർ, നീളല്ല ആംഗിള്. ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ അടിയത്തെ ഗ്യാപ്പാണ് കണ്ടോ. നീളം കൂടുതലുമ്പോ ഇങ്ങനെ നാരോ ആയിട്ട് വരും, നാരോ ആയിട്ട് വരുമ്പോ ഗ്യാപ്പ് കുറയണുണ്ടോ, ഗ്യാപ്പ് കുറയണുണ്ടോ. അപ്പം ദാറ്റ് മീൻസ് ആംഗിളിന്റെ മൂർച്ച കൂടുക പറഞ്ഞാൽ ഗ്യാപ്പ് കുറയാ, ആംഗിൾ കുറയാണെന്നാണ് അർത്ഥം. അപ്പൊ ആംഗിൾ കൂർത്തു പറയുമ്പോൾ നീളം കൂടിയത് ആംഗിൾ കൂടിയത് അതിന്റെ ഇടത്തെ ഗ്യാപ്പ് കുറയാണ്. വൈകിട്ടായിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ആംഗിൾ ഉണ്ടോ നല്ല ഗ്യാപ്പ് ഉണ്ടോ, അപ്പോഴാണ് ആംഗിൾ കൂടുക. അപ്പൊ പുറത്തേക്ക് വരുന്ന സമയത്ത് 80-നേക്കാൾ കുറവുള്ള ആംഗിൾ ആയിരിക്കും ഇവിടെ വരും, 80 ആയിരിക്കും ഇവിടെ വലുത്, തൊള്ളർ നിൽക്കുന്ന ഭാഗത്തുള്ള ആൾ വലുത്. ഇവിടെ വരും നമ്മൾ ആംഗിൾ, ഇവിടുത്തെ പുറത്തത്തെ ആംഗിൾ എപ്പോഴും 80-നേക്കാൾ ചെറുതായിരിക്കും. ഏതിന്റെ ചോദ്യം ആംഗിൾ ഈ ആവാനുള്ള ചാൻസ്, ആംഗിൾ ഈ എന്തായാലും 80-നേക്കാൾ ചെറിയ ആംഗിൾ ഇതിൽ 45 മാത്രമേ. ആംഗിൾ എഫ് ഏതാവാൻ ചാൻസ് 80-നേക്കാൾ കൂടുതലാണ് കണ്ടോ. ഈ ഒരു ആംഗിളിനെക്കാട്ടിലും വൈഡ് ആണിത്. യെസ് ഓർ നോ? മനസ്സിലാക്കേണ്ട കാര്യം ഈ ആംഗിളിനെക്കാട്ടിലും നാരോ ആണത്. നാരോ ആയ ആംഗിൾ കുറയുക, ഈ ആംഗിളിനെക്കാട്ടിലും വൈഡ് കണ്ടോ, നല്ല ആംഗിൾ ഇല്ലേ. സോ പറഞ്ഞേ ഉള്ളൂ, ഉള്ളിലേക്ക് വരുമ്പോൾ ആംഗിൾ കൂടും, പുറത്തേക്ക് വരുമ്പോൾ ആംഗിൾ കുറയും. സോ ഇനി ആംഗിൾ എ എത്ര, 70, ആംഗിൾ എ 75. ഞാൻ ആംഗിൾ ബിയും കൂടി തന്നിക്കണം 60. ഞാൻ ഒന്നും നോക്കാതെ ഫുൾ ആയിട്ടും ചെയ്തു പോയി. 75-ന്റെ ഓപ്പോസിറ്റ് സപ്ലിമെന്ററി വരിക 105, 60-ന്റെ ഓപ്പോസിറ്റ് 120. അപ്പൊ ഇവിടെ എത്ര വരും, ഇത് ലീനിയർ പെയർ അല്ലേ, ഒരു വരയല്ലേ, ഒരു വരമത്തെ രണ്ട് ആംഗിളും കൂടി കൂട്ടിയാൽ 180 തന്നെ വരണം. സോ ഇത് 60. എപ്പോഴും ഒരു പാരലോഗ്രാം അല്ല ഒരു മറ്റേ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൽ ഒരു മൂലയിലുള്ള ഇന്നർ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റുള്ള ഔട്ടർ ആംഗിളും സെയിം ആയിക്കാരം. ഒരു മൂലയിലുള്ള ഇന്നർ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റുള്ള ഔട്ടർ ആംഗിളും. അപ്പൊ ഇവിടെ 75 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് പുറത്ത് എത്ര കാരം, 75. പറഞ്ഞു എന്നേ ഉള്ളൂ, പറ്റുന്ന ആൾക്കാരെടുക്കുക. സോ ഇവിടെ എത്ര വരും, 75. ബിക്കോസ് ഇതൊരു ലൈനാണ്, ഈ ലൈനും നല്ല രണ്ട് ആംഗിളാണ്. ഒരു ലൈനും എത്ര ആംഗിൾ ഉണ്ടെങ്കിലും ഒക്കെ പാടെ കൂട്ടി 150 താലേണ്ട പൊളിയും. ഇപ്പൊ ഇവിടെ എത്ര വരിക, 75-ന്റെ സപ്ലിമെന്ററി വീണ്ടും 105. ഇവിടെ എത്ര വരിക, 60-ന്റെ സപ്ലിമെന്ററി വീണ്ടും 120. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. രണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ചോദ്യം ആംഗിൾ ബി സി ഡി, ആംഗിൾ ബി സി ഡി 120 കഴിഞ്ഞല്ലോ, 120. ഇനി ആംഗിൾ എ ബി സി. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇവിടെയുള്ള ആംഗിൾ ഇല്ലടാ, ഇവിടെയുള്ള ആംഗിൾ, ഈ ആംഗിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പിലുള്ള ആംഗിളും ഈ ഗ്യാപ്പിലുള്ള ആംഗിളും കൂട്ടണം. അഥവാ ഇവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് ഉണ്ടോ, അതേപോലെ തന്നെ ഈ ഗ്യാപ്പ് കണ്ടില്ലേ, ഈ രണ്ട് ആംഗിളും കൂട്ടിയാലാണ് ഇവിടുത്തെ കിട്ടുക. ഉറപ്പിച്ചോ. കാരണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഞാനൊരു വര എടുക്കുന്നതോടെ ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയി. ഓട്ടോമാറ്റിക്കലി ഇവിടെ 30 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ 30 വന്നു. ഇത് 100 ആണെങ്കിൽ ഇതിന്റെ പകുതി ടോട്ടൽ ഇവിടെ 50 ആണ് വരിക. 50-ന്ന് 30 പോയാൽ ബാക്കി ഇവിടെ 20, ആ 20 ആണ് ഇവിടെ വരിക. സോ ഈ 20-ഉം ഈ 30-ഉം കൂട്ടിയാൽ ഇവിടെ 50 വരും എന്നുള്ളത് മനസ്സിലുണ്ടാകുക. പറഞ്ഞുള്ള ആകപ്പാടെ കലവിലേക്കാണ്. പക്ഷെ ട്രിക്കായിട്ട് പഠിച്ച ചോളി, ഈ ഗ്യാപ്പിലുള്ള രണ്ടാൾക്കാരെ കൂട്ടിയാലാണ് ഇവിടെ ഉള്ള ആളെ കിട്ടുക. അതിന് മുമ്പ് തന്നെ വെച്ചാൽ അവിടെ ഉള്ള ആളെ കിട്ടി. ഇവിടെ 100 അല്ലേ, 100-ന്റെ പകുതി അല്ലേ ഇവിടെ വരിക. അപ്പൊ ഇവിടെ എത്ര വരിക, 50 വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ 50 വരണം എന്നുണ്ടെങ്കിൽ 30-ലേക്ക് എത്ര കൂട്ടിയാലാടാ 50 ഇട്ട, 20 അല്ലേ. അത് കാണാതെ പഠിച്ച ചൊല്ലിട്ടോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ 20. ഇനി നോക്കാം, ഇവിടെ നോക്കാം. ഇവിടെ എത്ര വരിക, ഇവിടെ ഭയങ്കര സിമ്പിളാ. ഇത് എത്രയടാ പറയാൻ പറ്റുമോ? ഇത് 260 അല്ലേ വരിക. കാരണം സർക്കിളിന്റെ ടോട്ടൽ സെൻട്രൽ ആംഗിൾ എത്രയാണ്, 360. അതിൽ 100 ഇവിടെ പോയി, ബാക്കി 260. ഈ 100-ന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഏതെങ്കിലും ആംഗിൾ ഉണ്ടെങ്കിൽ വരിക 50, ഓപ്പോസിറ്റ് പകുതി. അതേപോലെ തന്നെ ഈ 260-ന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരിക. ഇവിടെ ഇപ്പൊ എത്ര വരിക, 130. ഇപ്പോഴും സെന്റർ ഈ 100-ന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരിക, ഈ 260-ന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരിക. ഓക്കെ ആണല്ലോ. സെന്ററിൽ ടോട്ടൽ 360. അതിന്റെ പകുതിക്കാരെ ഇവിടെ, അതിന്റെ പകുതിക്കാരെ ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെയുള്ള കൂട്ടി കഴിഞ്ഞാൽ 360-ന്റെ പകുതി 150 കിട്ടണം. പറഞ്ഞു എന്നുള്ള ഐഡിയ മനസ്സിലായ നല്ല കാര്യം. അപ്പൊ ഇവിടെ 130. ഇനി ഇവിടെ കിഡിലും ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ചിരിച്ചു നോക്കണം. HSS ലൈവ് നിർത്ത നല്ല ക്വസ്റ്റ്യനാ. ഞാൻ ഇങ്ങനെ ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറിന്റെ ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രി വരിക. അതിങ്ങനെ മുറിക്കുന്നതോടെ 45 ആയിട്ട് മാറും. റെക്ടാംഗിളിന് പ്രത്യേകതല്ല, സ്ക്വയറിന് മാത്രമേ ഉള്ളൂ. സോ ഈ SR കണ്ടെങ്കിൽ SR, ആറും എസും, എസിൽ നിന്ന് തുടങ്ങി ആറിൽ അവസാനിക്കുന്ന ആംഗിളാണ് SQR. ഇതാണ് R, ഇവിടെയാണ് S.
എസ്സിൽ നിന്ന് തുടങ്ങി ആറിൽ അവസാനിക്കുന്നത്. അഥവാ എസ് ആർ എന്ന് പറഞ്ഞാൽ കോടുമെന്നുണ്ടാണ് ആംഗിളാണ്. ചെരിച്ചു പിടിച്ചു നോക്കുക. സോ ഇത് മേജർ സെഗ്മെന്റിന്റെ ആംഗിൾ 45 ആണെങ്കിൽ ഇതിന്റെ സപ്ലിമെന്ററി ആംഗിൾ അല്ലേ മൈനർ സെഗ്മെന്റിൽ വരിക. അപ്പൊ ഇവിടെ എത്ര വരിക? 180 മൈനസ് 45 ദാറ്റ് ഈസ് ഈക്വൽ ടു 135. എസ് ആർ എന്ന് പറഞ്ഞ കോടുമെന്നുണ്ടാണ് ആംഗിളാണ് 45 ഡിഗ്രി. അതിന്റെ നേരെ സപ്ലിമെന്ററി ആണ് ഇവിടെ വരിക 135. പറഞ്ഞേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് 135. ഡൗട്ട് ഇല്ലാന്ന് പ്രതീക്ഷിക്കും. ഇനി ഇത് കിട്ടില്ല ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഞാനൊരു ടിപ്പ് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കലുണ്ട് കുട്ടികൾക്ക്. ഇങ്ങനെ എന്തിനാ ഇത് തന്നെ വരച്ചാ പോരെ. നോക്കിക്കോട്ടോ, ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററലിനെ 4ആയിട്ട് മുറിക്കുമ്പോൾ ഇത് സെന്റർ ഒന്നാവണമെന്നില്ല. ഈ സർക്കിളിന്റെ സെന്ററിൽ എന്ന് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് 4ആയിട്ട് മുറിക്കുന്ന സമയത്ത് 4 ട്രയാങ്കിൾ ഉണ്ടാവും. ലെഫ്റ്റിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും, റൈറ്റിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും, മേലൊരു ട്രയാങ്കിൾ ഉണ്ടാവും, താഴെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും. ഒരു കാര്യം ഓർത്ത് വെച്ചോ, മേലുള്ള ട്രയാങ്കിളിലുള്ള ആംഗിൾസ് എന്താണോ അതന്നെയാണ് താഴെ വരിക. മേലുള്ള ട്രയാങ്കിളിലുള്ള ആംഗിൾസ് എന്താണോ അതന്നെയാണ് താഴെ വരിക. അതേപോലെ തന്നെ ലെഫ്റ്റിലുള്ള ട്രയാങ്കിൾ എന്താണോ ഉള്ളത് അതേ പൊസിഷനിൽ റൈറ്റിലും അതന്നെ വരും. എന്നാ അങ്ങനെയാണെങ്കിൽ ഐഡിയ വെച്ച് പറഞ്ഞാണ്, ഇവിടെ 30 ആണെങ്കിൽ നേരെ താഴെ ഇവിടെ എത്ര തന്നെയാണ് 30. ഇവിടെ 50 ആണെങ്കിൽ നേരെ താഴെ ഇവിടെ എത്ര തന്നെയാണ് 50. ഇത് ഈക്വൽ ആണെന്ന് എല്ലാവർക്കും അറിയില്ല. ഇതിപ്പോ 80 ആണെങ്കിൽ ഇത് എന്തായി കാരണം 100, കാരണം ഇത് ലീനിയർ പെയർ. ഇത് വീണ്ടും ലീനിയർ പെയർ, ഇത് 80, ഇത് വീണ്ടും 100. ഓപ്പോസിറ്റ് സെയിമും അഡ്ജസന്റ് സപ്ലിമെന്ററി ആണ് ഒരു ജംഗ്ഷൻ വരുന്ന സമയത്ത്. അത് എപ്പോഴും അറിയാം. അതുകൊണ്ട് ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ ദാറ്റ് മീൻസ് ഇത് 30ഉം ഇത് 50ഉം ആണെങ്കിൽ ഇവിടെ എത്ര കാരം 100 അല്ലേ വരിക. ഇവിടെ 30, 100, 50 അതന്നെ കാരം താഴെയും വരിക. 30, 100, 50. ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ അറിയാമെന്ന് പ്രതീക്ഷിക്കണു. എ ബി പറഞ്ഞ കോഡ് പിടിക്കുക. എയിൽ നിന്ന് തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന ആംഗിൾസ് ഏതൊക്കെ? എ ഡി ബി, എ സി ബി. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഇനി ശരിച്ചു പിടിക്കുക. എ ഡി നോക്കുക. എയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന ആംഗിൾസ് ഏതൊക്കെ? എ ബി ഡി, എ സി ഡി. ഇത് രണ്ടും സെയിം ആണ്. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50. ഇനി തിരിച്ച് വീണ്ടും പിടിക്കുക. ഡി സിയിൽ തുടങ്ങുക. ഡിയിൽ തുടങ്ങി സിയിൽ അവസാനിക്കണം. ഡി എ സി, ഡി ബി സി. ഇത് രണ്ടും സെയിം ആണ്. ഇവിടെ 35 ആണെങ്കിൽ. അതാണ് ഐഡിയ. 4 ഭാഗം തിരിച്ച് നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടും. ഇനി ഇവിടെ എത്ര കാരം വരിക? ഇത് 100 ആണെങ്കിൽ ഇവിടെ 80 സപ്ലിമെന്ററി വരും. ഇതൊരു ലൈൻ അല്ലേടാ. സോ ദെൻ ഇനി അതേ 80 ലെഫ്റ്റിലും വരാം. റൈറ്റിൽ എന്താണ് അതന്നെ ലെഫ്റ്റിൽ. റൈറ്റിൽ 35 ആണെങ്കിൽ ലെഫ്റ്റിൽ എത്ര നീക്കാരം? 35. 80, 35 ആണെങ്കിൽ മേലെ എത്ര വരിക? 75. അതന്നെയല്ലേ റൈറ്റിലും വരിക. അപ്പൊ എപ്പോഴും ആലോചിച്ചോ, ഇത് പഠിച്ചു വെച്ചാ ഈ ക്വസ്റ്റ്യൻ കിട്ടും. ഇനി ഇത് എന്ത് ക്വസ്റ്റ്യൻ ആടാ അത്? ഒരു പോയിന്റിൽ നിന്ന് വരുന്ന 2 ടാൻജന്റ് സെയിം അല്ലേ? ദാറ്റ് മീൻസ് ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഓപ്പോസിറ്റിലെ 2 ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ അത് എത്ര വരിക? ടോട്ടൽ ഇവിടെ 80 പോയില്ലേ? 180 80 പോയാൽ ബാക്കി എത്ര? 100. 100നെ എങ്ങനെ നിങ്ങൾ ഈക്വൽ ആയിട്ട് വീതിക്കുക? 100നെ എങ്ങനെ നിങ്ങൾ ഈക്വൽ ആയിട്ട് വീതിക്കുക? 80 പോയി ബാക്കി 100നെ 50 ആയിട്ട് വീതിച്ചു. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഉള്ള 80 തന്നെ ഈ കാര്യം ഇവിടെയും വരിക ആണോ അല്ലേ? സോ ഇവിടെ എത്ര വരിക? 50. കാരണം കൂടി അറിയാം. ഇത് കോഡാണ്, ഇത് ടാൻജന്റ് ആണ്. കോഡും ടാൻജന്റും നമ്മൾ എപ്പോഴും സെൻട്രൽ ആംഗിൾ ആയി. കാരണം ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ അപ്പൊ എത്ര കാരം? 100. ആ 100ന്റെ ബോധ്യമാണ് ഇവിടെയും വരിക. അതേപോലെ തന്നെ ഇവിടെ വരിക എന്നുള്ളത് നമുക്ക് ഷുവറാണ്. സോ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്ര വരും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇവിടെ 55 ഫുൾ ആയിട്ട് സോൾവ് ചെയ്യാൻ വയ്ക്കുക. ഇവിടെ 55 ആണെങ്കിൽ ഈ കോഡിൽ നിന്ന് പോണ ഈ ആംഗിളും എത്ര നീക്കാരം? 55. ഇതിൽ എഴുതാൻ നോക്കുക. ഇതും സെയിം ആണ് വരിക. ചെയ്ത് നോക്കുക കേട്ടോ. സോ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പി ബി പി എ. ഇതൊക്കെ എന്ത് ക്വസ്റ്റ്യൻ ആണ്? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം. എന്ത് ഇക്വേഷൻ? പി എ ഇൻറ്റു പി ബി is equal to പി സി ഇൻറ്റു പി ഡി. ഒഴിഞ്ഞിരുന്നാണ് ചെയ്ത് നോക്കുക. ഇതൊന്നും ഞാൻ പറഞ്ഞുതരാൻ നിൽക്കണില്ല. ഇവിടങ്ങള് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇവിടങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തന്നെ മാത്രം എടുക്കുക. ഈ ലൈനും ഈ 2 ലൈനും മാത്രം നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ പി എ ഇൻറ്റു പി ബി is equal to പി എ എന്ന് പറയുമ്പോൾ ഇത് മാത്രം അല്ല, പി പറയുമ്പോൾ ഇത് ടോട്ടല്, പി ബി പറയുമ്പോൾ ഇത് മാത്രം. വീണ്ടും പി സി പറയുമ്പോൾ ടോട്ടല്, പി ഡി പറയുമ്പോൾ ഇത് മാത്രം. അങ്ങനെ എടുക്കണം കേട്ടോ. അപ്പൊ എത്ര കിട്ടി? ഇവിടെ 16, ഇവിടെ 18. ചെയ്ത് നോക്കിയാൽ മതി. ജോഹ ശരിയാണെങ്കിൽ 32 ഇൻറ്റു 18 is equal to 16 ഇൻറ്റു
36 ടോട്ടൽ ഇവിടെ വരിക 36 വരിക. ടോട്ടൽ PC 36 വരിക. അപ്പൊ ഇവിടെ 20. അങ്ങനെ ടോട്ടൽ എത്ര വരികയെന്ന് കണ്ടുപിടിച്ചു, 36 കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെ 20, ഇവിടെ 16. കറക്റ്റ് അല്ലേ? ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് കണ്ടോ, പിന്നെ ഇത് വെച്ചതാ ഈ സാധനം, ഇത് മാത്രം നോക്കുക. ഇതറിയില്ലേ? വീണ്ടും ഇക്വേഷൻ തന്നെ. മറ്റേ ഇക്വേഷൻ ഏത് ഇക്വേഷനല്ലേ? PA×PB=PC². ഇക്വേഷൻ 2 ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കുക. ഉത്തരം. സോ നമ്മൾ അടുത്തേക്ക് പോവാണ്. കാൽക്കുലേറ്റ്. ഇത് ഞാൻ ഇവിടെ ചെയ്യണില്ല. ഞാൻ പ്രൂഫിന്റെ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ റെഫർ ചെയ്താൽ മതി. പ്രൂഫിന്റെ ഇന്നലെ ഇട്ടിക്കണം 45 മിനിറ്റിന്റെ ഒരു വീഡിയോ. അത് കാണാതെ പോയി കഴിഞ്ഞാൽ നഷ്ടമാണ്. നാളെ ആ പ്രൂഫുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കിയിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. അതേതോ അല്ലെങ്കിൽ അതേപോലത്തെ കൺസെപ്റ്റ് ഉള്ളതോ വരും. ഇനി ഇവിടെ നോക്കിക്കോ, ഇതെങ്ങനെ ചെയ്യാം? ഇത് ഷുവർ ഷോട്ടിന്റെ ക്വസ്റ്റ്യനിൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ. PA×PB=R² - D² ആണ്. നോക്കിക്കോ, PA എത്രയാണ്? PA 4 അല്ലേ? PBയോ 1. അപ്പൊ PA എത്രയാണ്? 4. PBയോ 1 ആണോ? അല്ലേ? പിന്നെ റേഡിയസ് അറിയില്ല, പക്ഷെ ഡിസ്റ്റൻസ് അറിയാം. ഡിസ്റ്റൻസ് പറഞ്ഞാൽ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് സെന്ററിൽ നിന്ന് 3 അല്ലേ? സോ ഡിസ്റ്റൻസ് 3 ആണെന്ന് അറിയാം. ഇക്വേഷൻ ഇട്ട് കൊടുത്തൂടെ? PA എന്ന് പറഞ്ഞാൽ 4 × PB എന്ന് പറഞ്ഞാൽ 1 =R² അറിയില്ല, അതുകൊണ്ടാണല്ലോ ചെയ്യണത്. D² 3². ദാറ്റ് ഈസ് 4 =R² - 3² പറഞ്ഞാൽ 9. -9 ഇങ്ങോട്ട് പോയാൽ 4 + 9 =R². തിരിച്ച് ചെയ്താൽ R² = 13. R =√13. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇത് വീണ്ടും വന്നോ? അറിയില്ലേ? ഇത് കാൽക്കുലേറ്റ് ഇൻ റേഡിയസ് ഓഫ് ട്രയാങ്കിൾ വിത്ത്. ഓക്കെ, ട്രയാങ്കിളിന്റെ ഓരോ സൈഡ് തരാം. ഇത് 15, ഇത് 17, ഇത് 8. അപ്പൊ A കിട്ടി 8, B കിട്ടി 15, C കിട്ടി 17. ആണോ? അല്ലേ? എന്താടാ? S അല്ലേ? പെരിമീറ്റർ എന്താ പറയുക? ചുറ്റളവ്. Aയും Bയും Cയും കൂട്ടിയാ പോരെ? 8ഉം 15ഉം 17ഉം കൂട്ടിക്കഴിഞ്ഞാൽ 40 കിട്ടും. അപ്പൊ S എന്ത് ചെയ്യാം? സെമി പെരിമീറ്റർ, ചുറ്റളവിന്റെ പകുതി 20. ഏരിയ എന്താ വരിക? √S × S - A × S - B × S - C ആണോ? അല്ലേ? √S എത്ര? 20 × 20 ഫസ്റ്റത്തെ സൈഡ് ആയിട്ടുള്ള 8 കുറക്കതാ. സൈഡ്സ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഞാൻ സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തരാം. എട്ടാണ്. അപ്പൊ 28 ഓർക്കുക × 20 അടുത്ത സൈഡ് 15 ഓർക്കുക × 20 3 ഓർക്കുക 17 ഓർക്കുക. റൂട്ടിലൊന്നും ഇറക്കി തരം കാട്ടരുത്. ഏരിയ = ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. 20 × 20 8 കുറച്ച 12 × 25 5 × 20 17 കുറച്ച 3. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാനൊക്കെ ചെയ്യാറുള്ളത് ഒറ്റയടിക്ക് വാല്യൂ കാണുന്നതിന്റെ പകരം 20നെ ഫാക്ടറൈസ് ചെയ്യും. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10. വീണ്ടും 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണോടത്തോളം പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അബേജസ് എങ്കിൽ 2 3 5 7 11 അങ്ങനെ 2 3 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ളത് ഉണ്ടാവലുള്ളൂ സാധാരണ. നിങ്ങളൊരു 10ാം ക്ലാസ് ലെവൽ അനുസരിച്ച്. അപ്പൊ ഇവിടെ എന്തോന്നു? 2 × 5 × 12നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാണ്. 12നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. 2 × 2 × 3 × 5 × 3 ഇങ്ങനെ കിട്ടിയില്ലേ? സോ ഇവിടെ 2 ആളെ ഒരേപോലെ പെയറാക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റൂട്ടിന്റെ ഉള്ളത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ √4 × 4 എന്ന് പറഞ്ഞാൽ എന്താ? √4² അല്ലേ? ഇപ്പൊ സ്ക്വയറും റൂട്ടും വെട്ടിപ്പോയ ഉത്തരം എന്ത് വരും? പുറത്തേക്ക് ചാടും 4. ആണോ? അല്ലേ? ഇപ്പൊ 2 ആള് ഒരേപോലെ വന്നാൽ പുറത്തേക്ക് ആ ഒരാൾ ചാടും എന്നുള്ളത് മനസ്സിലുണ്ടാകുക. 2 ആള് വന്നാൽ അപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ 2 ആൾ ഒരേപോലെ ഉണ്ടോ? 2 × 2 അല്ലേ? അതെന്തായാലും റൂട്ട് പൊട്ടിച്ച് ചാടിയില്ലേ? 2 × 2 മാടെ ചാടില്ലോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ. ഇവിടെ വീണ്ടും 5ഉം 5ഉം അല്ലേ? 5 × 5 വീണ്ടും അത് റൂട്ട് പൊട്ടിച്ച് ചാടിയില്ലേ? വീണ്ടും ഇവിടെ വീണ്ടും ഉണ്ട് 2 × 2. അപ്പൊ അതും റൂട്ട് പൊട്ടിച്ച് ചാടിയില്ലേ? വീണ്ടും ഉണ്ട് 3 × 3. അപ്പൊ അതും റൂട്ട് പൊട്ടിച്ച് ചാടിയില്ലേ? ബാക്കിയൊന്നും ഇല്ലല്ലോ. ഇത് 2 പേരായി, ഇതും പേരായി, ഇത് 2 പേരായി, ഇതും പേരായി. ടോട്ടൽ പേരായി 2 × 5 10 10 × 20 20 × 3
60 സോറി, ഏരിയ 60 സെന്റിമീറ്റർ സ്ക്വയർ ആണോ അല്ലേ? ഏരിയയും കിട്ടി. R=A/S അല്ലേ? ഏരിയ എന്താ? 60. എസ് എന്താ? 20. 3 സെന്റിമീറ്റർ ആണ് റേഡിയസ്. ഇൻ റേഡിയസ് ആണ് അന്തർവൃത്തം. പിന്നെ 4ാമത്തെ ചാപ്റ്ററിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയത്. കാരണം അതിന്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടില്ല. സോ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാം അതിൽ. അപ്പോ ബാക്കിയുള്ളൊക്കെ ഞാൻ ക്ലാസ് ഇട്ടിരിക്കണം. ആ പ്ലേലിസ്റ്റ് കാണാതെ പോയ 100% നഷ്ട. എത്ര ക്ലാസ്സസ് ഉണ്ടെന്ന് അറിയാല്. 2x എന്തെങ്കിലുമൊക്കെ അടിച്ചുവിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടു തീർക്കിയത്. അത് തീർക്കാതെ പോലെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമായിക്കാരം എനിക്കത്. അത് ഞാൻ അടുത്ത ക്ലാസ് ആയതുകൊണ്ട് പറയണല്ല. ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസാ, അടിപൊളി ക്വസ്റ്റ്യൻസ് എടുത്തേക്കണേ. അപ്പൊ നോക്കിക്കോ, 2 പെട്ടിയിൽ ഓരോന്നിലും 1 മുതൽ 10 വരെയുള്ള പേപ്പർ സ്ലിപ്പുകൾ ഇട്ടിരിക്കുന്നു. ഓരോ പെട്ടിയിൽ നിന്ന് ഓരോ സ്ലിപ്പ് എടുത്താൽ 2 ലോപ്പാജ് സംഖ്യ കിട്ടാനുള്ള ചാൻസ്. ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അതിന് മുമ്പ് ഞാൻ ബാക്കിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. നാപ്പാജ സംഖ്യന്റെ ഒക്കെ കൺസെപ്റ്റ് പറഞ്ഞാൽ കുറെ നീണ്ടുപോകും. അപ്പൊ ആദ്യം ഇത് പറഞ്ഞുതരാം. നോക്കോ, എ ബോക്സ് കണ്ടെയ്ൻസ് വൈറ്റ് ബോൾസ് ആൻഡ് ബ്ലാക്ക് ബോൾസ്. അപ്പൊ ഒരു ബോക്സ് ഉണ്ട്. ഒറിജിനാലിറ്റിയിൽ വരക്കല്ലേ, ബോക്സ് ആക്കണ്ട, ഒരു നല്ല ചോർക്കുള്ളൊരു സിലിണ്ടർ ആയിക്കോട്ടെ. ഇതില് എന്തുണ്ട്? ബ്ലാക്ക് ബോളും ഉണ്ട്, വൈറ്റ് ബോളും ഉണ്ട്. ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈസ് 18 ബോളാണ് ടോട്ടൽ ഉള്ളത്. ഇഫ് എ ബോൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ്സ് ദ പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി. എപ്പോഴും പ്രോബബിലിറ്റി എങ്ങനെ എഴുതാ? നമുക്ക് എന്താണോ ആവശ്യം. ഇപ്പൊ ബ്ലാക്കിന്റെ ആണെങ്കിൽ നമ്പർ ഓഫ് ബ്ലാക്കിന്റെ എണ്ണം എഴുതും ബൈ ടോട്ടലാണ് എപ്പോഴും അടിയിൽ വരിക. എന്നുള്ളത് മനസ്സിലാക്കുക. ടോട്ടൽ എത്ര? 18 അടിയിൽ വരേണ്ടത്. വന്നിട്ടില്ല തന്നെ മനസ്സിലാക്കുക, വെട്ടി ചെറുതാക്കിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ തിരിച്ചു വലുതാക്കണം. നോക്കിക്കോ, ഇവിടെ ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. എടാ ഞാൻ പറഞ്ഞു പ്രോബബിലിറ്റിയിൽ അടിയിൽ വരേണ്ടത് ടോട്ടൽ അല്ലേ. ടോട്ടൽ ഇവിടെ 18 അല്ലേ. അപ്പൊ ഇത് വെട്ടി ചെറുതാക്കിക്കണ്. ഇപ്പൊ നമ്മള് സാധാരണ 3/12 കിട്ടിക്കഴിഞ്ഞാൽ വെട്ടി ചെറുതാക്കും. 3 1 3, 12 4 3. അപ്പൊ ഇതേപോലെ വെട്ടി ചെറുതാക്കി ഉത്തരമാണ് ഒരു തന്നിക്കണം. അടിയിൽ 18 ആയിട്ടുണ്ട്. അടിയിൽ 18 ആണെങ്കിൽ ഞാൻ എന്ത് കാട്ടണം പറഞ്ഞാൽ? 3നെ 18 ആക്കണമെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട് ഗുണിക്കണ്ടേ? ഒരു പെരീത്ത് 2 കുട്ടികളെ മരിയാണ് 1ഉം 3ഉം. ഒരാൾ 6 കൊണ്ട് ഗുണിച്ചാൽ മേലി തെറ്റൂലേ? അപ്പൊ മേലി എന്തുകൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട് ഗുണിക്കണം. അത് ഫോർമാലിറ്റിയാണ്. സോ 6/18 ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക്. ഇങ്ങനെ കിട്ടിയ പ്രോബബിലിറ്റിനെയാണ് വെട്ടി ചെറുതാക്കി 1/3 എഴുതിയിരിക്കണം. നല്ല കാര്യം. പക്ഷെ അടിയിൽ വരേണ്ടത് ടോട്ടലാണ്. അപ്പൊ മേലെന്ത് വരും? എണ്ണം വരും. ബ്ലാക്കിന്റെ എണ്ണം വരും. അപ്പൊ ബ്ലാക്കിന്റെ എണ്ണം എത്രയാടാ? ബ്ലാക്കിന്റെ എണ്ണം എത്ര? 6 എണ്ണം. 18 6 എണ്ണം. അപ്പൊ വൈറ്റ് എത്ര എണ്ണം ഉണ്ടാവും? 18. 6 കളഞ്ഞാൽ ബാക്കി 12 എണ്ണം. അപ്പൊ വൈറ്റിന്റെ പ്രോബബിലിറ്റി എന്താ? 12/18. ചെറുതാക്കി കഴിഞ്ഞാൽ 2/3. ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാം. 1/3 അല്ലേ ബ്ലാക്കിന്റെ പ്രോബബിലിറ്റി. പിന്നെ അവിടെ ഉള്ളത് വൈറ്റ് അല്ലേ ഉള്ളൂ, ആണോ അല്ലേ? ടോട്ടല് 3 ഒരു ചാൻസ് ആണ് ബ്ലാക്കിന്. അപ്പൊ ബാക്കി 3 ഇനി എത്ര ചാൻസ് ബാക്കിയുണ്ട്? 3 ഒരു ചാൻസ് ആണ് ബ്ലാക്കിന്. ബാക്കിയുള്ള 2 ചാൻസ് ബാക്കിയല്ലേ. സോ 1 കുറച്ചാൽ ബാക്കി 2 എന്താണ്? വൈറ്റിനുള്ള ചാൻസ് ആണ്. സോ ദെൻ ഈ പ്രസ്താവന നല്ലൊരു പ്രസ്താവനയാണോ? ഈ പ്രസ്താവന എന്താ പറഞ്ഞങ്ങനെ? കണ്ണുകൾ ചൂത്തിട്ടാൽ ഇതില് കെട്ടാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി 1/3 ആണ്. സിമ്പിളാടാ. മൈക്കോ വരെ വരച്ചു. ഇപ്പൊ ടോട്ടൽ എത്ര ഭാഗമായി? 1 2 3 4 5 6. ടോട്ടൽ 6 ഭാഗം. ടോട്ടലാണ് എപ്പോഴും അടിയിൽ എഴുതേണ്ടത്. ഇതിൽ എത്ര ഷെയ്ഡ് ചെയ്തേക്കുന്നത്? 2 അല്ലേ. 2/6 ചെറുതാക്കാൻ വയ്ക്കുമോ? 2ന്റെ പകുതി 1, 6ന്റെ പകുതി 3 ചെറുതാക്കാം. 2ന്റെ കൂടെ പട്ടികയിലുണ്ട്. സോ അതല്ലേ പറഞ്ഞത് ശരിയാണ്. ഇനി ഒരു സമചതുര ത്രികോണത്തിന്റെ എല്ലാ കോണുകളെല്ലാം 60 ഡിഗ്രിയാണ്. ഈ ത്രികോണങ്ങളെല്ലാം തുല്യമായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. അപ്പോൾ തുല്യമാവാൻ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു സമഷഡ്ഭുജത്തില് ഈ ചിത്രം ഞാൻ അതിനെ മാറ്റിച്ച്, ഒരു സമഷഡ്ഭുജത്തിൽ ഞാൻ വരയ്ക്കാൻ പറഞ്ഞ പോലെ ഇങ്ങനെ വരക്കാം. ഒരു സമഷഡ്ഭുജത്തിന്റെ ഒരു ആംഗിൾ എത്രയാണെന്ന് അറിയോ? 120 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഉള്ള ടോട്ടൽ ഒരു ആംഗിളിന് എത്ര വരും? 120 വരും. ഒരു ആംഗിളിന് എത്ര വരും? 120 വരും. അത് പകുതിയാക്കി കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? ഇവിടെ 60. വീണ്ടും ഇവിടെ 60. ഇതേപോലെ തന്നെ ഇവിടെയും 120 ഉണ്ട്. അത് പകുതിയാക്കി കഴിഞ്ഞാൽ ഇവിടെ 60, ഇവിടെ 60. ഇത് 60 ആണെങ്കിൽ ഇവിടെ 60. ഇങ്ങനെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ഇവിടെ ഈക്വൽ ആയത്. ദാറ്റ് മീൻസ് ഇതും ശരിയാണ്. അപ്പോ
ഈ പ്രസ്താവനകൾ തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ട് ഒന്നിന്റെ കറക്റ്റ് റീസൺ തന്നെയാണ് രണ്ടാമത്തേന്ന് എഴുതാം കേട്ടോ. ഇനി അതിന് ശേഷം മറ്റേ സാധനം ഇതെല്ലാവരും പഠിച്ചിരിക്കണം. ഇത് വരാനുള്ള ചാൻസ് ഏറെയാണ്. 10A ക്ലാസ്സിൽ 20 ബോയ്സ് 25 ഗേൾസ്, ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 45 കുട്ടികളുണ്ട്. ആണും പെണ്ണും കേട്ടൊന്നും ഇല്ലല്ലോ അതില്. ആണുങ്ങൾ 20, പെണ്ണുങ്ങൾ 25. 10B 30 ബോയ്സ് 20 ഗേൾസ്, ടോട്ടൽ എത്ര? 50 കുട്ടികൾ. ആണോ അല്ലേ? സോ ഇനി ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് വാട്ട് ഈസ് എ ടോട്ടൽ പോസിബിൾ സെലക്ഷൻസ്, അഥവാ അവിടെ നിന്ന് എത്ര പെയർ കിട്ടും, ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് കാണാനുള്ള ഐഡിയ എന്നാണ്. പെയറിന് എണ്ണ എപ്പോഴും ഇവിടത്തും ഗുണിക്കാന്നാ. ടോട്ടൽ ആണെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര? 45 കുട്ടികൾ ഇൻറ്റു ഇവിടെ എത്ര കുട്ടികളാ? 50 കുട്ടികൾ ഗുണിക്കുക. 45 ഇൻറ്റു 50 225 2250 കേട്ടോട്ടോ. സോ ദെൻ 2250 പെയറിനുള്ളൊരു ചാൻസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇനി അതില് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത്? ഇതിൽ 4 ടൈപ്പ് പെയറുള്ളത്. ഞാനത് ആദ്യം തന്നെ എഴുതിയേക്കാൻ പറയില്ല. ഒന്നുകിൽ ഞാൻ രണ്ടോടത്തുനിന്ന് ഓരോ കുട്ടികളെ എടുക്കണം എന്നാണ്. ഇവിടുന്ന് ബോയിനെയും ഇവിടുന്ന് ബോയിനെ എടുക്കാം. അപ്പൊ 2 ബോയ്സ് ആവാം, അല്ലെങ്കിൽ 2 ഗേൾസ് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നിന്ന് ബോയിനെയും രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ഗേളിനെ എടുക്കാം. തിരിച്ചു കൊടുത്തൂടെ? അങ്ങനെ 4 ടൈപ്പിലേ ഞാൻ കുട്ടികളെ എടുക്കുള്ളൂ. ഒന്നുകിൽ രണ്ടോടൊന്നും ബോയ്സിനെ എടുക്കും, അല്ലെങ്കിൽ രണ്ടോടൊന്നും ഗേൾസിനെ എടുക്കും, അല്ലെങ്കിൽ ഫസ്റ്റോടൊന്നും ബോയ് രണ്ടാമത് ഗേളും ഫസ്റ്റ് ഗേളും അങ്ങനെ. 2 ബോയ്സ് ആയിട്ടുള്ള എത്ര ജോഡികൾ ഉണ്ടാവും? ഇനി ഇവിടെ എത്ര ബോയ്സ് ഉണ്ട്? 20. ഇവിടെ എത്ര ബോയ്സ് ഉണ്ട്? 30. ജോഡികളുടെ എണ്ണം കാണണമെങ്കിൽ ഗുണിച്ചാൽ പോരെ. 20 × 30 600 ജോഡി 2 ബോയ്സ് ആയിട്ടുള്ള ഉണ്ടാവും സിഗ്മ. ഇനി ഗേൾസ് ആയിട്ടുള്ളതോ? ഇവിടെ എത്ര ഗേൾസ് ഉണ്ട്? 25. ഇവിടെ എത്ര ഗേൾസ് ഉണ്ട്? 20. 25 × 20 എത്ര? 500 ഗേൾസ്. ആണോ അല്ലേ? ഇനി അതേപോലെ തന്നെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നിന്ന് പോയി ഈ 20 എണ്ണത്തിൽ നിന്ന് 1, രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ഗേള് ഈ 20 എണ്ണത്തിൽ നിന്ന് 1. അപ്പൊ ടോട്ടൽ ഇങ്ങനെ ക്രോസ് ചെയ്യാം. ഫസ്റ്റത്തെ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്? 20. രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട് എന്ന് നോക്കണ്ട? 20. സോ ടോട്ടൽ 400. ഇനി ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഗേള്, ഫസ്റ്റത്തെ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട്? 25. രണ്ടാമത്തെ ക്ലാസ്സിലോ 30. സോ 25 ഇൻറ്റു രണ്ടാമത്തെ ക്ലാസ്സിൽ ഗേൾസ് അല്ല ബോയ്സ് ആണ് നോക്കണ്ട? 750. ഇതൊക്കെ പാടെ കൂട്ടി 2250 വരേണ്ടതാണ്. ഇനി എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? അപ്പോ ബോയ്സ് 2 ബോയ്സ് ആവാനുള്ള ചാൻസ് ചോദിച്ചിരിക്കണം. ടോട്ടൽ എത്ര പേരുണ്ട്? 2250. ആണോ അല്ലേ? ഇതിൽ എത്ര 2 ബോയ്സ് ആയിട്ടുള്ള ഒരേ ഒരു ജോഡിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഇതാണ്. ആ ജോഡിയാണ് ഇത്. ആണോ അല്ലേ? എത്ര? 600. 0 വെട്ടിക്കൂടെ? 60ഉം 0ലും 5ലും അവസാനിക്കുന്ന സംഖ്യകളെല്ലാം 5ന്റെ ഗുണനപ്പട്ടികയിലുണ്ട്. 60ൽ എത്ര 5 ഉണ്ട്? ഏതൊരു നമ്പറിൽ എത്ര 5 ഉണ്ട് നോക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. 60ന്റെ ഇരട്ടി എത്ര? 60/5 ആണ്. ഏതൊരു സംഖ്യനെ 5 കൊണ്ട് ഹരിക്കാനുള്ള ഐഡിയ ആണ് പറഞ്ഞ തന്നെ. 60ന്റെ ഇരട്ടി എത്ര? 120 അല്ലേ? അതൊന്നൊരു 0 വെട്ടിയാൽ ഇപ്പൊ എത്ര വരും? 12. 0 വെട്ടി അറിയുമ്പോ ഒരു സ്ഥാനം മാറ്റി ഇത്ര. ഇനി 225 എത്ര 5 ഉണ്ടാക്കണമെങ്കിൽ 225ന്റെ ഇരട്ടി 450. അതിനൊരു 0 വെട്ടിയാൽ 45. ഇനി ഇത് 2ഉം 3ന്റെ ഗുണന പട്ടികയിലുണ്ട്. വീണ്ടും ചെറുതാക്കി എത്ര വരൂടാ? 12 എത്ര 3 ഉണ്ട്? 4. 45 എത്ര 3 ഉണ്ട്? 15. സോ ദ ആൻസർ ഈസ് 4/15. മറക്കണ്ട. ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് 1 ബീയിങ് എ ബോയ് 1 ബീയിങ് എ ഗേൾ? ഏതൊക്കെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും ഒരു ബോയ് ആണ് ഒരു ഗേളാണ്. ആദ്യത്തെ ബോയ് രണ്ടാമത്തെ ഗേൾ തോന്നില്ല. ഒരു ബോയ് ഒരു ഗേളും ഉള്ളു. ഈ 2 എണ്ണം എടുക്കണം. ഈ 2 എണ്ണം കൂട്ടണം. 400ഉം 1750 കൂട്ടുക ബൈ 2250 ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ എത്ര വരിക? പ്രോബിലിറ്റി ഓഫ് 1 ബോയ് 1 ഗേൾ 400 പ്ലസ് 750. ഒരു ബോയ് ഒരു ഗേൾ 400ഉം 750 കൂട്ടുക ബൈ 2250 ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അതേപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബീയിങ് എ ഗേൾ. അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഒരു പെൺകുട്ടിയെങ്കിലും. അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്നല്ലേ പറഞ്ഞു? ഒരാളെങ്കിലും പെൺകുട്ടി. ഇതിൽ ഒരാളെങ്കിലും പെൺകുട്ടി. പെൺകുട്ടിയുടെ സാന്നിധ്യമുള്ള ജോഡികൾ ഏതൊക്കെ? ഇതിലില്ലേ പെൺകുട്ടി? ഇതിലില്ലേ? ഇപ്പൊ നിങ്ങളെ ഏറ്റവും നല്ല ചങ്കാണ് മറ്റേ കുട്ടികളെ സെലക്ട് ചെയ്യാൻ എഴുതിക്കോ. 2 ബോയ്സ് ഉള്ള എടുക്കൂലല്ലോ. മൈൻഡ് കുരവന് ബാക്കി സീൻ എന്തായാലും കൊടുക്കും. ഇതും കുഴപ്പമില്ല, കാരണം ഒരു ഗേളുണ്ട്. ഇതും കുഴപ്പമില്ല.
ഇപ്പൊ എവിടെ അവന് പ്രശ്നം പറ്റുള്ളൂ, ഈ കൂട്ടത്തിന് അവനക്ക് കണ്ടുകൂടാ, രണ്ടും ബോയ്സ് അല്ലേ, അവനക്ക് എന്തിനാ. സോ ദെൻ ഇവിടെ ഈ കൂട്ടം ഒഴിവാക്കുക, ഒരു പെൺകുട്ടിയെങ്കിലും വേണം എന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. ആ ആഗ്രഹമാണ് കേട്ടോ. സോ ഒരു പെൺകുട്ടിയെങ്കിലുള്ള 3 ജോഡി ഒന്നുകിൽ നിങ്ങൾ ചെയ്യുക, ഈ 3 കൂട്ടുക ബൈ 2250, അല്ലെങ്കിൽ ടോട്ടൽ എന്തായാലും 2250 അല്ലേ, അത് നീ ആവശ്യമില്ലാത്ത 600 ഒഴിവാക്കിയാൽ പോരെ, അങ്ങനെ ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരൊറ്റ പെൺകുട്ടി പോലും ഇല്ലാത്ത ജോഡി ഇത് മാത്രമാണ്, അത് കിട്ടാനുള്ള ചാൻസ് നമ്മൾ കണ്ടുപിടിച്ചിനി 4/15. ബാക്കിയുള്ളിലൊക്കെ പെൺകുട്ടികളില്ലേ, ഇപ്പൊ പെൺകുട്ടികളില്ലേന്ന് കിട്ടാനുള്ള ചാൻസ് എത്ര കാരണം 15-ൽ 4 ആൺകുട്ടികൾ മാത്രമുള്ള ജോഡി, ആ ഒരൊറ്റ ജോഡി. അപ്പോ അറ്റ്ലീസ്റ്റ് ഒരു ഗേള് പറയുമ്പോൾ പെൺകുട്ടികളുടെ സാന്നിധ്യമുള്ള ബാക്കി 3 ജോഡികളുടെ ചാൻസ് 15-ൽ 4 പോയി കഴിഞ്ഞാൽ ബാക്കി 15-ൽ 4 പോയാൽ ബാക്കി 11. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സാധാ പോലെ ഈ 3 കൂടി കൂട്ടുക, അല്ലെങ്കിൽ 2250 600 വർക്ക് എന്തും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഇതാണ് കൂടുതലായിട്ട്. ഇതാ ഇവിടെ എന്താ വരിക, സിമ്പിൾ ആയിട്ടുള്ളത് പറഞ്ഞുതരാം. 1 2 3 4 5 6 ടോട്ടൽ 6, അതിൽ 3 ഷെയ്ഡ് ചെയ്തിക്കണം 1/2. ഇനി ഇത് 1 2 3 4 5 6 7 8 ടോട്ടൽ 8, അതിൽ 4 ഷെയ്ഡ് ചെയ്തിക്കണം, അതും വീണ്ടും 1/2. ഇനി ഇത് ടോട്ടൽ എത്ര ഡിഗ്രിയാടാ, ഒരു സർക്കിളിന്റെ സെന്റർ ആംഗിൾ 360, അതിൽ എത്രയാണ് ഇപ്പൊ നമുക്ക് ആവശ്യം 60, 1/6. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടെ 1/6, ഇവിടെ 4/8 ചെറുതാക്കിയ 1/2, ഇവിടെ 3/6 ചെറുതാക്കിയ 1/2. ഇവിടെ എന്താ വരിക നോക്കാം. ഇത് റേഡിയസ്, ഇതും റേഡിയസ്, കുഞ്ഞ റേഡിയസ് ആണ്. അഥവാ ഞാനിവിടെ ഒരു വര വരക്കുകയാണ്, നോക്കിക്കോ. ഇതാണ് ഈ സർക്കിളിന്റെ സെന്റർ, വലിയ സർക്കിളിന്റെ സെന്റർ. ഇതാണ് കുഞ്ഞു സർക്കിളിന്റെ സെന്റർ. കുഞ്ഞു സർക്കിളിന്റെ റേഡിയസിനെ നമുക്ക് എന്ത് വിളിക്കാം, കുഞ്ഞാർന്ന് വിളിക്കാം. കുഞ്ഞാർ അത്ര കുഞ്ഞല്ലേ, കുഞ്ഞാർന്ന് വിളിക്കാം. അപ്പൊ ഇതും എന്താണ്, കുഞ്ഞാറാണ്. വലിയ സർക്കിളിന്റെ റേഡിയസ് പറഞ്ഞാൽ ഈ സെന്റർ മുതൽ ഇവിടം വരെയുള്ളതല്ലേ, അതല്ലേ വലിയ ആറ്. അതെത്ര വരിക, ഇവിടെ ഒരു കുഞ്ഞാറ്, ഇവിടെ ഒരു കുഞ്ഞാറ്, 2 കുഞ്ഞാറ് കൂട്ടി എത്രയായി, 2 കുഞ്ഞാർ 2R. അതാണ് ഈ വലിയ ആർ, മറക്കരുത്. ഇനി എന്താണ് പ്രോബബിലിറ്റി വരിക, എപ്പോഴും ടോട്ടൽ ഏരിയ ആണ്, അഥവാ ഷെയ്ഡഡ് ഏരിയ ബൈ ടോട്ടൽ ഏരിയ എന്നുള്ളത് ഞങ്ങൾക്ക് ഇക്വേഷൻ അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഷെയ്ഡ് ചെയ്ത് കുഞ്ഞ സർക്കിളിനല്ലേ, കുഞ്ഞ സർക്കിളിന്റെ ഏരിയ എന്താ, πr². വലിയ സർക്കിളിന്റെ ഏരിയ വലിയ r². പയ്യും വെട്ടിപ്പോയില്ലേ, ബാക്കി എന്തുള്ളത്, കുഞ്ഞr² ബൈ വലിയ ആർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണതാണ്, വലിയ ആർ 2R ആണ്, 2 കുഞ്ഞാർ. So 2 കുഞ്ഞാർ ഹോൾ സ്ക്വയർ, that is r² by 2 കുഞ്ഞാർ ഹോൾ സ്ക്വയർ പറയുമ്പോൾ 2ന്റെ സ്ക്വയർ 4, 6ന്റെ സ്ക്വയർ r², അങ്ങനെ വരും കേട്ടോ. 2ന് സ്ക്വയർ കൊടുക്കണേ, 4r². പിന്നെ ആരുമില്ലാത്തവർക്ക് പഠിച്ചോ കാവലുണ്ട്, വെറും r² അല്ല, അത് എത്ര r² ആണ്, 1 r² ആണ്. വെറും r² അല്ല, 1 r² ആണ്. ഇവിടെയും കോമൺ ആയിട്ട് എന്തുണ്ട്, വെട്ടിക്കളയണം. r² വെട്ടിപ്പോയി, ബാക്കി എന്തല്ലേ 1/4, മറക്കരുത്. അങ്ങനെയാണ് ഇത് ചെയ്യുക. ഇനിയിപ്പോ ഏതല്ലേ, അയ്യോ, ഓക്കെ. ഇതെങ്ങനെ ചെയ്യാ, ഇത് 0 1 2 3 4 ഇതൊക്കെ മിഡ് പോയിന്റ് ആണ്, ഇതൊക്കെ ഈക്വൽ ആണ്. ടോട്ടൽ 4 പാർട്സ്, അതിൽ എത്ര ഷെയ്ഡ് ചെയ്തേക്കണേ, 1. സോ 1/4 കഴിഞ്ഞല്ലേ. ഇനി ഇതെങ്ങനെ ചെയ്യാ, എന്താണ് ഏരിയ വരിക, അല്ല പ്രോബിലിറ്റി എന്താ വരിക, പ്രോബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ, സാധ്യത കിട്ടണമെന്നുണ്ടെങ്കിൽ ഷെയ്ഡഡ് ഏരിയ ബൈ ടോട്ടൽ ഏരിയ, മറക്കരുത്. ഷെയ്ഡഡ് ഏരിയ ബൈ ടോട്ടൽ ഏരിയ, മലയാളത്തിൽ ഷെയ്ഡഡ് പരപ്പളവ് ബൈ ടോട്ടൽ പരപ്പളവ്. നോക്കിക്കോ, ഒരു ട്രയാങ്കിളിന്റെ പരപ്പളവ് എന്താ വരിക, ഷെയ്ഡ് ചെയ്ത് ട്രയാങ്കിൾ അല്ലേ, ½ BH ബൈ ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണോ, അല്ലേ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവിടുത്തെ ഈ ലെങ്ത് കണ്ടോ, ഈ ലെങ്ത് ആണ് ഇവിടുത്തെ എന്ത്, ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് അല്ല, ബേസ് ആണ് കേട്ടോ. ഇതിലാകെ കൺഫ്യൂഷൻ ആവും. ആയിക്കോ, ഞാനിത് മാത്രം പറഞ്ഞുതരാം, നോക്കിക്കോ. ഇവിടുത്തെ ലെങ്ത് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ബേസ് ആണ്, ഈ അടിയത്തെ സൈഡ്. അപ്പൊ ലെങ്ത്തിന്റെ നേരം ബേസ് എന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഇനി ഇവിടുത്തെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ, ബ്രെഡ്ത്തും B ആണ്, പക്ഷെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് അല്ലേടാ. ഓക്കെ, ഇതേ ഹൈറ്റ് തന്നെയല്ലേ എവിടെയും വരിക, ദാറ്റ് മീൻസ് ഹൈറ്റ്. ദാറ്റ് ഈസ് റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് എന്നുള്ള മാറിയിട്ട് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാവും. സോ BH എന്ന് വരും, മറക്കരുത്. സോ H വെച്ചും വെട്ടിപ്പോയി, ബിയും വെട്ടിപ്പോയി.
സോ എത്ര വരും? എച്ച് വെട്ടിപ്പോയി, ബാക്കി ഹാഫ് വരും. മറക്കണ്ട. ഓക്കെ ആണല്ലോ. സോ അത് കാണാതെ പഠിച്ചുകൊണ്ട് ഇനി അതിനുശേഷം ഇതെങ്ങനെ ചെയ്യാം? ഇത് സർക്കിളിന്റെ സെന്റർ, ഇത് റേഡിയസ്, ഇത് വീണ്ടും റേഡിയസ് ആണോ അല്ലേ? ഇനി എന്താണ് പ്രോബബിലിറ്റി വരിക? ഷെയ്ഡഡ് ഏരിയ ആരുടെ ഏരിയയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? സർക്കിളിന്റെ. ബൈ ടോട്ടൽ ഏരിയ ആരുടെ ഏരിയയാണ്? ടോട്ടൽ ഏരിയ സ്ക്വയറിന്റെ. സർക്കിളിന്റെ ഏരിയ എന്താ? പൈ ആർ സ്ക്വയർ. സ്ക്വയറിന്റെ ഏരിയ എന്താ? എ സ്ക്വയർ. സൈഡ് എ അല്ലേ നമ്മൾ വിളിക്കാറുള്ളത്? എ. പക്ഷേ അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇതാ കുഞ്ഞ്, ഇതും ആർ. ടോട്ടൽ എത്ര ആറായി? രണ്ടും പാടെ 2R ആയില്ലേ? ഇതേ നീളല്ലേടാ മക്കളെ ഇത്. നോക്കി നോക്കി, ഇതേ നീളം തന്നെയല്ലേ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു നീളം തന്നെയല്ലേ ഇതും. ദാറ്റ് മീൻസ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2R ആണ്. സോ എങ്ങനെ ചെയ്യാം? പൈ ആർ സ്ക്വയർ ബൈ എ എന്ന് പറഞ്ഞാൽ എന്താ? 2R. രണ്ടാളുണ്ടായതുകൊണ്ട് ഹോൾ സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ 4, ആറിന്റെ സ്ക്വയർ ആർ സ്ക്വയർ. വെട്ടിക്കളയണം. അടച്ച റബ്ബ് ശക്തി കൊണ്ടല്ല. സോ ദെൻ പൈ ബൈ 4. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി അതേപോലെ തന്നെ ഇതെങ്ങനെ ചെയ്യാം? ഇங்கே വന്നേനി. ഇത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നമില്ല, ബുദ്ധി വേണം. സുധേ, ഇതൊരു സ്ക്വയർ ആണെങ്കിൽ ഒരു സ്ക്വയറിന്റെ സൈഡ് 1 ആണ് എഴുതിക്കോ. ഇത് 1 ആണ് എഴുതിക്കോ. ഇത് എന്താ വരിക എന്നറിയോ? ഡയഗണല് എനിക്ക് ഐഡിയ ഉണ്ട്. ടോട്ടൽ 90 അല്ലേ? സ്ക്വയർ ആകുമ്പോൾ കറക്റ്റ് 45 ആവും. ഇവിടെയും 45 ആവും. ഇവിടെ 45, ഇവിടെയും 45. പകുതിയായിട്ട് മുറി. ഇവിടെ 90. ഇത് റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഇതാ 45, 45, 90. എന്താ റേഷ്യോ? എന്താ? 1:1. അപ്പോൾ ഇവിടെ എന്താ വരിക എന്നുള്ളത് പറഞ്ഞാൽ √2 അല്ലേ വരിക? യെസ്, ദാറ്റ്സ് √2. പക്ഷെ ഇവിടെ 1 അല്ല, ഇവിടെ എ. ഇവിടെ എ. അപ്പൊ ഇവിടെ എന്ത് വരും? a√2. മറക്കരുത്. അപ്പൊ എപ്പോഴും ഒരു സ്ക്വയറിന്റെ സൈഡ് 10 ആണെങ്കിൽ ഡയഗണൽ എപ്പോഴും 10ന്റെ മൂട്ടിൽ √2 ഇട്ടാ മതി. മറക്കരുതേ, മറന്ന പളി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഡയഗണൽ എന്താ? a√2 ആണോ അല്ലേ? സൈഡ് എന്താ? സ്ക്വയറിന്റെ സൈഡ് എന്താ? എ. ഇവിടെ എങ്ങനെ പ്രോബിലിറ്റി കാണുക? ഏരിയ ഓഫ് സ്ക്വയർ അല്ലേ? ഏതല്ലേ ഏരിയ ഓഫ് സ്ക്വയർ അല്ലേ ഷെയ്ഡ് ചെയ്തിരിക്കണേ? ടോട്ടൽ ഏരിയ ഓഫ് സർക്കിൾ അല്ലേ? സോ ഏരിയ ഓഫ് സ്ക്വയർ എന്താ? എ സ്ക്വയർ. സൈഡ് എ ആണെങ്കിൽ സർക്കിളിന്റെ ഏരിയ എന്താ? സർക്കിളിന്റെ ഏരിയ എന്താ? പൈ ആർ സ്ക്വയർ ആണോ അല്ലേ? സോ നോക്കി കേട്ടോ, ശ്രദ്ധിച്ചിട്ടുള്ളൂ. എ സ്ക്വയർ ബൈ, എടാ സർക്കിളിന്റെ ഡയമീറ്ററും കൂടിയല്ലേ ഈ വരാ. ഇപ്പൊ ഇതെന്ത് റേഡിയസ് എന്തേ കാര്യം? a√2ന്റെ പകുതി ആണോ അല്ലേ? സോ a√2 അല്ലേ ടോട്ടൽ ഡയഗണൽ വരിക? a√2. അപ്പൊ റേഡിയസ് എന്തേ കാര്യം? a√2ന്റെ പകുതി. അപ്പൊ എന്താ വരിക? പൈ ഇൻറ്റു a√2 ബൈ 2 ഹോൾ സ്ക്വയർ ആണോ അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു ആയിക്കോട്ടോ എ സ്ക്വയർ. ബാക്കി ഇങ്ങോട്ട് താഴത്തേക്ക് എഴുതണോ? ഇങ്ങോട്ട് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ പൈ ഇൻറ്റു എല്ലാവർക്കും സ്ക്വയർ എടുക്കുക. ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എല്ലാവർക്കും പ്ലസ് ഒന്നും ഇല്ലല്ലോ, എല്ലാവർക്കും സ്ക്വയർ എടുക്കുക. എ സ്ക്വയർ √2 സ്ക്വയർ ബൈ 2 സ്ക്വയർ. ഇപ്പൊ എന്താ വരിക? എ സ്ക്വയർ ബൈ പൈ ഇൻറ്റു എ സ്ക്വയർ. എടാ ആരുമില്ലാത്തവർക്ക് പഠിച്ചവരുണ്ടാവില്ല. ഇത് വെറും എ സ്ക്വയറിലെ ഒരു എ സ്ക്വയർ അല്ലേ? മേലെയും താഴെയും എ സ്ക്വയറിനെ വെട്ടിപ്പോലെ. ബാക്കി എന്താ വരിക പറഞ്ഞാണ്? 1 ബൈ പൈ ഇൻറ്റു. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ √2 അല്ലേടാ? √2ന്റെ റൂട്ടും സ്ക്വയറും വെട്ടിപ്പോയാൽ എന്ത് വരും? 2 വരും. അതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഇൻറ്റു 2 ബൈ 2ന്റെ സ്ക്വയർ 4. നോക്കിക്കോ, പൈ ഇൻറ്റു √2ന്റെ സ്ക്വയർ 2 ബൈ 2ന്റെ സ്ക്വയർ 4. 2ഉം 4ഉം വെട്ടിക്കളഞ്ഞ എത്ര വരും? 2ല് ഒരു 2, 4ല് 2 ആണോ അല്ലേ? സോ ദ ആൻസർ ഈസ് 1 ബൈ പൈ ഇൻറ്റു 1 ബൈ 2. എത്ര വരും? 1 ബൈ പൈ ഇൻറ്റു 1 പൈ ബൈ 2. ഇതെങ്ങനെ 1 ബൈ പൈ ബൈ 2 എങ്ങനെ ചെയ്യാം? തിരിച്ചിട്ട് ഗുണിക്കുക, റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. 1 ഇൻറ്റു ചെയ്യും. പൈ ബൈ 2 അല്ല, 2 ബൈ പൈ. ഇതാണ് റെസിപ്രോക്കൽ. 2 ബൈ പൈ എന്നുള്ളതാണ് ആൻസർ വരിക. കുറേ ലെങ്തി ആണ്. ഇതൊരു രക്കമത്തെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾ ചെയ്യൽ നിർബന്ധമാണ്. പറഞ്ഞേ ഉള്ളൂ, മനസ്സിലുണ്ടാവുക. ഇനി
ഇതും നല്ല ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാമിന് കാണും. അപ്പൊ ഇതും ഇതേപോലെ തന്നെ മനസ്സിലാക്കുക. എടാ ഇതൊരു സെമി സർക്കിളിന്റെ പൊട്ടും ഇതൊരു സെമി സർക്കിളിന്റെ പൊട്ടും അല്ലേ, 2 ഹാഫ് ഒരു ഫുൾ അല്ലേ. അതേപോലെ തന്നെ ഞാൻ എന്താട്ടി ഈ സാധനത്തിനെ കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അത് ഒരു ഫുൾ സർക്കിളായി. എന്താ ഏരിയ, എന്താ പെരിമീറ്റർ പറഞ്ഞോളി. ഏരിയ ഓഫ് കുഞ്ഞ സർക്കിൾ ബൈ ഏരിയ ഓഫ് വലിയ സർക്കിൾ ആണോ അല്ലേ. കുഞ്ഞ സർക്കിളിന്റെ റേഡിയസ് പറഞ്ഞാണി, ഇതല്ലേ സെന്റർ, റേഡിയസ് എന്താ വരിക ആർ. അപ്പൊ ഇതും എന്താ വരിക ആർ ആണോ അല്ലേ. അപ്പൊ വലിയ സർക്കിളിന്റെ റേഡിയസ് ഈ സെന്ററിന്ന് ഇവിടം വരെയല്ലേ, അതെന്താ വരിക 2r. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. 5-9 ചാപ്റ്ററുകളിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ചിലത് ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ക്വസ്റ്റ്യൻ തന്നിക്കണം. റെക്ടാങ്കിളിന്റെ എപ്പോഴും ആലോചിച്ചോ, റെക്ടാങ്കിളിന് 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും ഉണ്ട്. ഇതൊക്കെ പാടെ കൂട്ടിയാലാണ് പെരിമീറ്റർ കിട്ടുക. പെരിമീറ്റർ എത്രയാണ് 80, ഏരിയ എത്രയാണ് 396. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ലെങ്ത്തും പ്ലസ് 2 ബ്രെഡ്ത്തും, അല്ലെങ്കിൽ 2 × L + B, അതാണ് 80. അങ്ങനെ ലെങ്ത് ബ്രെഡ്ത്ത് ഒക്കെ പാടെ കൂട്ടിയാലാണ് പെരിമീറ്ററിന്റെ ചുറ്റളവ്. സോ ഈ ക്വസ്റ്റ്യൻ മൊത്തമായിട്ടൊന്ന് പകുതിയാക്കിയാണ്. 2 L പകുതി 1 L, 2 B പകുതി 1 B. അപ്പൊ MB പകുതി 40 ഉണ്ടോ, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 40 മറക്കണ്ട. ഇനി റൈറ്റ് ദ ഫാക്ട്സ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് സൈഡ്സ്. സൈഡ്സിന്റെ ലെങ്ത് എന്താണ്? അപ്പൊ ഇവിടെ കിട്ടേണ്ടത് ഏരിയ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ, ഏരിയ ഈക്വൽ ടു എന്താ ലെങ്ത്തിന്റെ ലാസ്റ്റ് ചെയ്ത ഏരിയ ക്വസ്റ്റ്യൻ ഉണ്ട് 396. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, അതല്ലേ ഇടാ 396. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയ 40 അല്ലേ. അപ്പൊ ലെങ്ത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും? ലെങ്ത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും? രണ്ടും പാടെ കൂട്ടിയ 40 അല്ലേ, ആണോ അല്ലേ. ലെങ്ത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് 40 - എക്സ് ആണ് ഞാൻ പറയുന്നത്. രണ്ടും കൂടി കൂട്ടി നോക്കി, ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടി നോക്കി. ലെങ്ത് എന്താ എക്സ്, ബ്രെഡ്ത്ത് 40 - എക്സ്. വെട്ടിപ്പോയില്ലേ, സൂപ്പർ. രണ്ടെണ്ണം കൂട്ടിയത് 150 കിട്ടുകയാണെങ്കിൽ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ മറ്റേ 180 - എക്സ് എന്ന് പഠിച്ചിട്ടില്ലേ, അതേ പരിപാടി തന്നെ കേട്ടോ. അത് ആലോചിച്ചാൽ മതിയേ. അപ്പോ ഇനി തെളിയിച്ചാലോ, രണ്ടും പാടെ കൂട്ടിയ 40 കിട്ടുന്ന തെളിയിച്ചാലോ, രണ്ടും കൂടി കൂട്ടി എക്സിന് വെട്ടിപ്പോവും, എക്സും - എക്സും വെട്ടിപ്പോവും. ഇപ്പൊ ലെങ്ത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്താ വന്നത് 40 - എക്സ്. ഇതാണ് 396 ആണോ അല്ലേ. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? എക്സ് ഇൻറ്റു 40 എത്ര വരും? 40x മൈനസ്, അടിയിൽ മൈനസ് ആണ്. എക്സ് ഇൻറ്റു എക്സ്, എക്സ് ഇൻറ്റു 40 - എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 396. എടാ ഒരു സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാനുള്ള രീതിയിലല്ല ഇത് കിടക്കുന്നത്. എക്സ് സ്ക്വയർ ഒരിക്കലും വരാൻ പാടില്ല. എക്സ് സ്ക്വയർ ഇപ്പുറത്തേക്കാണ് വരേണ്ടത്. സോ നമ്മൾ പറയാണ് എക്സ് സ്ക്വയർ മൈനസ് 40x എന്നുള്ള തിരിഞ്ഞാ വരണ്ടേ. ഇനി ഞാൻ ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. 5 - 3 കുറച്ചാൽ എത്ര? 2 അല്ലേ, ഉറപ്പല്ലേ? അല്ലെങ്കിൽ വേണ്ട, 10 - 6 കുറച്ചാൽ എത്ര? 4 അല്ലേ. അങ്ങനെയാണെങ്കിൽ 6 - 10 കുറച്ചാലോ -4 അല്ലേ. അതേപോലെ ആലോചിച്ച് നോക്കി, 10ന്റെ സ്ഥാനത്തതും 6ന്റെ സ്ഥാനത്തതും ആണെങ്കിൽ 10 - 6 കുറച്ചാൽ 396 ആണെങ്കിൽ, അഥവാ 40x എക്സ് സ്ക്വയർ കുറച്ചാൽ 396 ഇത് വലുതും ഇത് ചെറുതുമാണ്. അപ്പൊ ഇത് തിരിച്ചു ഉറപ്പിച്ചോക്കട്ടെ, നമ്മൾ സിമ്പിൾ ആയിട്ട് കിട്ടും. എക്സ് സ്ക്വയറിന്ന് 40x കുറച്ച് എത്ര കാലം വരിക? -396. എന്ത് ഇക്വേഷനോ കിട്ടിയ ഇക്വേഷൻ. ഇത് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ വയ്ക്കാത്ത കുട്ടികളൊന്നും ഇല്ലല്ലോ. തിരിച്ചാണ്ട് ഞാൻ ഐസായിട്ട് 40x എക്സ് സ്ക്വയർ കുറക്കണതിന്റെ കാര്യം എക്സ് സ്ക്വയറിന്ന് 40x കുറച്ചു. ഞാനൊന്ന് ചെറുതായിട്ട് തിരിച്ചു എന്നേ ഉള്ളൂ. അയ്യോ, അപ്പൊ ഇനി ഇതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് എക്സ് സ്ക്വയർ മൈനസ് ഇത് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് 40x പ്ലസ് 40ന്റെ പകുതിന്റെ സ്ക്വയർ 20ന്റെ സ്ക്വയർ ഇവിടെയും കൂട്ടുക. ഇവിടെ കൂട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 20ന്റെ സ്ക്വയർ 400 കൂട്ടുന്ന സമയത്ത് 4 കിട്ടുക, അല്ലാതെ 396 400 കൂടി ഒറ്റടി കൂട്ടരുത്. ഇത് ചെയ്ത് നോക്കണേ. ഇത് ഞാനിതിന്റെ ഇത് മൊത്തമായിട്ട് ഞാൻ ഇതിന്റെ സൊല്യൂഷൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക വീട്ടിലെത്തിയിട്ട് കേട്ടോ. സ്ക്വയർ കംപ്ലീഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാലോ, വീട്ടിലെത്തിയില്ല, വീട്ടിൽ നല്ല കാണും. സോ ദെൻ എക്സ് സ്ക്വയർ മൈനസ് 40x ഈക്വൽ ടു -396, എക്സ് സ്ക്വയർ മൈനസ് 40x പ്ലസ് ഡാഷ് ഈക്വൽ ടു -396 പ്ലസ് ഡാഷ് ആരെ കൂട്ടുക? 40ന്റെ പകുതി 20ന്റെ സ്ക്വയർ. സോ എക്സ് മൈനസ് 20 ഹോൾ സ്ക്വയർ ഈക്വൽ ടു
4 വരും. ഇത് 20ന്റെ സ്ക്വയർ 400 അത് കൂട്ടി വെക്കുക. നിങ്ങൾ ചെയ്താൽ മതി, ബാക്കി സിമ്പിൾ ആയിട്ട് കിട്ടും. സോ സെയിം ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, ഇവിടെ നോക്കാം. ഒരു സ്ക്വയറിന്റെ ഏരിയന്റെയും പെരിമീറ്ററിന്റെയും സമയം. എന്ത് ടൈസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ക്വയറിന്റെ ഏരിയ എന്താ? സൈഡൊക്കെ എ ആണെങ്കിൽ ഏരിയ എന്താ? എ സ്ക്വയർ. പെരിമീറ്റർ എന്താ? എയും കൂട്ടുമ്പോൾ എത്ര വരും? 4a. മറക്കരുത്. ഏരിയന്റെയും പെരിമീറ്ററിന്റെയും സമ്മ് അഥവാ പരപ്പളവിന്റെയും ചുറ്റളവിന്റെയും തുക 221 കിട്ടി. ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്, പ്ലസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4a ആണ്, അതാണ് 221. ആണോ അല്ലേ? സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ വയ്ക്കൂലേ? ശശി എന്നുള്ള പേര് മാറ്റി സോമനാക്കി കണ്ട് വന്നിരിക്കുന്നു. എക്സ് എന്നുള്ള പേര് മാറ്റി എ വന്നിരിക്കുന്നു. ചില ആൾക്കാർക്ക് ഇപ്പൊ x² + 4x = 221 ആണെങ്കിൽ ചെയ്യേണ്ട നേരം കഴിഞ്ഞു. ഇപ്പൊ എ കാണുമ്പോൾ ടെൻഷൻ അടിച്ചേണ്ട. എക്സും നിങ്ങൾക്ക് അറിയില്ല, എ നിങ്ങൾക്ക് അറിയില്ല, അപ്പൊ ഒന്നും അറിയാത്തത് കൊണ്ട് ടെൻഷനൊന്നും ഇല്ല. അപ്പൊ എക്സിന്റെ പകരം എ വന്നു എന്നല്ലാതെ അവിടെ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം കേട്ടോ. ഇനി The product of two consecutive multiples of 8 is 384. 8ന്റെ 2 മൾട്ടിപ്പിൾസ്. ഈ ക്വസ്റ്റ്യനിലുള്ള കൺവേർഷൻ മാത്രമേ ഞാൻ അവിടെ പറഞ്ഞുള്ളൂ. ബിക്കോസ് കുറേ ഡിസ്കസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഓരോ ചാപ്റ്ററിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത്രയും മനസ്സിലാവണമെന്ന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നേരെ ക്ലാസ്സിലേക്ക് പോവുക, ആ പോർഷൻ കാണുക, ക്ലിയർ ആക്കി വരിക. സോ ദെൻ 8ന്റെ 2 മൾട്ടിപ്പിൾ. 8ന്റെ മൾട്ടിപ്പിൾസ് പറഞ്ഞാൽ 8, 16, 24, 32, 40 അങ്ങനെയല്ലേ പോവാ. ഇതില് 8ന്റെ ഒരു മൾട്ടിപ്പിൾ കഴിഞ്ഞാൽ അടുത്ത മൾട്ടിപ്പിൾക്ക് എത്താൻ 8 കൂട്ടണം, വീണ്ടും 8 കൂട്ടണം, ആണോ അല്ലേ? വീണ്ടും 8 കൂട്ടണം. അങ്ങനെ 8 കൂട്ടി പോയി. ഒരു മൾട്ടിപ്പിൾ എക്സ് ആണെങ്കിൽ അടുത്ത മൾട്ടിപ്പിൾ ഇതേക്കാരം എക്സ് 8 കൂട്ടിയാൽ x+8, ആണോ അല്ലേ? സോ അടുപ്പിച്ചുള്ള 2 മൾട്ടിപ്പിൾസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മൾട്ടിപ്പിൾ എക്സ് ആണെങ്കിൽ മനസ്സിലാക്കുക അടുത്ത മൾട്ടിപ്പിൾ എന്തായിരിക്കും? x+8. ഇനി 6ന്റെ ആണെങ്കിൽ 6 കൂട്ടിയാ പോവാം. ഇനി ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ x × x+8 384 എന്നാ പറഞ്ഞത്. സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാനുള്ള രീതിക്ക് ഞാൻ എത്തിച്ചെന്നിരിക്കുന്നത്. സ്ക്വയർ കംപ്ലീഷൻ വർഗ തികവ് ചെയ്യാം കേട്ടോ. ചെയ്യണേ, മറക്കരുത്. അപ്പൊ ഉത്തരം എക്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക. രണ്ടുത്തരം കിട്ടും. പോസിറ്റീവ് എടുത്താൽ മതി. 16 ആയിട്ടില്ല. എക്സ് കിട്ടിയ വന്ന വഴി മറക്കരുത്. എവിടെന്നാ വന്ന്? ഇതല്ലേ മൾട്ടിപ്പിൾസ്, അതെടുത്ത് എഴുതണേ. എക്സും അത് താഴെടുത്ത് എഴുതണം. എക്സും x+8ഉം. എക്സ് എത്രയാണ്? 16. അപ്പൊ എക്സ് 8 കൂട്ടിയാൽ 24, ആണോ അല്ലേ? അത് മനസ്സിലുണ്ടാവണേ. സോ ദെൻ we are going to the next question. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് പി ഓഫ് എക്സിൽ ഇങ്ങനൊരു സാധനം വന്നിട്ട് ഇത് എക്സ് ആക്സിസിനെ തട്ടുന്ന ഒരു പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പേടിച്ചാലില്ല. നിങ്ങൾ എന്താ മതി? സൊല്യൂഷൻ കണ്ടാൽ മതി. വേറെ ഒന്നും ടെൻഷൻ അടിച്ചാൽ കേട്ടോ. സൊല്യൂഷൻ കണ്ടാണി എന്തതിന്റെ സൊല്യൂഷൻ വരിക? ഞാൻ പറഞ്ഞുതരാം, ഒറ്റയടിക്ക് പറഞ്ഞുതരാം. x² - 6x + 8 ഇതാണ് പോളിനോമിയൽ എന്നുണ്ടെങ്കിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ എഴുതും: x+a × x+b, ആണോ അല്ലേ? ഇതിൽ എയും ബിയും കൂട്ടിയാൽ കിട്ടുക -6ഉം എയും ബിയും ഗുണിച്ചാൽ കിട്ടുക 8ഉം ആണ്. ഇതറിയാത്ത കുട്ടികളൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദെൻ ഇനി കൂട്ടിയാൽ -6ഉം ഗുണിച്ചാൽ 8ഉം. അങ്ങനെ ഗുണിച്ചാൽ 8 കിട്ടുന്ന ആൾക്കാരെ നോക്ക്. ഞാൻ പറഞ്ഞുതരാം. 1 × 8 8ആണ്. 2 × 4 ഇതും 8ആണ്. പിന്നെ 3 ഇല്ല. 4 × 2 അതും 8ആണ്. 4 × 2 2 × 4 തന്നെയല്ലേ ഇടാ. സോ പക്ഷേ ഇത് ഗുണിച്ചാൽ 8 കിട്ടും എന്നുള്ളത് ഓക്കെയാണ്. 2ഉം 4ഉം ഗുണിച്ചാലും 1 8 ഗുണിച്ചാൽ 8 കിട്ടും. പക്ഷെ ഇതിൽ ഏത് എടുക്കണം? ഇതെടുക്കണോ? അതിനെന്താ കാട്ടി വെച്ചത്? കൂട്ടിയാൽ എത്ര കിട്ടും നോക്കാം. 1ഉം 8ഉം കൂട്ടിയാൽ എത്രയാടാ? 9 അല്ലേ? 9 അല്ലല്ലേ നമുക്ക് ആവശ്യം? 2ഉം 4ഉം കൂട്ടിയാൽ എത്ര? 6 അല്ലേ? 6 അല്ലേ നമുക്ക് ആവശ്യം? -6 ആണ്. -6 കിട്ടണമെങ്കിൽ എന്താ ചെയ്യാൻ മതി? ഇപ്പോൾ ഉള്ള നമ്പർ അല്ലേ? 2ഉം 4ഉം ഗുണിച്ചാൽ 8 തന്നെയാണല്ലോ. ഇപ്പോൾ ഉള്ള നമ്പറിന്റെ ചിഹ്നം മൊത്തമായിട്ട് മാറ്റി കൊടുക്കുക. 2 പോസിറ്റീവ് അല്ലേ? അപ്പൊ 2ന്റെ ചിഹ്നം മൈനസ് ആക്കുക. 4ഉം പോസിറ്റീവ് അല്ലേ? അപ്പൊ 4ന്റെ ചിഹ്നം മൈനസ് ആക്കുക. -2 × -4 എത്ര? ഗുണിച്ചാലുള്ള ഉത്തരം മാറാൻ പോകുന്നില്ല. 2 നെഗറ്റീവ് നമ്പർ ഗുണിച്ചാൽ മൈനസും വീണ്ടും പ്ലസ് ആകും. 2 × 4 8 തന്നെ. ഇത് കറക്റ്റ് തന്നെയാണ്. ഗുണിച്ചാൽ 8 കിട്ടും എന്നുള്ളത് ഓക്കെയാണ്. കൂട്ടി കഴിഞ്ഞാലോ? -2 ഇങ്ങോട്ട് ഒരു 2 രൂപ ചാടിപ്പോയി. പ്ലസ് വീണ്ടും ഒരു -4, വീണ്ടും ഒരു 2 രൂപ 4 രൂപ ചാടിപ്പോയി. ടോട്ടൽ എത്ര രൂപ ചാടിപ്പോയി? 6 രൂപ ചാടിപ്പോയി. സോ ദാറ്റ് മീൻസ് എന്താ വരിക ഫാക്ടേഴ്സ്? x-2 x-4 ഇതല്ലേ ഫാക്ടേഴ്സ് വരിക. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും സൊല്യൂഷൻ എന്താന്നുള്ളത്? പരിഹാരം ഈ -2ന്റെ ഓപ്പോസിറ്റ് +2, -4ന്റെ ഓപ്പോസിറ്റ് +4. ഇതല്ലേ ഉത്തരം. ഇനി ഇതെങ്ങാനും ഇതിന്റെ കോർഡിനേറ്റ്സ് ഒക്കെ ചോദിച്ചാൽ എക്സ് ആക്സിസ് വരക്കാം. എക്സ് ആക്സിന് നടന്ന പോയിന്റ് അല്ലേ? എക്സിൽ 2 ഇത് 0 വരും. ഇവിടെ 2 ഇവിടെ 4. എക്സിൽ 2 പറഞ്ഞാൽ കോർഡിനേറ്റ് ചെയ്ത വരിക 2 0.
എക്സിൽ 4 അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെങ്ങനെ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ 2 പ്രൊഡക്റ്റ് ആക്കാൻ പറഞ്ഞാൽ x² മൈനസ് എക്സ് മൈനസ് 56 ഇതാണ് പോളിനോമിയൽ. ഇതിന് x+a ഇൻറ്റു x+b എന്നുള്ള രീതിയിൽ ആക്കണ സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം വെറും -x അല്ലത് -1x ആണെന്നുള്ളത് മനസ്സിലാക്കുക. എയും ബിയും കൂട്ടിയാൽ എത്ര വരും? -1. എയും ബിയും ഗുണിച്ചാൽ എത്ര വരും? -56. ഇത് നിങ്ങൾക്ക് മറ്റേ ഇക്വേഷൻ ഇടാം. ഏത് ഇക്വേഷൻ? a - b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a+b ഹോൾ സ്ക്വയർ മൈനസ് 4ab. ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരേ ഇക്വേഷൻ ആണ്, അത് പഠിച്ചു വെച്ചോളി, മറക്കരുത്. അപ്പൊ a - b ഹോൾ സ്ക്വയർ അറിയില്ല, അതിനാണ് നമ്മൾ ചെയ്യുന്നത്. a+b അറിയോ? a+b -1 അല്ലേ? ഇപ്പൊ a+b ഹോൾ സ്ക്വയർ -1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ab എത്രയാടാ? ab എത്ര? -56. സോ -1 സ്ക്വയർ 1. ഓക്കെ, ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസും, ഇവിടെ എത്രയോ പ്ലസ് ആകും. 4 ഇൻറ്റു 56 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് 224. ദാറ്റ് ഇസ് ഈക്വൽ ടു, ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ കുറെ പേജ് ഉണ്ട്. തന്നെ നോക്കിക്കോ, a - b ഹോൾ സ്ക്വയർ എത്ര കിട്ടിയത്? √225 ആണോ? അല്ലേ? സോ a - b എന്താ വരിക? റൂട്ടിൽ കേട്ടോ, 225. അപ്പൊ a - b എന്താ വരിക? സ്ക്വയർ അങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ √225. ദാറ്റ് ഇസ് ഈക്വൽ ടു a - b പറഞ്ഞാൽ 225 ആറ് സ്ക്വയർ 15 അല്ലേ? -15 ഒക്കെ നമ്മളിപ്പോ എടുത്താൽ മതി. ബേസിക് നമുക്ക് ഉത്തരം കിട്ടിയാൽ മതിയല്ലോ. a+b നമുക്ക് നേരത്തെ നോക്കിയപ്പോൾ -1 ആയിട്ട്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. a - b എത്ര കിട്ടി? 15 കിട്ടി. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. 2 ആൾക്കാരെ കൂട്ടി കഴിഞ്ഞാൽ ഡിങ്കുനെയും മിങ്കുനെയും കൂട്ടി, ഡിങ്കു പ്ലസ് മിങ്കു, ഡിങ്കുനെയും മിങ്കുനെയും കൂട്ടിയപ്പോ നിങ്ങൾക്ക് ഒരു 80 കിട്ടി. ഡിങ്കുനെയും മിങ്കുനെയും കൂട്ടിയപ്പോ എനിക്ക് 80 കിട്ടി. ഡിങ്കൂന്ന് മിങ്കു കുറച്ചപ്പോ നമുക്ക് കിട്ടിയത് 10 ആണ്. ഡിങ്കൂന്ന് മിങ്കു കുറച്ചപ്പോ നമുക്ക് കിട്ടിയത് ഒരു 20 ആണ്. കരുതിക്കോ, നമ്പേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിങ്കു അല്ലേ വലുത്? ഡിങ്കുനെ കിട്ടണമെന്നുണ്ടെങ്കിൽ 80ഉം 20ഉം കൂട്ടുക. 80ഉം 20ഉം കൂട്ടുക എത്ര വരും? 100. അതിന്റെ പകുതി എടുത്താൽ മതി. 80 20 കൂട്ടിയ 100. 100ന്റെ പകുതി എത്ര? 50 ഏക്കാരം ഡിങ്കു. അപ്പൊ മിങ്കോ 80 20 കുറക്കുക, എന്നിട്ട് അതിന്റെ പകുതി എടുക്കുക. 80 20 60 അല്ലേ? 60ന്റെ പകുതി എത്ര? 30. ഡൗട്ട് ഉണ്ടെങ്കിൽ കൂട്ടിക്കോ. 50 30ഉം കൂട്ടിയാൽ എത്ര? 80. 50 30 കുറച്ചാൽ എത്ര? 20. ടോപ്പ് പരിപാടി അല്ലേ? അതെടുത്താൽ മതി. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിൽക്കണ്ട, ഭയങ്കര സിമ്പിൾ സാധനമാണ്. അപ്പൊ എന്നാ പറഞ്ഞാണി എന്താ വരിക? ഡിങ്കുനി 2 ആൾക്കാരാണ് കൂട്ടിക്കാണി by 2. -1 + 15. ഒരാളെ ചിഹ്നം മൈനസ് ഒരാളെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ മൈനസും ഒരാളെ ചിഹ്നം പ്ലസും വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക. വലിയ സംഖ്യ ഏതതില്? 15 അല്ലേ? 15ൽ നിന്ന് 1 പോയാൽ 14. വലിയ സംഖ്യ 15 ആയതുകൊണ്ട് അതിന്റെ ചിഹ്നം പ്ലസ് ഇടണമെന്നുണ്ടോ? ഇല്ല. by 2 എത്ര വരും? 7 വരും. ബി എന്താ വരിക? ബി ഇതേപോലെ തന്നെ ഫസ്റ്റത്തെ സംഖ്യ മൈനസ് രണ്ടാമത്തെ സംഖ്യ, ഫസ്റ്റ് സംഖ്യ ഇത് രണ്ടാമത്തെ സംഖ്യ ബൈ അതിന്റെ പകുതി. -1 -15. നിങ്ങൾ ഉറുപ്പ്യ ചാടിപ്പോയി. അതെടുക്കാൻ മുമ്പിട്ടപ്പോ ഒരു 15 ഉറുപ്പ്യ മാടന് ചാടിപ്പോയി. ടോട്ടല് 16 ഉറുപ്പ്യ ചാടിപ്പോയി. എന്ത് കുതാവി. സോ ദെൻ ദ ആൻസർ ഈസ് -8. ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? മറ്റു രീതിയിലും ചെയ്യട്ടോ, ഇമാജിൻ ചെയ്ത്. സോ ദെൻ പോളിനോമിയൽ ഏതാ കിട്ടിയത്? x+7 ഇൻറ്റു x -8 ആണ് കിട്ടിയത്. പറയാൻ പറ്റുമോ സൊല്യൂഷൻ എന്താന്നുള്ളത്? സൊല്യൂഷൻ -7ഉം +8ഉം നേരെ ഓപ്പോസിറ്റ് അല്ലെ? ഇനി കഴിഞ്ഞിട്ടില്ല, സൊല്യൂഷൻ അല്ല, നമ്മളോട് ഫാക്ടറൈസ് ചെയ്യാനാ പറഞ്ഞത്. ബി ക്വസ്റ്റ്യനിൽ എന്താ പോലും പറഞ്ഞിരിക്കണേ നോക്കാം. കണ്ട് ഞെട്ടാ നിൽക്കണ്ട. ഇതിന്റെ സൊല്യൂഷൻ അല്ലേ? ഇതൊരു ടിസ്റ്റ് പറഞ്ഞോ. ടിസ്റ്റ് മൈഗോ 2x² -2x -112 = 0. എല്ലാ ഇക്വേഷനും എല്ലായിടും കോമൺ ആയിട്ട് രണ്ടെങ്കിൽ പകുതിയൊക്കെ ഇതൊക്കെ ഇരട്ട സംഖ്യകളിൽ ഒന്ന് പകുതിയാക്കി കാണേ, വെട്ടിക്കളയാം. 2x² പകുതി 1x² മൈനസ് 2xന്റെ പകുതി 1x മൈനസ്, നിങ്ങൾ സർപ്രൈസ് സംഭവമാണ്, 112ന്റെ പകുതി 56 = 0. എടാ ഈ സാധനം തന്നെയല്ലേ മക്കളെ നിങ്ങൾ ഫസ്റ്റ് എന്താട്ടിയത്? ഫാക്ടറൈസ് ചെയ്തത്. ഓലിങ്ങനെ തന്നു കരുതി കൊണ്ട് ഓലെന്താട്ടി ഒക്കെ ഇരട്ടിയാക്കിയിട്ട് തന്നു. നമുക്ക് എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്യാം.
ഇവിടെ 0 മുന്നോട്ട് ഏതുകൊണ്ടും ഡിവൈഡ് ചെയ്യാം, നോ പ്രോബ്ലം. സോ എല്ലാം ഞാനൊന്ന് പകുതിയാക്കി. ഇപ്പൊ 2x² ഒരു x², 2xന്റെ ഒരു x, 112ന്റെ അത് 56. അഥവാ ഇത് ഫാക്ടറൈസ് ചെയ്തപ്പോ കിട്ടിയ സാധനത്തിന് ഇവിടെ സൊല്യൂഷൻ ആക്കാന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ ഇതന്നെ കാര്യം തിരിച്ചും മറിച്ചും തിരിച്ചും ചോദിച്ചാൽ ഇതെന്താ വരിക എന്നുള്ളത് ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളത് എയും ബിയും കൂട്ടിയാലാണ്. എയും ബിയും കൂട്ടിയപ്പോ കിട്ടുന്ന ആൻസർ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. x² - 6x + 8 = x + a × x + b ആണെങ്കിൽ എയും ബിയും കൂട്ടിയാൽ ഇവിടെ എന്താണോ ഉള്ളത് അതെടുത്ത് ചെയ്ത് ഇവിടെ എന്താ ഉള്ളത് -6. പക്ഷെ ഇവിടെ പോലെ തന്നിട്ടുള്ളത് ഭയങ്കര ഇടങ്ങേറാക്കില്ലേ. ടെൻഷൻ ഒന്നും ആവണ്ട, എയും ബിയും കുറച്ചൊക്കെ കാണും. അപ്പൊ എന്താ ചെയ്യാൻ മതി അറിയോ? ഈ കൂട്ടിയ ഉത്തരല്ലേ അതിനൊരു മൈനസും പാടെ കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും? ഇവിടെയൊക്കെ -1 അപ്പൊ ഇവിടെ മൈനസ് കൊടുക്കുക. -6 എന്ത് വരും? 6 എന്ന് വരും കേട്ടോ. മറക്കണ്ട, ഇവിടെ ഉള്ള ചിഹ്നം ജസ്റ്റ് ഗുണിച്ചാൽ മാറില്ല. കാരണം രണ്ടാളും മൈനസ് വന്ന പ്രശ്നമുണ്ടോ? 2 മൈനസ് വന്ന ഗുണിച്ചാൽ പ്ലസ് ആണ്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ രണ്ടിടത്ത് മൈനസ് വന്നാൽ ഇവിടെ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. ഇവിടെ -6 ആണെങ്കിൽ ഒരു മൈനസും പാടെ കൊടുക്കുക. അപ്പൊ എന്തായി? +6 ആയി. മറക്കരുത്. അപ്പൊ ഇവിടെ +6 ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് -6 മറക്കണ്ട കേട്ടോ. സോ ഇത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്ത് നോക്കുക. ഇനി അതിനുശേഷം 6ാമത്തെ ചാപ്റ്റർ, ഇതൊക്കെ നമ്മൾ ട്രിഗണോമെട്രിയുടെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് ആണ്. കഴിയുമെങ്കിൽ ചെയ്ത് നോക്കാം. സോ ദെൻ നമുക്കൊരു 2 മണിക്കൂറിനുള്ളിലെങ്കിലും ഈ ഒരു ലൈവ് തീർക്കണം എന്നുള്ളത് നമ്മുടെ നിർബന്ധമാണ്. ബിക്കോസ് നമുക്ക് ഏറ്റവും ചെറിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ. സോ ദെൻ ഇവിടെ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു കുട്ടി ഒരു മരത്തിന്റെ മുകളിലത്തെ 35 ഡിഗ്രി മേൽക്കോണിൽ കാണുകയാണ്. ഇവിടെയാണ് 35 ഡിഗ്രി. കുട്ടി ഇവിടെയാണ് നിൽക്കണം, എ എന്ന പൊസിഷനിൽ. കുട്ടി എന്തായിട്ട് ഒരു 10 മീറ്റർ മുന്നിൽ കടന്ന് ഇപ്പൊ ബി എന്ന പൊസിഷനിലെത്തി. ഇപ്പൊ എന്തായാലും കുട്ടി നല്ലോന്ന് വെച്ചാൽ 70 ഡിഗ്രി. പിന്നെ ഒരു കാര്യം, ഇവിടുത്തെ ആംഗിൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഈ 35ന്റെ ഇരട്ടിയല്ലേ ഇവിടുത്തെ 75. ഇങ്ങനെയുള്ള ആംഗിൾ വന്നാൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഈ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാല്, ഈ ട്രയാംഗിൾ കണ്ടോ, ഈ ട്രയാംഗിൾ ഇത് എപ്പോഴും ഐസോസെലസ് സ്വീകാരം. ഇങ്ങനത്തെ കേസിൽ ഇവിടെയുള്ള ആംഗിളിന്റെ ഡബിൾ ആണ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഫിഗർ വരക്കുക എന്നുള്ളതാണ് നിങ്ങളെ കാര്യമായിട്ടുള്ള കാര്യം. ഇത്രയും വരച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്കായി, 1 മാർക്കായി. ബാക്കി 3 മാർക്കുകൾ കണ്ടുപിടിച്ചാൽ നോക്കാം. 10 മീറ്റർ അല്ലേ കുട്ടി മുന്നിൽ കടന്ന്, 10 മീറ്റർ കുട്ടി മുന്നിൽ കടന്ന്. ഈ ആംഗിൾ എത്രയെന്ന് അറിയാൻ പറ്റും? 110 അല്ലേ വരിക. കാരണം ഇതൊരു ലൈൻ അല്ലേ, ഇവിടെ ഉള്ള 2 ആംഗിൾ അല്ലേ ഇത്. 110 ആണെങ്കിൽ ഇത് 35 ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്ര വരിക? ഇതൊരു ട്രയാംഗിൾ അല്ലേ, ഈ ട്രയാംഗിൾ കേട്ടോ, ഈ ചെരിഞ്ഞിക്കണ ട്രയാംഗിൾ മാത്രം നോക്കി 3 ആംഗിളും മട കൂട്ടി 150 ആണ്. അപ്പൊ ഇവിടെയും 35 വരിക. കാരണം 35 110 കൂട്ടിയ 145. 145 എത്ര കൂട്ടിയല്ലോ 150 കിട്ടും 35. അറിയാമെന്ന് പ്രതീക്ഷിക്കണം. ഇനി 2 ആംഗിൾ, ഇവിടുത്തെ 35 ഇവിടെ 35, 2 ആംഗിൾ സെയിം അല്ലേ? 2 ആംഗിൾ സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് ഐസോസെലസ് ട്രയാംഗിൾ, സമപാർശ്വ ത്രികോണം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റിലെ സൈഡും ഈക്വൽ ആണ്. ഈ 2 സൈഡ് എന്താണ്? ഈക്വൽ ആണ്. ഇത് 10 മീറ്റർ ആണെങ്കിൽ മറ്റേത് എത്ര മീറ്റർ ആണ്? 10 മീറ്റർ ആണോ? അല്ലെ? ഇനി ഭയങ്കര സിമ്പിൾ. മരത്തിന്റെ ഹൈറ്റ് വേണോ? മരത്തിന്റെ ഹൈറ്റിനെ നമുക്ക് h എന്ന് വിളിക്കാം. കുട്ടിയുടെ ഹൈറ്റ് തരാത്ത ഭാഗ്യം. കുട്ടിയുടെ ഹൈറ്റ് തന്നാൽ കുട്ടിയുടെ ഹൈറ്റും കൂടി കാണണം. അതിനൊക്കെ പേര് കൊടുക്കണം കേട്ടോ. CD. മരത്തിന്റെ ഹൈറ്റ് ഡയറക്റ്റ് കാണാൻ പറ്റും. ഇതെന്താണ്? 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ്, അല്ലെങ്കിൽ എതിർവശമാണ്. എതിർവശം. ഇവിടെ അറിയുന്നത് എന്താണ്? ഹൈപ്പോട്ടിന്യൂസ് ആണ്, കർണമാണ് നമുക്കറിയാം. അപ്പൊ കർണമുള്ള 2 ഇക്വേഷൻ ഞാൻ പറഞ്ഞിരിക്കണം. മലയാളം മീഡിയം ആണെങ്കിൽ എക്ക സക്ക എസ, സൈന് കോസ് ടാന്. ഇതാണ് ഇക്വേഷൻ. എതിർവശം ബൈ കർണം സൈന്, കോസ് സമീപവശം ബൈ കർണം, എതിർവശം ബൈ സമീപവശം ടാൻ. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ സോ കാ ടോ. എന്താ സോ എന്ന് പറഞ്ഞാൽ? സൈൻ ആണ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് ആണ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ ആണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. മറക്കണ്ട. സോ ദെൻ ഇവിടെ എങ്ങനെ ചെയ്യിച്ചു കഴിഞ്ഞാല് ഓപ്പോസിറ്റ് ടാൻ ചെയ്തിട്ട് കാര്യമില്ല, ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും ഇക്വേഷൻ സൈൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. സൈൻ 70 = ഓപ്പോസിറ്റ് സൈഡിന്റെ പേര് CD ബൈ ഹൈപ്പോട്ടന്യൂസിന്റെ പേര് BD ആണോ? അല്ലേ? സൈൻ 70ന്റെ വാല്യൂ ആണോ? സൈൻ 70ന്റെ വാല്യൂ ആണല്ലേ? സൈൻ 70ന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്? ഐ തിങ്ക് ഓർമ്മ ശരിയാണെങ്കിൽ 0.94 ഒക്കെയാണ്. നിങ്ങൾ നോക്കി 0.9397 അങ്ങനെ എന്തോ ആണ്. CD എന്ന് പറഞ്ഞാൽ മരത്തിന്റെ ഹൈറ്റ് ആണ്. ബൈ BD എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം 10 ആണ്. ബൈ 10 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്ത് വന്നു?
ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 0.94 തിരിച്ചെഴുതിയുള്ളൂ കേട്ടോ, ഇൻറ്റു 10 എന്ന് വന്നു. 10 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെയുള്ള പോയിന്റ് ഇങ്ങോട്ട് ജമ്പ് ചെയ്യും, ഒറ്റ സ്ഥാനം. ഇനി ഇപ്പൊ 2 0 ഉണ്ടെങ്കിൽ 2 സ്ഥാനം ജമ്പ് ചെയ്യും. ഇത് അറിയാത്ത കുട്ടികളൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കണം. സോ എത്ര വരും? 9.4 സെന്റിമീറ്റർ. ഇതാണ് ഹൈറ്റ്. സെന്റിമീറ്റർ ആണെങ്കിൽ ചെടിയല്ലേ വരിക, മരം, മീറ്റർ ആണ് വരിക. ഇനി വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ടഫായിട്ട് വരിക. ഇത് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, ഷുവർ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇവിടെ ആംഗിൾസ് തമ്മിൽ ഒരു ബന്ധമല്ല, 40 60 ഒക്കെയാണ്. നോക്കാം, ഇവിടെ നോക്കിക്കോ, ഇത് 60 ആണ്. കുട്ടി എന്താ പറയുക, ഒരു 1.5 മീറ്റർ നീള ഒരു കുട്ടി ഒരു കനാലിന്റെ, അഥവാ ഇവിടെ ഈ നീല വെള്ളമുള്ള ഭാഗമാണ് കനാല് നമ്മളെ മുന്നിൽ നമ്മളെടുത്ത് വലിച്ചതാണ് കേട്ടോ. കനാലിന്റെ ഇക്കരയാണത്, അക്കരത് പറയാന്ന് പ്രതീക്ഷിക്കുന്നു. കനാൽ അങ്ങനെ പുഴ എഴുതിക്കോ. അപ്പൊ കനാലിന്റെ ഇക്കര ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. കുട്ടിയുടെ ഉയരം 1.5 അപ്പൊ കുട്ടി നേരെ നോക്കിക്കഴിഞ്ഞാൽ എത്ര മീറ്റർ വരെ കാണുള്ളൂ? 1.5 മീറ്റർ വരെ കാണുള്ളൂ. അതിന്റെ മേലേക്ക് കാണുന്നുണ്ടെങ്കിലാണ് കുട്ടി എന്താ പറയുന്നത്, തല പൊക്കണ്ടത്, ആണോ അല്ലേ? ഇത് 1.5. ഇനി പേര് കൊടുക്കല്ലേ, കുട്ടി ഇതിന് ABCDEFG എന്ന് കൊടുക്കാം. ഓക്കെ, വെറുതെ പേര് കൊടുക്കും. കുട്ടി ഒരു 20 മീറ്റർ ബാക്ക്, 15 മീറ്റർ ബാക്ക് നടന്നു എന്നാ പറഞ്ഞു. കുട്ടി 15 മീറ്റർ ബാക്ക് കാണുന്നു. ഇപ്പൊ ആ കുട്ടി കാണുന്നത് 40 ഡിഗ്രിയിലാണ്. ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ ഇത് തമ്മിലൊരു ബന്ധമല്ല. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസിൽ നമ്മൾ ചെയ്യുന്ന രീതി കണ്ടോളൂ. ആദ്യം 2 ആംഗിളും ടാൻ വാല്യൂ കാണാം. ടാൻ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് ഈ ഒരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ കണ്ടോ, ഈ ട്രയാങ്കിൾ എടുത്ത് നോക്കി, എന്താ ടാൻ 60 വരിക. രണ്ടിന്റെയും ടാൻ ആണ്. എപ്പോഴും വലിയ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസിലൊക്കെ എങ്ങനെയായിരിക്കും കേട്ടോ. ടാൻ 60 എന്താ വരിക? ടാൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് CD ബൈ അഡ്ജസൻറ്റ് സൈഡ് GD ആണോ അല്ലേ? ടാൻ 60 എത്ര? അത് ഒരിക്കലും വാല്യൂ ഇതിലുണ്ടാവും ചിലപ്പോൾ. ഏതില്? മറ്റേ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ടേബിൾ ആയിട്ട് അതിലുണ്ടാവും 60ന്റെ വാല്യൂ. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, ടാൻ 60ന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചാനൊന്നും മറക്കരുത്. മറ്റേ 30 60 90 ഇല്ലേ, ഇത് പഠിച്ചാൽ മതി. 30 60 90 1:√3:2. ഇനി പറഞ്ഞാണ് 60ന്റെ ടാൻ എന്താ? ഓപ്പോസിറ്റ് √3 ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ല, അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് √3/1 ദാറ്റ് ഈസ് ഈക്വൽ ടു √3 എന്നാ വരിക. സോ ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 1.732 എന്നാണ്. അപ്രോക്സിമേറ്റ്ലി 1.73 നിർത്താൽ മതി. സോ CD എന്താ വരിക? CD അറിയില്ലല്ലോ. ബൈ GDയോ? GD നമുക്ക് എന്തായിട്ടെന്ന് അറിയാം, നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മളിവിടെ X എന്ന് വിളിച്ചു. അപ്പോൾ ഇത് X ആണ്, ഇത് 15 ആണ്, ഇവിടെയും 15 ആണെന്ന് അറിയാമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ X ആയിക്കോട്ടെ. അപ്പോൾ X ഇങ്ങോട്ട് വന്നാൽ എന്താ സംഭവിക്കുക? CD is equal to √3x. √3 എന്ന 1.73 ആയിട്ട് എടുത്തോ X. ഇപ്പൊ CD കിട്ടി, ഫസ്റ്റത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ അടുത്ത ആംഗിളിന്റെ എന്ത് കാണണം? ടാൻ വാല്യൂ കാണണം. ടാൻ 40 കാണണം. ടാൻ 40 കാണുന്ന സമയത്തും ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നോക്കിക്കോ, ഏതൊക്കെ എടുക്കേണ്ടത് നോക്കിക്കോ. ഈ വലിയ ട്രയാങ്കിൾ ഉണ്ടോ? ഈ വലിയ ട്രയാങ്കിൾ, അതിൽ ടാൻ 40 പറഞ്ഞാണ്. ടാൻ 40 എന്താ വരിക? 40 ഡിഗ്രിയുടെ ആ ഓപ്പോസിറ്റ് സൈഡ് ആരാ? വീണ്ടും അത് CD തന്നെയാണ്. CD ബൈ 40 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡ്. ഇത് ടോട്ടലാണ്, അല്ലാതെ ഒരു സൈഡ് മാത്രമല്ല, ടോട്ടലാണ്. സോ ടോട്ടൽ എന്താണ്? BD ആണ്. BD. ടാൻ 40യുടെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്, 0.83 ആണ്. 0.83. ഇനി CD അറിയില്ല, ഇതവിടെ കട്ടെ. BD എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്തൊക്കെ പെട്ടു? BD എന്ന് പറഞ്ഞാൽ ഇത് പെട്ടു, X ഇവിടെയും പെട്ടു, 15. ടോട്ടൽ എത്ര വരിക? എന്താ കാട്ടുക? X പ്ലസ് 15. രണ്ടാളുണ്ടായതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണം. ഇതിനെ മുന്നിൽ കൂടുന്ന എന്താ സംഭവിക്കുക? CD തിരിച്ച് എഴുതിയാൽ മതി. 0.83 ഇൻറ്റു X പ്ലസ് 15. 0.83 ഇൻറ്റു X ആണ് 0.83x പ്ലസ് 0.83 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ ഗുണിച്ചു നോക്കുക. 83 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 830 1245 12.45. ഇതാണ് വരിക കേട്ടോ. സോ ഇതും CD തന്നെയാണ്. ഇപ്പൊ 2 ഇക്വേഷൻ കിട്ടിയില്ലേ? ഫസ്റ്റത്തെ ഇക്വേഷൻ ഒന്ന് മക്കളെ നോക്കിക്കാണ്.
ഫസ്റ്റ് ഇക്വേഷനിൽ നിങ്ങൾക്ക് സി ഡി ടിയിലെ, രണ്ടാമത്തെ ഇക്വേഷനിലും നിങ്ങൾക്ക് സി ഡി ടിയിലെ. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം സെയിം അല്ലേ? പറഞ്ഞോളി. സി ഡി എന്താ? ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം സി ഡി എന്താ? 1.73x. ഇതാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. രണ്ടിൻ്റെയും ടാൻ കാണും. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് ഒരു സൈഡ് കിട്ടും. അത് ഇക്വേറ്റ് ചെയ്യാം. രണ്ടാമത്തേൽ സി ഡി എന്താ? 0.83. രണ്ട് സി ഡി ആണ്. 0.83x പ്ലസ് 12.45. ഇനി എക്സ് ഉള്ള ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താ വരിക? ഈ ഭാഗം മാത്രം നോക്കണേ. 1.73 മൈനസ് 0.83x 1.73x മൈനസ് 0.83x ഇസ് ഈക്വൽ ടു 12.45. ഇത് ഗുണിച്ച 0.9x എന്ന് വരും. കുറച്ച് എങ്ങനെ കുറക്കുക? 1.73 പോയിന്റ് ഒരേ ലെവലിലിടുക, എന്നിട്ട് കുറക്കണേ. ഉത്തരത്തിലും പോയിന്റ് അതേ ലെവലിടുക. ഒരു കുപ്പായത്തിൻ്റെ കൊടുക്കുമാതിരി ഒരേ ലെവലിലിട്ട് ഇത് കുറക്കാം കേട്ടോ. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഞാൻ പറഞ്ഞു തരാൻ നോക്കുന്നത് ഇനി പാളരുത് എന്ന് കരുതിയിട്ടാണ്. സോ ദെൻ ഇതാണ് 12.45. അപ്പോൾ എക്സ് എന്താ വരിക? 12.45 ഡിവൈഡഡ് ബൈ 0.9 ആണോ? അല്ല, ഇൻറ്റു 9 ഇങ്ങോട്ട് വരും. മക്കളെ, ഏറ്റവും കൂടുതൽ പോയിന്റ് എവിടെ ഉള്ളത്? ഏറ്റവും കൂടുതൽ പോയിന്റ് ഇവിടെ അല്ലേ ഉള്ളത്? ആണോ? അല്ല. സോ അത്രയും പോയിന്റ് കളയണം. അഥവാ ഇവിടെയും ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ 2 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതിനെ നോക്കിയാൽ, ഇതിനെ കളഞ്ഞാൽ മതി ഓട്ടോമാറ്റിക്കലി ഇത് പോയിക്കോളും. അപ്പോൾ ഞാൻ എന്തായിട്ടെന്ന് വെച്ചാൽ 2 പോയിന്റ് കളയണമെങ്കിൽ 2 പൂജ്യമുള്ള സംഖ്യ വരണം. 100 മേലെ 100 കൊണ്ട് ഗുണിച്ചാൽ താഴെ എന്തുകൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്താ വരിക? 12.45 2 പൂജ്യമുള്ള സംഖ്യ വരുന്ന സമയത്ത് ഈ പോയിന്റ് ഇങ്ങോട്ട് 2 വട്ടം ജമ്പ് ചെയ്യും. ദാറ്റ് മീൻസ് പോയിന്റ് പോയി കിട്ടും 1245. ഇവിടെ അതേപോലെ തന്നെ 2 വട്ടം പോയിന്റ് ജമ്പ് ചെയ്യും. 1 വട്ടേ 9 ഉള്ളൂ, മറ്റേത് ഒന്നും ഇല്ലാത്തത് കൊണ്ട് 0 എന്ന് വരും. ദാറ്റ് ഇസ് 90. ഇതൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കണം. അല്ലെങ്കിൽ 0.9 ഇൻറ്റു 100 ചെയ്യുക. ഇവിടെ ഒരു പോയിന്റ് കിസി ഇടുക, 2 പൂജ്യം കിസി ഇടുക. സാധാ പോലെ 9 ഇൻറ്റു 1 ചെയ്യുക, 9 കിട്ടും. ഇവിടെ ഒരു പൂജ്യം പോയിന്റ് വെട്ടിപ്പോയി, ബാക്കി 0. ഇതൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കണം. ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പോയിന്റ് 0 വെട്ടിപ്പോകുന്നുള്ളത്. അപ്പോൾ ഇവിടെ 90 കിട്ടും. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി എത്ര കിട്ടും എന്നുള്ളത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ചെയ്ത് തന്നെ ടൈം എടുക്കും, പക്ഷെ 124 1 വരും. 345 എന്ന് പറയുന്ന സമയത്ത് 303 വരും. Pi by 6 is equal to 13.8333 ഇക്കാരം ട്രൈറ്റ് ഉറപ്പില്ല, അതന്നെ ആവാനാണ് ചാൻസ്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ്. അപ്പോൾ എക്സ് കിട്ടി. എക്സ് പോരാ, എക്സ് അല്ല ആവശ്യം, നമുക്ക് എച്ച് ആണ് ആവശ്യം. ഈ ഹൈറ്റ് അല്ല, ഈ സി ഡി കിട്ടിയാലേ ടോട്ടൽ ഹൈറ്റ് കാണാൻ പറ്റുള്ളൂ. സി ഡി എങ്ങനെ കിട്ടുക? സി ഡി കിട്ടാൻ നിങ്ങളുടെ കയ്യിൽ 2 ഇക്വേഷൻ അല്ലേ? 2 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൊടുത്താണ്. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2. ഏറ്റവും നല്ല ഇക്വേഷൻ ഏതാ? ഇതാണ് ചെറിയ ഇക്വേഷൻ. അല്ലെങ്കിൽ ഇത് കൊടുക്കണം, സി ഡി. എന്തായാലും സി ഡി കിട്ടണം. ഇത് കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ള മനസ്സിലാക്കുക. അപ്പൊ സി ഡി കൊടുക്കുകയാണ്. എക്സ് കിട്ടി. സി ഡിന്റെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സി ഡി ഈസ് ഈക്വൽ ടു 1.73x. ദാറ്റ് ഈസ് 1.73 ഇൻറ്റു 13.8333. ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ യു വിൽ ഗെറ്റ് ആൻസർ സി ഡി. സി ഡി കിട്ടിക്കഴിഞ്ഞാൽ സി ഡിയുടെ ആൻസർ കിട്ടും. പ്ലസ് ഹൈറ്റ് ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ സി ഡി എന്തായാലും നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഇങ്ങനൊരു ആൻസർ കിട്ടും. ഇനി മരത്തിന്റെ ഹൈറ്റ് ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ സി ഡി എത്രയെന്നുള്ളത് പ്ലസ് ഇവിടെ കുട്ടിന്റെ ഹൈറ്റും കൂടി നോക്കണ്ടടാ. ഇതാണ് സി ഡി. കുട്ടിന്റെ ഹൈറ്റും കൂടി ഇല്ല, 1.5. അപ്പൊ ആ ഒരു ഉത്തരത്തിലേക്ക് ഒരു 1.5 കൂടി നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ആൻസർ കിട്ടുള്ളൂ. പറഞ്ഞോന്നുള്ളൂ. ചെയ്ത് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, സോ ദെൻ ചെറിയ മിസ്റ്റേക്കുകൾ കാൽക്കുലേഷനിൽ ഉണ്ടെങ്കിലേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ലൈവായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നോക്കുക. ബിക്കോസ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 30 ഡിഗ്രി, അപ്പോൾ ഇവിടെ 60 ഡിഗ്രി, ഇത് 30. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. 1.5 മീറ്റർ ഉയരമുള്ള കുട്ടിയാണ്. കുട്ടീൻ്റെ ഉയരം 1.5 ആണ്. പിന്നെ അതേപോലെ തന്നെ 20 മീറ്റർ ബിൽഡിങ്ങിൽ ടോട്ടൽ 21.5 മീറ്റർ ആണ്. സോ
ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറ് കുട്ടി എന്തായിട്ടാണ് 30 ഡിഗ്രി ഈക്വളിൽ കാണുകയാണ്. കെട്ടിടത്തിന്റെ ചുവടെ നിന്നും കാർ നിർത്തിയിട്ടിരിക്കുന്നത് എത്ര തരത്തിലാണ്? 30-60-90 എന്ന റേഷ്യോയിൽ ഇട്ടെടുത്തു കേട്ടോ. ഇനി ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇത് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. LS = 2R sin C/2 അല്ലെങ്കിൽ A എന്ന് പഠിച്ചു കാണാം. എന്തായാലും ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് എടുക്കേണ്ടത് കേട്ടോ. എപ്പോഴും ഇനിയിപ്പോൾ ഈ കോഡാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഈ ആംഗിൾ, ഇനിയിപ്പോൾ ഈ കോഡാണ് എടുക്കണമെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഈ ആംഗിൾ. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇവിടെ എന്താ ചോദിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ LS = 2R sin C/2 നോക്കിക്കോ. ഇവിടെ 55, ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്ര വരിക? 75 അല്ലേ വരിക. സോ 2 ഇൻറ്റു റേഡിയസ് അറിയില്ല, 2R എന്ന് പറഞ്ഞാൽ എന്താണ്? 2R ഇൻറ്റു സൈൻ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇതാണ് സെൻട്രൽ ആംഗിൾ വരിക, ഇതിൻ്റെ പകുതിയല്ലേ ഇവിടെ വരിക. ദാറ്റ് മീൻസ് ഈ കോഡിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ 75. കോഡ് ലെങ്ത് ഉണ്ട് 6. സോ ഇതിൽ നിന്ന് 2R കാണാം. 2R ആണ് ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ. ഇത് 6 2R ആണോ അല്ലേ? 2R ആണ് ഒരു സർക്കിളിൻ്റെ എന്ത് ഡയമീറ്റർ, അത് കാണാം. sin 75ൻ്റെ വാല്യൂ നിങ്ങൾ ആ ടേബിളിൽ നോക്കിയാൽ കിട്ടും. അത് വെച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2R ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത AC കാണുക. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ്റെ സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒക്കെ ഞാൻ ആ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്താൽ കിട്ടും. ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇത് ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾ എന്താ കാട്ടേണ്ടത്? തിരിച്ചു പിടിച്ചിട്ട് LS = 2R sin C/2 ഇടേണ്ടത്. പക്ഷേ ഇവിടെ L അറിയില്ല. 2R നിങ്ങൾ ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ടാവും. 2R നിങ്ങൾ ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ടാവും. ഇൻറ്റു സൈൻ സെൻട്രൽ ആംഗിൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിളാണ് 55. ഇതേപോലെ തന്നെ ഇവിടെ ചെയ്യുന്ന സമയത്ത് LS = 2R sin 50. അപ്പം നിങ്ങൾക്ക് 2R കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് ചെയ്യുക. പിന്നെ ഇത് എപ്പോഴും ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ സൈനുകളുടെ റേഷ്യോ ആയിരിക്കും. സോ ഈ സൈഡ്സിൻ്റെ റേഷ്യോ ഇതാണ്. ഇതിൻ്റെ സൈൻ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ LS = 2R sin ഇതിൻ്റെ ഓപ്പോസിറ്റ് 50. ഇവിടെ LS = 2R sin 60. ഇവിടെ LS = 2R sin 70. ഇങ്ങനെ വരിക. കാരണം ഇതൊരു സർക്കിളിൻ്റെ ആണെങ്കിൽ. സോ മനസ്സിലുണ്ടാകുക. സോ ഇത് സൈനിൻ്റെ റേഷ്യോയിലായിരിക്കും എന്നുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ ദെൻ വി ആർ ഗോയിങ് ടു കട്ടാകാൻ തുടങ്ങി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ. സോ ദെൻ വാട്സപ്പ് നമ്പർ വേണം 8086101035. Each of the point is on the line to parallel to x-axis. X-axis-നോട് പാരലായിട്ട് ഇങ്ങനെ പോവാം. ആ ലൈന് പോണ ഒരു പോയിന്റ് 25 ആണ്. അഥവാ 25 എന്ന് പറഞ്ഞൊരു പോയിന്റിലൂടെയാണ് അത് കടന്നു പോണത്. ഇത് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് 35 ആവും. കാരണം ഈ ലൈന് ഒരേ ഹൈറ്റിലുള്ള പോയിന്റ്സാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് സെയിം, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് സെയിം, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് സെയിം. ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന വയ്യ. ദാറ്റ് മീൻസ് ഈ പോയിന്റിലുള്ള ഈ വലിയുള്ള എല്ലാ പോയിന്റിനും ഇതാ ഈ ലൈന് നേരെ പോയി തട്ടുന്ന വൈ ആക്സിസ് മേലെ, അഥവാ ഈ ലൈനിലുള്ള എല്ലാ വൈയും സെയിമാണ്. കണ്ടോ? ഇതിൻ്റെ നേരെയാണ് എല്ലാം വരുന്നത്. ഇവിടെ വൈ എത്ര വരിക? ഇതൊക്കെ 5 അല്ലേ? അപ്പോൾ ഇവിടെ 5 വരിക. 5ന്റെ നേരെക്കാരെ ലൈനത്തെ എല്ലാം വരിക. അപ്പോൾ വൈ 5 ഉള്ള ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ നോക്കിയാൽ ഇത് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് ആൻസർ 005. മറക്കേണ്ടതൊക്കെ അറിയണ കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റെക്ടാങ്കിൾ മാത്ത് ഇത് ചെയ്ത് നോക്കുക. റെക്ടാങ്കിൾ മാത്ത് ഇവിടെ എന്താ വരിക? എന്തറിയില്ലേ? കുത്തൻ എക്സ് വിലങ്ങനെ വൈ. ഇവിടെ കുത്തൻ എക്സ് വിലങ്ങനെ വൈ ആണോ അല്ലേ? രാത്രി സമയം 1:40. നോക്കാം. റെക്റ്റാങ്കിൾ മാത്ത് ചെയ്യാൻ അറിയാമെന്ന് പ്രതീക്ഷിക്കണം. ഞാൻ അതാ പറഞ്ഞത്, ക്ലാസ്സസ് ഞാൻ ഇട്ട ക്ലാസ്സസ് എല്ലാം കണ്ടുപോയി കഴിഞ്ഞാൽ വേറെ ഡൗട്ടിന് ചാൻസ് ഇല്ല. സോ AB-യുടെ നീളം കാണുക. AB-യുടെ നീളം കാണുക. AB-യുടെ നീളം എന്ന് പറയുന്നത് ഇതാ. ഇവിടെ 2.5, ഇവിടെ 10.5 അല്ലേ? ഇതിൽ y സെയിം അല്ലേ? y സെയിം ആണെങ്കിൽ എന്താ പറ്റിയത്? എക്സിൻ്റെ ചേഞ്ച് നോക്കിയാൽ മതി. 2-ന്ന് 10 കത്താൻ എത്ര കൂട്ടിക്കണം? 8 കൂട്ടിക്കണം. സോ ഇവിടുത്തെ നീളം 8. ഇതിൻ്റെ നീളം നോക്കി ഇത് 6 വരിക. അപ്പോൾ അത് എത്ര വരിക എന്ന് പറയാൻ പറ്റുമോ? ഒരു റൈറ്റ് ട്രയാങ്കിളിൽ പൈതഗോറസ് ട്രിപ്ലറ്റ് ഓർമ്മ ഉണ്ടോ? 3, 4, 5. 3ന്റെ ഇരട്ടി 6, 4ന്റെ ഇരട്ടി 8, 5ന്റെ ഇരട്ടി 10. അഥവാ ഇവിടെ 6 ഇവിടെ 8 വന്ന് ഇവിടെ 10 വരുള്ളൂ. ദാറ്റ് മീൻസ് AC-യുടെ നീളം 10 ആയിരിക്കും. നിങ്ങൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യാം. അതായത് ഇത് ഈ പോയിന്റ് ഉണ്ട്, അത് വെച്ച് ചെയ്യാം. വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. സോ ദെൻ ഇതെങ്ങനെ ചെയ്യാൻ നോക്കിക്കോ. ഇതെങ്ങനെ C എന്ന് പറഞ്ഞ പോയിന്റ് 1 ആണ്. ദാറ്റ് മീൻസ് CX നോക്കിക്കഴിഞ്ഞാൽ ഈ ദൂരം 1 ആണ്. ഈ ഹൈറ്റില്ലേ,
ഈ ഹൈറ്റും 1 ആണ്, ഈ ഹൈറ്റ് 1 ആണ്, ഈ ഹൈറ്റ് ഇത് സെയിം ഹൈറ്റ് തന്നെയല്ലേ അല്ലേ. എക്സ് വൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 വരും, എക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാലും 1 വരും. ദാറ്റ് മീൻസ് ഈ ദൂരത്തിനെയാണ് എക്സ് സൂചിപ്പിക്കുന്നത്, ഹൈറ്റിനെയാണ് വൈ സൂചിപ്പിക്കുന്നത്. മനസ്സിലുണ്ടാകുക. ഇത് മറ്റേ സാധനമല്ലേ, ഇത് 90, ഇത് 45 ആയിരിക്കും, ഇത് 45 ആയിരിക്കും. മറ്റേ റേഷ്യോ അല്ലേ, ഇത് 1:1:√2. സോ റേഡിയസ് ഇത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്, ഇത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്, റേഡിയസ് ആണ്. സോ സർക്കിളിന്റെ റേഡിയസ് ആണ് √2. സോ സർക്കിളിന്റെ റേഡിയസ് √2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് എങ്ങോട്ട് വരച്ചാലും അത് എന്താണ്, ടോട്ടൽ √2 ആണ്. ഇങ്ങോട്ട് വരച്ചാലും √2, മേലേക്ക് വരച്ചാലും താഴത്തേക്ക് വരച്ചാലും ഒക്കെ √2. സോ ഇത് ഈ പാരലോഗ്രാമിന്റെ ബേസ് ആണ്, ബേസ് √2 എന്ന് കിട്ടി. ഹൈറ്റ് പറയാൻ പറ്റും, ഹൈറ്റ് എല്ലാവർക്കും അറിയാം, ഇതാണ് ഹൈറ്റ്, ഇവിടെ 1 ആണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയാം. ഏരിയ എന്താ, ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ, ബേസ് എത്ര √2 ഇൻറ്റു ഹൈറ്റ് എത്ര 1 √2 ആണോ അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ഇതെങ്ങനെ ചെയ്യാം, ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ലൈൻ OA B. OA makes 30 degree with the x axis. ഇവിടെ 30 ഡിഗ്രിയാണ്. ഓക്കെ, AOB ഇത് 90 ഡിഗ്രി. അപ്പോൾ അത് എത്ര വരിക, ഒരൊറ്റ ലൈനല്ലേ, ടോട്ടൽ 180 വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ 60 വരണം. OA 4 ആണ്, അത് അവിടുത്തെ റേഡിയസ് കിട്ടി. ഇത് റേഡിയസ് 4 ആണെങ്കിൽ ഇവിടുത്തെ റേഡിയസ് തന്നെയാണ് 4 തന്നെയാണ്. ഇനി എങ്ങനെ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ BOPന്റെ മെഷർ കിട്ടണം, ഇതൊക്കെ കിട്ടണം അല്ലേ. നോക്കിക്കോട്ടോ, ഇങ്ങനെ ഞാനൊരു വര വരച്ചു. അപ്പോൾ ഇവിടെ എത്ര വരിക 90, ഇവിടെ എത്ര വരിക 60. ഇത് മറ്റേ റേഷ്യോ അല്ലേ, 30 60 90 1:√3:2 ആണോ അല്ലേ. സോ ഇതിൽ 30യുടെ ഓപ്പോസിറ്റ് തന്നിട്ടില്ല, 60യുടെ ഓപ്പോസിറ്റ് തന്നിട്ടില്ല, 90യുടെ ഓപ്പോസിറ്റ് തന്നിരിക്കണം 4. അപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എത്ര വരും 2, അതിൻ്റെ പകുതി 2√3. സോ ഇവിടെ 2, ഇവിടെ 2√3. എന്താ ഈ കോർഡിനേറ്റ് വരിക പറയാൻ പറ്റുമോ, എയുടെ കോർഡിനേറ്റ് ഒന്നും ആലോചിക്കേണ്ട, ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് നോക്കുക, ഡിസ്റ്റൻസ് എക്സ് ആക്സിലാണ് നോക്കുക, ഡിസ്റ്റൻസ് എത്ര 2√3. റൈറ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് പോസിറ്റീവ്, എക്സെപ്റ്റ് റൈറ്റ് ആണെങ്കിൽ പോസിറ്റീവ്, ലെഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ്. ഇനി വൈ നോക്ക്, വൈ ആണ് അതിന്റെ ഹൈറ്റ് നോക്കിയാൽ മതി, ഹൈറ്റ് എത്രയാണ് 2 ആണോ അല്ല. അത് മേലക്കായതുകൊണ്ട് പോസിറ്റീവ്, താഴത്തേക്കാണെങ്കിൽ നെഗറ്റീവ്. ഇനി നമ്മൾ ഇവിടെ ബിയുടെ കോർഡിനേറ്റ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ തന്നെ ഒരു വര ഇറക്കണം. ഇത് 60 ആണ്, അപ്പോൾ ഇവിടെ എത്ര വരും 30 വരും, ഇവിടെ 90 വരും. ഇവിടെ വീണ്ടും 30 60 90, 30 60 90. ഇവിടെ വീണ്ടും 1:√3:2, ഇവിടെ വീണ്ടും 90യുടെ ഓപ്പോസിറ്റ് 4, അപ്പോൾ ഇവിടെ 2√3, ഇവിടെ 2 ആണോ അല്ലേ. അപ്പോൾ ഇവിടെ 30യുടെ ഓപ്പോസിറ്റ് 2, 60യുടെ ഓപ്പോസിറ്റ് 2√3 ആണോ അല്ലേ. 30യുടെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ ഞാൻ പറഞ്ഞു ബിയുടെ കോർഡിനേറ്റ് എങ്ങനെ കാണുക, ബിയുടെ കോർഡിനേറ്റ് കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ബി നോക്കിക്കോട്ടെ, ഇവിടെയാണ് ബി. സോ ബിയുടെ കോർഡിനേറ്റ് ആണ് എക്സ് ആക്സിൽ 2 അല്ലേ, ഇതാണ് ഡിസ്റ്റൻസ്. പക്ഷേ 2 ലെഫ്റ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് -2 ആണ്. ഇനി ഹൈറ്റ് നോക്കാം, ഹൈറ്റ് എത്ര, ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന കോർഡിനേറ്റ് ആണ് വൈ തിരിച്ചിട്ട് h എന്ന് അടിച്ചാൽ മതി. ഹൈറ്റ് എത്ര 2√3, ഇത് മേലക്കന്നെ ആയതുകൊണ്ട് 2√3, അല്ലെങ്കിൽ താഴത്തേക്കാണെങ്കിൽ -2√3 എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ക്വസ്റ്റ്യൻ. ഇതറിയില്ല, മിഡ് പോയിന്റ് കാണാനാണ്. എങ്ങനെ മിഡ് പോയിന്റ് കാണാം, എക്സും കൂട്ടുക, 11 3 കൂട്ടുക 14, അതിൻ്റെ പകുതി 7, വൈയും കൂട്ടുക, 6 0 കൂട്ടുക 6, അതിൻ്റെ പകുതി 3. സിമ്പിൾ അല്ലേ. ഇതേപോലെ ഇതും കാണാം കേട്ടോ. സെൻട്രോയിഡ് കാണാൻ പറഞ്ഞാണ്. സെൻട്രോയിഡ് എങ്ങനെ കാണുക വെച്ച് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ABCന്റെ അല്ലെങ്കിൽ PQR സെൻട്രോയിഡ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോർഡിനേറ്റ്സ് ആൾ എന്തായാലും കിട്ടണം, നിങ്ങൾ ചെയ്താൽ മതി. ദിസ് ഇസ് 7 3 ആൻഡ് ദിസ് ഇസ് 2 3 ആൻഡ് ദിസ് ഇസ് 6 0 ആണോ അല്ലേ. അപ്പോൾ ഇതിന്റെ സെൻട്രോയിഡ് കാണണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിൾ ആണ്. സെൻട്രോയിഡിന്റെ ഇക്വേഷൻ പഠിച്ച ചോളി x1 + x2 + x3/3 y1 + y2 + y3/3 ആണോ അല്ലേ. സോ ഇത് ചെയ്ത് നോക്കിയാൽ മതി. സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ് എന്താ വരിക, x1 3 PQRന്റെ അല്ലേ, PQRന്റെ ആകുമ്പോൾ ഇത് കൂട്ടുക. ഞാൻ മറ്റു കുട്ടികളും കുഴപ്പമില്ല, രണ്ട് സെയിം തന്നെ. എക്സും കൂട്ടുക, 2 7 6 കൂട്ടിയ 15/3 കോമ. ഇനി വൈയും കൂട്ടുക, ഇവിടുത്തെ y3 ഇവിടുത്തെ y3 ഇവിടുത്തെ y0. സോ വൈയും 3 0 കൂട്ടിയ 6/3 ആണ് ചെയ്യേണ്ടത് കേട്ടോ. 3 പോയിന്റ് അല്ലേ. സോ 5,3 5,2 എന്ന് വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. സോ ഇതിന്റെയൊക്കെ സെൻട്രോയിഡ് 5,2 ആണ് വരും. ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഇതെങ്ങനെ ചെയ്യാം, ഇത് 1 4 എന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. അല്ല സോറി 1 2 അല്ലേ, 1 2 പറഞ്ഞൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ 2 4 എന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. 2 4 എന്ന പോയിന്റ് ഇവിടെ വരും, 2 4. ഇനി 5 2 എന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. എക്സസ് വരച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി.
5 2. അപ്പോൾ ഇവിടെ എത്ര വരിക എന്നുള്ളത് അറിയാം. രണ്ട് രീതിയുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഈ ഓപ്പോസിറ്റുള്ള ഈ എക്സും കൂട്ടുക, 2ഉം 5ഉം കൂട്ടിയ 7, 7 എന്തായിട്ട് ഈ 1 കുറക്കുക, 7 1 കുറച്ചാൽ എത്ര? 6 വരും. ഇവിടെ അതേപോലെ തന്നെ 4 2 കൂട്ടി 6, 6 4 പോയ 4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ചേഞ്ച് നോക്കിയാൽ മതി. 1 5 കത്താൻ 4 കൂട്ടി, അപ്പോൾ 2 4 കൂട്ടുക 6. 2 2 കത്താൻ 0 കൂട്ടി, അപ്പോൾ 4 4 കത്താനും 0 കൂട്ടി. ആണോ? അല്ലെ 4ക്ക് 0 കൂട്ടും 4. ഇതറിയാന്ന് പ്രതീക്ഷിക്കുന്നത് നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. സെന്റർ 1 1 ആണ്. 1 1 ആണെങ്കിൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും 1 ആണ്, ഹൈറ്റും 1 ആണ്. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? √2 അല്ലേ വരിക. ഇനി കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വേർ. ഇതെന്തായിരിക്കും വരിക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കേട്ടോ. ഇങ്ങോട്ട് √2 ആണെങ്കിൽ ഇത് 1 അല്ലേ, ഇവിടെയും 1 വരില്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും വരിക? 2 0. ഈ ഒരു ഐഡിയ ആലോചിച്ച് നോക്കൂ, ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു, വീണ്ടും വാട്സപ്പ് നമ്പർ ഞാൻ തരാം. 8086101035 എന്നുള്ള നമ്പറിലേക്ക് മാത്സ്ഡോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താട്ടാ ഫ്രീ വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടുതരാം, അതിൽ ജോയിൻ ചെയ്യാം. ഇതെന്താ മിഡ് പോയിന്റ് കാണാനല്ലേ? മിഡ് പോയിന്റ് നിങ്ങൾ കാണാം കേട്ടോ. എക്സും കൂട്ടാ പകുതി കാണാം, വൈയും കൂട്ടാ പകുതി കാണാം. ഇത് സെൻട്രോയിഡ് കാണാനുള്ള റേഷ്യോ ആണ്. റേഷ്യോന്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ലൈന് എ, ഒരു ലൈന് ബി. ഇപ്പൊ ഇത് മുറിക്കുന്ന റേഷ്യോ ആണ് m:n ആണോ അല്ലേ? അപ്പൊ ഇവിടുത്തെ ഇങ്ങനെ മുറിക്കുന്ന റേഷ്യോ ഉണ്ടെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് x1 y1 ഇതിന്റെ കോർഡിനേറ്റ് x2 y2 ആണെങ്കിൽ പിയുടെ കോർഡിനേറ്റ് xy ആണെങ്കിൽ ഇവിടുത്തെ x എന്തായിരിക്കും? രണ്ട് ഇക്വേഷൻ ഉണ്ട്. എക്സ് കണ്ടുപിടിക്കാൻ mx2 അഥവാ എമ്മിനെ കൊണ്ട് x1 അല്ല ഗുണിക്കേണ്ടത്, എമ്മിനെ കൊണ്ട് x2 ഗുണിക്കണം, എന്നിനെ കൊണ്ട് വേണം x1 ഗുണിക്കാൻ. ഒരു ഓപ്പോസിറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ആ സാധനം mx2 പ്ലസ് എന്താ പറഞ്ഞ nx1 ബൈ m1 കൂട്ടുക. y എന്താണെന്നറിയില്ല, ബൈ 1 get 1 ഓഫർ പഠിച്ചാൽ മതി. ഇതേ സാധനത്തിൽ y ഇടുക, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ ദെൻ പക്ഷേ ചില ആൾക്കാർക്ക് ഇതല്ല നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് കുട്ടികൾ പറഞ്ഞു. അപ്പൊ ഞാൻ വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞു തരാണ്. പിയുടെ കോർഡിനേറ്റ് xy ആണെങ്കിൽ x കാണാനുള്ള ഇക്വേഷൻ ആണ് x1 പ്ലസ് x2 മൈനസ് x1 m ബൈ m പ്ലസ് n ഇൻറ്റു x2 മൈനസ് x1 എന്ന ഇക്വേഷൻ. വൈൻ്റെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഏത് വിടാം, ഞാൻ ഇഷ്ടമുള്ള ഒരു ഇക്വേഷൻ വെച്ച് തോന്നുന്നു ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഞാൻ ഇതിടാണ്, mx2 പ്ലസ് nx1. അപ്പോൾ ഇങ്ങനെ ഒരു ലൈന് തന്നിട്ടുണ്ട്. ആ ലൈനിൻ്റെ കോർഡിനേറ്റ് നിങ്ങൾ തന്നെ പറഞ്ഞാണ്. എത്രയാണ് കോർഡിനേറ്റ് പറഞ്ഞോളൂ. 1 4 11 9 ആണ് കോർഡിനേറ്റ്. റേഷ്യോ എന്താ? 2:3. അപ്പൊ ഇതാണ് x1 y1 x2 y2 ആണോ അല്ലേ? എക്സുകൾ കൂട്ടാം. എന്താ വരിക? x1 പ്ലസ് ഈ പി എന്ന പോയിന്റിന്റെ എക്സും വൈയും കാണാനല്ലേ? എക്സ് എങ്ങനെ കാണാം? mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n. എമ്മിനും കൂട്ടിയാൽ എത്ര? 2 3 കൂട്ടി 5 വരും അടിയിൽ. mx2 m എത്ര? 2 ഇൻറ്റു x2 പറയുമ്പോൾ അപ്പുറത്തെ x 11 പ്ലസ് 3 ഇൻറ്റു ഇപ്പുറത്തെ x 1. വൈ നമുക്ക് തുടങ്ങണം കേട്ടോ. അപ്പോൾ 22 പ്ലസ് 3 ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. എക്സ് കിട്ടി 5. ഇനി വൈ ഇതേപോലെ തന്നെ വൈ ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞ my2 പ്ലസ് ny1 ബൈ m പ്ലസ് n. ഇതേപോലെ ചെയ്ത് നോക്കുക, ഈ ചിത്രം നോക്കി ചെയ്ത് നോക്കുക. 2 ഇൻറ്റു 9 പ്ലസ് 3 ഇൻറ്റു 4 ബൈ 2 പ്ലസ് 3. 2 3 കൂട്ടി 5 ആണ് ആകെ കേട്ടോ. 2 ഇൻറ്റു 3 18, 3 ഇൻറ്റു 4 12 ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. സോ എക്സ് 5 എന്ന് കിട്ടി, വൈ 6 എന്ന് കിട്ടി. ദാറ്റ് ഈസ് പിയുടെ കോർഡിനേറ്റ് 5 6. ഡൗട്ട് ഒന്നുമില്ലല്ലോ. റേഷ്യോന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കഴിഞ്ഞ വർഷം SLC പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. സോ ദെൻ ഈ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയിലെ മറ്റു ഇത്. അപ്പോൾ സ്ലോപ്പ് കാണാം, ചെരിവ് കാണാം. ചെരിവ് എന്താ വരിക? y2 മൈനസ് അതറിയില്ലേ x1 y1 x2 y2 y2 മൈനസ് y1 ബൈ x2 മൈനസ് x1.
എപ്പോഴും സ്ലോപ്പ് പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് ഇവിടെ വരിക ചേഞ്ച് ഇൻ വൈ ആണ്. വൈയിൽ സംഭവിക്കുന്ന ചേഞ്ച് ഇവിടെ വരിക എക്സിൽ സംഭവിക്കുന്ന ചേഞ്ച് ആണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. y2 - 7 2 - 5 ബൈ x2 3 - 2 വെറും 2 അല്ല -2 2 - 5 - 3 അഥവാ 5ന് 2 വർഷം 3 ആണെങ്കിൽ 2ന് 5 വർഷം -3 3 - 2 വരുമ്പോൾ 3 + 2 5 എന്ന് വരും. സോ ഇതാണ് സ്ലോപ്പ്. അഥവാ എപ്പോഴും മനസ്സിലുണ്ടാകുക ഞാൻ പറഞ്ഞ എന്താണ്, ഇതെന്താണെന്നാ പറഞ്ഞ ചേഞ്ച് ഇൻ വൈ. വൈയിലുള്ള ചേഞ്ചിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഇതോ ചേഞ്ച് ഇൻ എക്സ്, അഥവാ വൈ ഇങ്ങനെ മാറിയോ എക്സ് ഇങ്ങനെ മാറും. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, പോയിന്റ് പറയാൻ വയ്ക്കോ? ആർക്കേലും പോയിന്റ് പറയാനൊരു ടിപ്പ് ഉണ്ട്, നോക്കിക്കോ. ഏതെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞാണ് നല്ലൊരു പോയിന്റ് 3 2 നെഗറ്റീവ് ഒന്നും ഇല്ലാത്തൊരു പോയിന്റ് ആയിക്കോട്ടെ 3 2. ഇതിൽ നിന്ന് സ്ലോപ്പ് നമുക്ക് എന്താ കിട്ടിയത്? -3/5 ആണോ അല്ലേ? 3 2 ഇതിൽ നിന്ന് കിട്ടണ കണ്ടോളിട്ടോ. വൈയിലുള്ള ചേഞ്ച് എന്താ? വൈയിലുള്ള ചേഞ്ചാണ് മേലുള്ളത് -3 ആണ്. 3 കുറയും. അതേസമയം എക്സിലുള്ള ചേഞ്ച് എന്താ? 5 കൂടും ആണോ അല്ലേ? ഡൗട്ട് ഇല്ലാന്ന് പ്രതീക്ഷിക്കണു. 5 കൂടും. അപ്പോൾ വൈ എന്താ സംഭവിക്കുക? അടുത്ത കോർഡിനേറ്റ് എഴുതാൻ സമയത്ത് വൈക്ക് എന്താ സംഭവിക്കുക? ഇവിടെ 2 അല്ലേ, 3 കുറഞ്ഞാൽ 2ന്ന് 3 കുറഞ്ഞാൽ 2 - 3 -1 ആണോ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? 3ക്ക് 5 കൂടിയാൽ എത്ര വരും? 8. ടോപ്പ്. ഇനി അതേപോലെ തന്നെ ഇനി അടുത്ത പറഞ്ഞാണ്, അടുത്ത അതേപോലെ തന്നെ അല്ലേ? എന്താ വൈയിലുള്ള മാറ്റം? 3 കുറയും, എക്സിൽ 5 കൂടും പറഞ്ഞാണ്. ഏതൊക്കെ പോയിന്റ് വരിക? -1 -3 ഉറുപ്പ്യ ചാടിപ്പോയി. പിന്നെ ഒരു 3 ഉറുപ്പ്യം പാടെ ചാടിപ്പോയി. ടോട്ടൽ 4 ഉറുപ്പ്യ ചാടിപ്പോയി. 8 + 5 13 ആണോ അല്ലേ? ഇതിങ്ങനെ പോകും. എത്ര കോർഡിനേറ്റ് ഉണ്ടാക്കുക? അപ്പോൾ വൈയിലുള്ള ചേഞ്ച് ആണ് മേലെ ഉണ്ടാകുക, എക്സിലുള്ള ചേഞ്ച് ആണ് താഴെ ഉണ്ടാകുക എന്നുള്ളത് പഠിച്ചു വെച്ചാൽ. ഇനി സെൻട്രോയിഡ് കാണാൻ ഞാൻ നേരത്തെ ചെയ്തെന്ന പ്രോബ്ലമാണ്. ചെരിവ് കാണാൻ നമ്മൾ ചെയ്തു. സമവാക്യം കണ്ടുപിടിക്കാനും കൂടി ചെയ്തുതരാം. സ്ലോപ്പ് = ചെയ്താൽ മതി y2 - y1 / x2 - x1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി 2/3. ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എടുത്തോളി. 4 6 എടുത്തോളി. ഇതിനെ x1 y1 ആക്കി എടുക്കുക. എന്താ ഇക്വേഷൻ അറിയില്ല? m = y - y1 / x - x1. ചില ആൾക്കാർ y - y1 = m × x - x1 എടുക്കാറുണ്ട്. ഇതാണ് ഞാൻ എടുക്കാറുള്ളത്. അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എടുത്തോ. m = എന്താ വരിക? m = 2/3 y - y1 എന്താ 6 / x - x1 എന്താ 4. ഇതാണ് കേട്ടോ, ഇവിടെ ഉണ്ടോ? സോ ഇത് ക്രോസ് ചെയ്യാൻ അറിയില്ലേ? ഇവിടെ നിങ്ങളുടെ ക്രോസ് ചെയ്താണ് 3 × y - 6 = 2 × x - 4. That is 3 × y 3y -3 × 6 18. That is 2 × x 2x - 2 × 4 8 ആണോ അല്ലേ? സോ ദെൻ എക്സിന്റെ ടേം നെഗറ്റീവ് ആക്കേണ്ടത് അവിടെ തന്നെ നിന്നോട്ടെ. ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം. സോ ഇവിടെ ആരും വേണ്ട. 2x - 8 -18 അങ്ങോട്ട് പോയാൽ +18 +3y അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ -3y ആണോ അല്ലേ? സോ പോയിന്റ് 2x എഴുതി, -3y എഴുതി. -8 + 18 എത്ര വരിക? 8 ഉറുപ്പ്യ ചാടിപ്പോയി, 18 ഉറുപ്പ്യ കിട്ടി. എത്ര ഉറുപ്പ്യ ലാഭം? അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം +10 എന്ന് വരും. തിരിച്ച് എഴുതിക്കൂടാ. 2x - 3y +10 = 0. ലൈനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രൂഫ് ചോദിച്ചാലും ഇക്വേഷൻ എഴുതിച്ചാൽ മതി. അപ്പോൾ തന്നെ മാർക്ക് കിട്ടും. പിന്നെ ആധാരബിന്ദു കേന്ദ്രമായിട്ടുള്ള വൃത്തത്തിന്റെ ആധാരബിന്ദുവാണ് കേന്ദ്രം. റേഡിയസ് എത്രയാണ്? 5 ആണ്. ആരം 5 ആണ്. ഏതെങ്കിലും ഒരു പോയിന്റിന് XY എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. x² + y² = r². x² + y² = റേഡിയസ് എത്ര? 5 അല്ലേ? 5ന്റെ സ്ക്വയർ 25. ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചാൽ കണ്ണും പൂട്ടി എഴുതിക്കൊണ്ട് ആരുടെയൊക്കെ സ്ക്വയർ കൂട്ടിയാൽ 5ന്റെ സ്ക്വയർ ഇടാം. 3ന്റെ സ്ക്വയർ എത്ര? 9. 4ന്റെ സ്ക്വയർ 16. 9ഉം 16ഉം കൂട്ടി 25 അല്ലേ കിട്ടല്? സോ പോയിന്റ് ചോദിച്ചാൽ അപ്പം തന്നെ എഴുതിക്കൊണ്ട് 4 3 4. ഇത് എൻ്റെ പൈതഗോറസിന്റെ ട്രിപ്പിളിച്ചുള്ള നമ്പറാണ്, കാണാതെ എഴുതിക്കൊണ്ട് കേട്ടോ. സോ ദെൻ ഇനി കേന്ദ്രം 3 5ഉം ആരം 4ഉമായ വൃത്തത്തിന്റെ സമവാക്യം കണ്ടെത്തുക. ഇത് ഇതേപോലെ തന്നെ എന്താ ചെയ്യേണ്ടത്? കേന്ദ്രം 3 5 കേന്ദ്രം 3 5 ആരം 4. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് x, y എടുക്കുക. ഇപ്പം എന്താ ഇക്വേഷൻ അറിയില്ലേ? x - a² +
y മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതിൽ എയും ബി എന്ന് പറഞ്ഞാൽ സെന്ററിന്റെ കോർഡിനേറ്റ്, എക്സ് മൈനസ് സെന്ററിന്റെ എക്സ് എന്താ 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സെന്ററിന്റെ വൈ എന്താ 5 ഹോൾ ഈക്വൽ ടു റേഡിയസ് 4 സ്ക്വയർ. സോ ഇത് പൊട്ടിക്കണമെന്നില്ല, 4 സ്ക്വയർ 16 എഴുതാൻ തന്നെ ആൻസർ ആയിട്ടോ. പൊട്ടിക്കാൻ പറ്റുകയാണെങ്കിൽ പൊട്ടിക്കാൻ. ടിപ്പ് പറഞ്ഞു നിൽക്കണം എന്താ, എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ഒക്കെ അതിനെ പെട്ടെന്ന് പൊട്ടിക്കുക. സിമ്പിളാണ്. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ രണ്ടാൾക്കാരെ മണ്ടക്ക് സ്ക്വയർ എടുത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് നിർത്തുക. അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും പ്ലസ് ഇട്ടാണ് നിർത്തുക. ഇവിടെയാണ് കളി വരുന്നത്. ഇവിടെ നിൽക്കേണ്ടത് ചിഹ്നമാണ്. ഇവിടുത്തെ ചിഹ്നം എന്താ, മൈനസ് അല്ലേ, അതാണ് ഇവിടെ വരിക. ഇനി നിങ്ങളൊരു കറക്കം കറങ്ങിയാൽ മതി. ഇവിടെ എന്താ, സ്ക്വയറിന്റെ ഒരു 2 ഇല്ലേ, ഇവിടെ ഒരു എക്സ് ഇല്ലേ, ഇവിടെ ഒരു 3 ഇല്ലേ, ഒരു കറക്കം കറങ്ങിക്കാണി. 2 ഇൻറ്റു എക്സ് ഇൻറ്റു 3. ഈ 3ന്റെ -3 ആണ്, ആ മൈനസ് ആണ് മുന്നിൽ വന്നിക്കണം. സോ ദെൻ എന്താ വരിക, 2 ഇൻറ്റു എക്സ് ഇൻറ്റു 3. അവിടെ സെന്ററിൽ പിടിച്ചുകൊണ്ട് ഒരു കറക്കണ്ട് കറങ്ങിയാൽ മതി, എല്ലാം പാടെ കുട്ടി. സോ ദിസ് ഈസ് ആൻസർ, എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 ആണോ അല്ലേ. ഇത് ചെയ്ത് നോക്കണം കേട്ടോ പറ്റുകയാണെങ്കിൽ. പ്രൂവ് ദാറ്റ് ദ പോയിന്റ്സ് ലൈസ് അറിയില്ലേ, ഏതെങ്കിലും ഇത് മുതൽ ഇത് ഇത് ഞാൻ മറ്റേ ഇതിൽ പ്രൂഫിന്റെ വീഡിയോയിൽ ചെയ്തിരിക്കണം. ഇന്ന് തന്നെ ഇട്ട പ്രൂഫിന്റെ വീഡിയോയിൽ അതിനായിട്ട് ഈ ക്വസ്റ്റ്യൻ മാറ്റി വെച്ചേക്കണം. സോ ദെൻ ഇതറിയാമെന്ന് പ്രതീക്ഷിക്കണം. ഈ ബോയിലർ ടോട്ടൽ ഹൈറ്റ്, ഈ ബോയിലറിന്റെ ടോട്ടൽ ഹൈറ്റ് 12 ആണ് ആണോ അല്ലേ. ഇനി ഇതിൽ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ പാർട്ടിന്റെ ഹൈറ്റ് 6 ആണ്. സിലിണ്ടർ പാർട്ടിന്റെ ഹൈറ്റ് എത്രയാണ്, 6 ആണ്. 6. ഓക്കെ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ? എടാ ഇവിടെ റേഡിയസ് എത്രയാണ്, ഇതിന്റെ റേഡിയസ് 3 ആണ് അല്ലേ. ഡയമീറ്റർ 6 പറഞ്ഞ റേഡിയസ് 3. ഇവിടെ റേഡിയസ് എത്രയാണ്, 3 ആണോ അല്ലേ. ഒരു ഹെമിസ്ഫിയറിന്റെ റേഡിയസ് 3 ആണെങ്കിൽ അതിന്റെ ഹൈറ്റും എന്ത് 3 ആണ്. അതിന്റെ സെന്ററിൽ നിന്ന് എങ്ങോട്ട് വരച്ചാലും റേഡിയസ് തന്നെയാണ്, അറിയാമെന്ന് പ്രതീക്ഷിക്കണം. സോ ദെൻ അപ്പോൾ ഒരു ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് തന്നെയാണ്, അതിന്റെ റേഡിയസ് തന്നെയാണ്. ദാറ്റ് മീൻസ് ഇതും 3 തന്നെയാണ്. അപ്പോൾ ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് 3 എന്ന് കിട്ടി, സിലിണ്ടറിന്റെ ഹൈറ്റ് 6 എന്ന് കിട്ടി. അപ്പോൾ ബാക്കി കോണിന്റെ ഹൈറ്റ് എന്ത് കാര്യം, ടോട്ടൽ 12 അല്ലേ. 12 6 3 9 പോയി കഴിഞ്ഞാൽ ബാക്കി 3. കോണിന്റെ ഹൈറ്റ് കിട്ടി 3. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരൊട്ടും കൂടി റീക്യാപ്പ് ചെയ്ത് കണ്ടോളൂ. സോ ദെൻ ഹൗ മെനി ലിറ്റേഴ്സ് ക്യാൻ ഇറ്റ് ഹോൾഡ്? അഥവാ അതിൻ്റെ ഉള്ളിൽ എത്ര സ്പേസ് ഉണ്ട് ഈ ബോയിലറിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ വോളിയം കാണണം. വോളിയം ഓഫ് ബോയിലർ എന്ന് പറഞ്ഞാൽ 3 ഷേപ്പ് കൂടിയതാണ്. കോണിൻ്റെ വോളിയം കാണണം, പ്ലസ് സിലിണ്ടറിൻ്റെ വോളിയം കാണണം, പ്ലസ് ഹെമിസ്ഫിയറിൻ്റെ വോളിയം കാണണം. എന്താ പറയുക, കോണിൻ്റെ വോളിയം 1/3. ഓരോന്ന് സെപ്പറേറ്റ് കാണാൻ നിങ്ങൾക്ക് നല്ല കേട്ടോ. കോണിൻ്റെ വോളിയം എന്താ, 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണോ അല്ലേ. 1/3 പൈ ഇൻറ്റു റേഡിയസ് എത്ര, 3 സ്ക്വയർ ഇൻറ്റു എച്ച് എത്ര, 3. 3യും 3യും വെട്ടിപ്പോയില്ലേ. എച്ച് പറഞ്ഞാൽ കോണിൻ്റെ ആയിട്ട് കേട്ടോ. പൈൻ്റെ 3 സ്ക്വയർ 9 പൈ ആണോ അല്ലേ. സെൻറ്റിമീറ്റർ ക്യൂബ് അല്ല, മീറ്റർ ക്യൂബ് അല്ലേ. ഇതിൽ ഫുള്ള് മീറ്ററാണ്, മീറ്റർ ക്യൂബ്. വോളിയം ഓഫ് സിലിണ്ടർ പറഞ്ഞാൽ എന്താ വരിക, പൈ ആർ സ്ക്വയർ എച്ച് ഉള്ളൂ. സോ ദെൻ പൈ ഇൻറ്റു റേഡിയസ് 3 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എത്ര 6. 3 സ്ക്വയർ 9, 9 ഇൻറ്റു 6 54 പൈ എന്ന് വരും, മീറ്റർ ക്യൂബ്. ഇനി ഹെമിസ്ഫിയറിന്റെ വോളിയം, ഹെമിസ്ഫിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 2/3 പൈ ആർ ക്യൂബ്. ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കാണ്ടോ. 2/3 പൈ ഇൻറ്റു 3 ആണ് റേഡിയസ്. അപ്പോൾ 3 ക്യൂബ് എന്ന് എഴുതുന്നതിന് അറിയാം. 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതി. ഒരു 3യും വെട്ടിപ്പോയി മേലെ എന്തായാലും ബാക്കി 2 ഇൻറ്റു 3 ഇൻറ്റു 3 18 പൈ മീറ്റർ ക്യൂബ് ചെയ്ത് നോക്കുക കേട്ടോ. സോ ദെൻ എന്താടാ വരിക, എന്താ ബോയിലറിന്റെ വോളിയം എന്താ വരിക, ഇവിടെ 9 പൈ, ഇവിടെ 54 പൈ, ഇവിടെ 18 പൈ. ടോട്ടൽ എത്ര പൈ ആയി, 9 1 2 6 9. അപ്പോൾ 81 പൈ എന്ന് വരും മീറ്റർ ക്യൂബ്. പക്ഷെ മീറ്റർ ക്യൂബിന് ലിറ്റർക്ക് മാറ്റാൻ വേണ്ടി തന്നിക്കണം. വെള്ളമൊക്കെ ലിറ്ററിലാണ് മാറ്റുക. ഇപ്പോൾ ഒരു മീറ്റർ ക്യൂബ് പറഞ്ഞാൽ 1000 ലിറ്റർ ആയതുകൊണ്ട് 81 പൈ ഇൻറ്റു 1000 എന്ന് ചെയ്യുകയാണ്. സോ എത്ര വരും, 81,000 പൈ ലിറ്റർ. പൈനെ വേണമെങ്കിൽ 3.14 എന്ന് എഴുതാം. വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. അത് ആഘോഷിക്കാൻ പറ്റാത്ത ആൾക്കാർ മാർച്ച് 14 വേൾഡ് പൈ ഡേ ആചരിക്കുക. ബിക്കോസ് മാർച്ച് ഈസ് 3.14. ഇത് കാര്യത്തിലാണ്, മാർച്ച് 14 വേൾഡ് പൈ ഡേ ആണ്. ഈ വാല്യൂ കാരണമാണ്. ഇത് കറക്റ്റ് വാല്യൂ ഇല്ല, അപ്രോക്സിമേറ്റ് വാല്യൂ ആണെന്നുള്ളതും കൂടി മനസ്സിലുണ്ടാകുക. അത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലിറ്റർ. മീറ്റർ ക്യൂബ് മാറി എന്തൊക്കെയായി, ലിറ്റർക്കായി. വെള്ളമൊക്കെ ലിറ്ററിലല്ലേ പറയാം. സോ ദാൻ ഇനി സ്ഫിയറിന്റെ റേഡിയസ്, ഒരു സോളിഡ് മെറ്റൽ സ്ഫിയർ ഉണ്ട്. സ്ഫിയറിന്റെ ഷേപ്പ് ഇതിലുണ്ട്. ഒരു സ്ഫിയർ ഉണ്ട്. ഓക്കെ, ഈ സ്ഫിയറിന്റെ റേഡിയസ് ക്വസ്റ്റ്യനിലുണ്ട് 6 ആണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ.
എന്താ സിലിണ്ടറിന്റെ വോളിയം വരിക? വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? വോളിയം is equal to 4/3 pi r cube ആണോ അല്ലേ? 4/3 pi into radius 6 അല്ലേ? 6 cube എന്താ? 6 into 6 into 6. 6 3 പറ്റുക. 6 എത്ര? 3 into 2. 4 into 2 8. 8 into 36. 36 into double 4 72 144 288 pi സെന്റിമീറ്ററിനല്ലേ? സെന്റിമീറ്റർ ക്യൂബ് വോളിയം അല്ലേ? വോളിയം ഓഫ് സ്ഫിയർ ആണ്. ഇനി എന്താ? ഇത് മെൽറ്റ് ചെയ്തു. ഇത് മെൽറ്റിങ്ങിന്റെ ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ. മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റഡ് ഇൻടു എ സോളിഡ്. ഒന്ന് തന്നെ ഉണ്ടാക്കിയേക്കണേ. അഥവാ ഇത് മെൽറ്റ് ചെയ്ത് ഷേപ്പ് മാറ്റിയാണ്ട് ഒരു കോണാക്കി. ഇത് എന്താ ചെയ്ത്? ഈ മെറ്റീരിയൽ എന്താട്ടി മെൽറ്റ് ചെയ്ത് ഷേപ്പ് മാറ്റിയെന്നുള്ളൂ. അപ്പൊ എണ്ണ നല്ല കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതേ വോളിയം തന്നെ കരുതും. കാരണം എന്താ? വോളിയത്തിലോ അതിലൊന്നും മാറ്റില്ല. ശശി എന്നുള്ള പേര് മാറ്റി പുതിയ പേരെന്താ? സോമൻ. അത്രേ ഉള്ളൂ. സോ ദെൻ പുതിയതിന്റെ റേഡിയസ് എത്രയാണ്? കോണിന്റെ ബേസ് റേഡിയസ് എത്രയാണ്? 6 ആണ്. ഇതിന്റെ ഹൈറ്റ് എത്രയെന്നാണ് ചോദ്യം. സിമ്പിൾ ആണ്. അഥവാ സ്ഫിയറിന്റെ വോളിയം കിട്ടിയിരിക്കണം അല്ലേ? ഇവിടെ സ്ഫിയറിന്റെ വോളിയവും കോണിന്റെ വോളിയവും സെയിം ആണ്. ബിക്കോസ് ഈ സാധനത്തിന് ഷേപ്പ് മാറ്റി അത് ഉണ്ടാക്കി. അത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, ശ്രദ്ധിക്കണേ. സ്ഫിയറിന്റെ വോളിയം നിങ്ങൾക്ക് കിട്ടി 288 പൈ. കോണിന്റെ വോളിയം എന്താ വരും? 1/3 പൈ ഇൻറ്റു റേഡിയസ് 6 അല്ലേ? 6 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. സോ 1/3 പൈ ഇൻറ്റു 6 സ്ക്വയർ ആണ് 6 ഇൻറ്റു 6 ഇൻറ്റു ഹൈറ്റ്. ഇതിലൊരു 6ഉം 3ഉം വെട്ടിക്കൂടെ? 6ഉം 3ഉം വെട്ടിക്കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെ ഒരു 3 പോയി, ഇവിടെ ഒരു 6 പോയി, ഇവിടെ 2 വരും. സോ ബാക്കി ഇവിടെ ചെയ്യാണ്. 288 പൈ ഈക്വൽ ടു 2 into 6 12h എന്ന് വരും. 12h പൈ. അഥവാ ഇവിടെ പൈയും വെട്ടിപ്പോവേ. പൈ ഇവിടെ വെട്ടിപ്പോവും. രണ്ടിടത്തും പൈ ഇല്ലേ? ഈ 12നെ അങ്ങോട്ട് കൊടുത്താൽ h is equal to 288/12 എന്ന് വരും. ദിസ് 8 8 8 24 24 ഹൈറ്റ് എത്ര കിട്ടും? 24 സെന്റിമീറ്റർ. മറക്കണ്ട. സോ ദെൻ ഇത് അതേപോലെ തന്നെ ഇവിടെ എന്താ കാട്ടേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഒരു 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 വലിയ സിലിണ്ടർ ഉണ്ടായിരുന്നു. ഇതിനെ ഒരുക്കിങ്ങാണ്ട് കുറേ കുഞ്ഞു കോണാളുണ്ടാക്കി. അപ്പോൾ കുറേ ഉണ്ടാക്കാം. എത്രമാനം ഉണ്ടാക്കാം? അപ്പം എണ്ണാണ് കാണേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ എത്ര ഉള്ളൂ? ഇതിൻ്റെ വോളിയം കാണാം. ഇതിൻ്റെ വോളിയം കാണാം കോണിൻ്റെ. ഈ വോളിയത്തിന് ഈ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ, എണ്ണം കിട്ടും. അഥവാ വലിയതിൻ്റെ വോളിയത്തിന് ചെറിയതിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒന്നും ചെയ്യണ്ട, ചെയ്ത് നോക്കുക കേട്ടോ. സോ ദെൻ ഇത് അങ്ങനെ ചെയ്യുക. ഡയമീറ്റേഴ്സ്, ഹെമിസ്ഫിയറിന്റെ ഡയമീറ്ററുകൾ എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിന്റെ റേഷ്യോ തന്നെ കാര്യം റേഡിയസിന്. കാരണം എന്താ? ഇപ്പൊ ഡയമീറ്ററിന്റെ റേഷ്യോ പറഞ്ഞാൽ 2 ഹെമിസ്ഫിയർ ഉണ്ട്. ഇവിടുത്തെ രണ്ടിന്റെയും ഡയമീറ്ററിന്റെ റേഷ്യോ 4:3 എന്നല്ലേ പറഞ്ഞത്? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും സർക്കിൾ ആണെങ്കിലും 2 റേഡിയസ് ആണ് ഡയമീറ്റർ, ആണോ അല്ലേ? ഇപ്പൊ D1ന്റെ കാര്യം നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? 2r1 is to 2r2. 2r2 is equal to 4:3. 2ഉം 2ഉം വെട്ടിപ്പോയി. ബാക്കി എന്തുള്ളത്? r1 is to r2 is equal to 4:3. ഡയമീറ്ററിന്റെ തന്നെ റേഷ്യോ. ഇനി വാട്ട് ഈസ് റേഷ്യോ ഓഫ് ദ റേഡിയസ്? ഹെമിസ്ഫിയറിന്റെയും സ്ഫിയറിന്റെയും ഒരു പ്രത്യേകത പറഞ്ഞുതരാം. റേഡിയസിന്റെ റേഷ്യോ ഇതാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവിന്റെ റേഷ്യോ ഒന്നും നോക്കണ്ട. ഏരിയന്റെ യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? സ്ക്വയർ ആയിക്കാരം. അപ്പൊ 4ന്റെ സ്ക്വയർ എത്ര? 16. 3ന്റെ സ്ക്വയർ എത്ര? 9. ഇത് ഹെമിസ്ഫിയറിനും സ്ഫിയറിനും മാത്രമല്ല പ്രത്യേകത. ഇനി ഓരോ അടുത്തെങ്ങാനും വോളിയം ചോദിച്ചാൽ ഇതിന്റെ ക്യൂബ്, വോളിയം ചോദിച്ചാൽ ഇതിന്റെ ക്യൂബ് എന്താ? ക്യൂബ് ഒരു 6 വരെയുള്ള സംഖ്യന്റെ ക്യൂബ് പഠിച്ചിട്ട് പോണേ. 4ന്റെ ക്യൂബ് 4 × 4 × 4 64. 3ന്റെ ക്യൂബ് 27. ഇത് ട്രിക്കായിട്ട് പഠിച്ച ജോലി. എപ്പോൾ മാത്രം? സ്ഫിയറും ഹെമിസ്ഫിയറും വരുമ്പോൾ മാത്രം. റേഡിയസിന്റെ റേഷ്യോ എന്താണോ അതിന്റെ സ്ക്വയർ ആയിരിക്കും ടോട്ടൽ സർഫസ് ഏരിയ, അതിന്റെ ക്യൂബ് ആയിരിക്കും വോളിയം. സോ ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതിന്റെ ഉപരിതല പരപ്പളവ്. ഇതിന്റെ ഉപരിതല പരപ്പളവ് ടോട്ടൽ സർഫസ് ഏരിയ 1ന്റെ തന്നിക്കണ് 144 ആണ്. ഇത് TS2 രണ്ടാമത്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. ഇതിനെങ്ങനെ ചെയ്താൽ 144 ഡിവൈഡഡ് ബൈ ടോട്ടൽ സർഫസ് ഏരിയ 2 is equal to 16 ഡിവൈഡഡ് ബൈ 9 ആണോ അല്ലേ? സോ നിങ്ങൾക്ക് എന്താ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ വരാം. 144 ഇൻറ്റു 9 is equal to 16 ഇൻറ്റു TS2 എന്ന് വരും. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെട്ടാം. 144 എത്ര? 16 ഉണ്ടാക്കി കഴിഞ്ഞാൽ 9 16 ഉള്ളത്.
16 ഒരു 16 ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 16 അങ്ങോട്ട് കൊണ്ട് സുഖമായിട്ട് വെട്ടോ കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും കോമൺ ആയിട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ വെട്ടിയത്. അത് ഇച്ചറിയണതുകൊണ്ട് നിങ്ങൾ സാധാ പോലെ ചെയ്യാം. ഇനി 149 × 9 81. ഇതാണ് എന്ത് ടോട്ടൽ സർഫസ് ഏരിയ 2 ഉണ്ടാകുന്നതിനുള്ള സർഫസ് ഏരിയ. ഇനി ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപിയുടെ വക്രതല വരപ്പളവ് പാദവരപ്പളവിന് 2 മടങ്ങാണെന്ന് തെളിയിക്കുക. അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുക പറയുമ്പോൾ ഒരു സർക്കിളിന്റെ പകുതി മൊത്തം ഞാൻ എടുത്തിട്ട് ഇത് മടക്കിയാണ്ട് ഞാൻ ഒരു കോൺ ഉണ്ടാക്കുക എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കണം. ഈ പകുതി മൊത്തം എടുക്കുക പറയുമ്പോൾ സെൻട്രൽ ആംഗിൾ എത്ര വരും? അർദ്ധവൃത്തം ഹെമിസ്ഫിയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ സെൻട്രൽ ആംഗിൾ എക്സ് എത്ര വരും? ഇത് എക്സ് ആണ്, നമുക്കറിയാം. കോൺ ഉണ്ടാക്കുമ്പോൾ അത് 180 ഡിഗ്രി. ഇത്രേ ഉള്ളൂ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ, വേറെ ഒന്നുമില്ല. അപ്പൊ ഇനി എന്താ ചോദ്യം? ഇതിന്റെ റേഷ്യോ എന്താ വരിക? x/360 = r/l ആണോ അല്ലേ? സോ ക്രോസ് എക്സ് എത്രയാണ്? 180. 180/360 = r/l. 180 ആണ് 360ന്റെ പകുതിയല്ലേ? അപ്പൊ 0 0 വെട്ടിപ്പോകും. 36ന്റെ പകുതിയാണ് 18. 18 എത്ര 18 ഉണ്ട്? ഒരു 18. 36 2 r/l. ഇതിങ്ങനെ ക്രോസ് ചെയ്താൽ എന്താ വരിക? 1 × l = 2r ആണോ അല്ലേ? ഇത് ഉറപ്പല്ലേ? ഇതവിടെ കട്ടെ. ഇനി നമ്മളോട് ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബേസ് ഏരിയയും കർവ്ഡ് സർഫസ് ഏരിയയും തമ്മിലുള്ള റേഷ്യോ ആണ്. അഥവാ ബേസ് ഏരിയന്റെ ഇരട്ടിയാണ് കർവ്ഡ് സർഫസ് ഏരിയ എന്നാണ് പറയുന്നത്. വക്രതല വരപ്പളവ്. ബേസ് ഏരിയ എന്താ വരിക? കോണിന്റെ ബേസ് ഏരിയ πr². അതോടെ നോട്ടെ. കർവ്ഡ് സർഫസ് ഏരിയ എന്താ? πrl ആണോ അല്ലേ? പക്ഷേ πr × l എന്താന്ന് ക്വസ്റ്റ്യനിൽ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. 2r അല്ലേ? അപ്പോൾ എല്ലിന്റെ കാര്യം ഞാൻ 2r എന്ന് കൊടുത്തു. അപ്പൊ എന്ത് വന്നു? 2 മുന്നിക്ക് വന്നു, π മുന്നിക്ക് വന്നു, r × r എന്ത് വന്നു? r² വന്നു. എടാ ഈ ബോസിനെ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതല്ലേ ഈ ബോസ്? ഈ ബോസ് അല്ലേ ഈ ബോസ്? പി ബോസ് അല്ലേ ഇവിടെ വരിക? ദാറ്റ് ഇസ് ഈക്വൽ ടു 2 × ബേസ് ഏരിയ. ഇതാണ് കർവ്ഡ് സർഫസ് ഏരിയ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത് നോക്കി നോക്കി. ദ കർവ്ഡ് സർഫസ് ഏരിയ ഇസ് ട്വൈസ് തന്നെ 2 ടൈംസ് ബേസ് ഏരിയ. അഥവാ കർവ്ഡ് സർഫസ് ഏരിയ 2 × ബേസ് ഏരിയ ആണ് തെളിയിക്കണം. എന്താ തെളിയിച്ച്? 2 × πr². πr² എന്താണ്? πr² എന്താ? ബേസ് ഏരിയ ആണ്. ബേസ് ഏരിയ πr² വരും വന്നു. ഓക്കെ ആണല്ലോ. സോ ഇതേപോലെ തന്നെ 2 വൃത്തസ്തുതികളുടെ വോളിയത്തിന്റെ റേഷ്യോ. എന്താ വോളിയത്തിന്റെ റേഷ്യോ വരിക? എന്താ കോണിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ? 1/3 πr². ചെറുട്ട് മതി. 1/3 πr²h. ഇത് ഫസ്റ്റത്തിന്റെ r1² h1. ഇത് രണ്ടാമത്തിന്റെ. സോ ദെൻ എന്താണെങ്കിലും രണ്ടാമത്തിനാണെങ്കിലും ആദ്യത്തിന്റെ ആണെങ്കിലും 1/3 π 1/3 π വെട്ടിപ്പോകും ആണോ അല്ലേ? ബാക്കി എന്താ വരിക? r1² h1/r2² h2 ആണോ അല്ലേ? r1 എത്ര? ആരങ്ങളുടെ അംശബന്ധം ക്വസ്റ്റ്യനിൽ ഉണ്ട്. അഥവാ ആരങ്ങളുടെ അംശബന്ധം എന്ന് പറയുമ്പോൾ r1 r2 ആണ്, അല്ലെങ്കിൽ r1/r2. 3:5 ഒന്നില്ലെങ്കിൽ 3/5 എന്ന് എഴുതും. അത് അങ്ങനെ മാറ്റി ചെയ്താട്ടോ. ഇനി h1/h2 തന്നിട്ടുണ്ട് 2/3 ആണോ അല്ലേ? ക്വസ്റ്റ്യന് തന്നതാണ്. അപ്പൊ r1 എന്ന് പറഞ്ഞാൽ 3, r2 എന്ന് പറഞ്ഞാൽ 5. അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. റേഷ്യോ അല്ലേ? സോ r1 എന്ന് പറഞ്ഞാൽ 3² × h1 എന്ന് പറഞ്ഞാൽ 2 r2² എന്ന് പറഞ്ഞാൽ 5² × h2 എന്ന് പറഞ്ഞാൽ 3. ഇതാ ഈ റേഷ്യോ നോക്കിയാൽ മതി കേട്ടോ, നേരെ കിട്ടും. സോ ദെൻ ഇതിന് ഞാൻ 3² 3 × 3 എഴുതട്ടെ. × 2/5² 5 × 5 × 3. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരാളെ കണ്ടിന് വെട്ടാൻ. ഇതാ ഉണ്ടോ? ഇവിടെ ഒരു 3യും ഇവിടെ ഒരു 3യും വെട്ടി പോകും. ബാക്കി എന്താ ഉണ്ടാക്കുക? 3 × 2 6/5 × 5 25. ഇതാണ് ഉത്തരം വരിക കേട്ടോ. സോ വോളിയത്തിന്റെ റേഷ്യോ കിട്ടിയല്ലോ. ഇതേപോലെ തന്നെ സ്റ്റാറ്റിയിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഇതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. മീഡിയം കാണാൻ 8 ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെ മീഡിയം കാണാൻ അറിയാലോ. സെൻറ്ററത്തെ ആൾക്കാർ 2 ആൾക്കാർ എടുക്കുക. അല്ല, ഓർഡർ എഴുതണം. ഇത് ആദ്യം ചെറുതെന്ന് വലുതൊക്കെ ഓർഡർ എഴുതിയിട്ട് സെൻറ്ററത്തെ 2 ആൾക്കാർ എടുക്കുക. ഉത്തരം കാണുക. പിന്നെ ഞാൻ പറഞ്ഞു ആ ടേബിൾ അത് പഠിക്കാതെ പോകരുത്. ഇത് ഞാനിവിടെ പറഞ്ഞാൽ നല്ല ടൈം പോകും. സ്റ്റാറ്റിൻ്റെ ഒരു ചാപ്റ്റർ തന്നെ ആട്ടിക്കണം. അത് കാണുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.